പരിശുദ്ധനെ നിമിത്തം മഹിമപ്പെടും. കാൺപൂരിൽ നിന്ന് സജു പാസ്റ്റർ ഉണ്ട്, പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ಓಕೆ ಕರ್ತನ ಮನಸ್ಸು ಸಮರ್ಪಿಸಿಕೊಂಡೋಣ. ನಮಗೆ ಪ್ರಾರ್ಥನೆಯಲ್ಲಿ ನಿರತರಾಗಿರೋಣ. ಅಲ್ಲೂಯ್ಯ ದೇಶದ ರಾಜ್ಯದ ವಿವಿಧ ಕಡೆಗಳಿಂದಲೂ ದೇಶದ ವಿವಿಧ ಕಡೆಗಳಿಂದಲೂ ನಮ್ಮೊಂದಿಗೆ ಇವತ್ತು ರಾತ್ರಿ ಜಾಯ್ನ್ ಆಗಿರುವಂತಹ ಎಲ್ಲ ಸೇವಕರುಗಳನ್ನ ಕರ್ತನ ಕರಗಳಿಗೆ ಸಮರ್ಪಿಸಿಕೊಂಡು ನಮಗೆ ಪ್ರಾರ್ಥನೆ ಮಾಡೋಣ. ಹಾಲೆಲೂಯ್ಯ. അല്ലൂയ്യ. ദേശത്തിന്റെയും രാജ്യത്തിന്റെയും പലയിടങ്ങളിൽ നിന്ന് നമ്മളോടുകൂടെ ഇന്ന് രാത്രി വചന പഠനത്തിന് വേണ്ടി കടന്നു വരുന്ന എല്ലാ ദൈവദാസന്മാരെയും ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതിനോടൊരുമിച്ച് തന്നെ നാട്ടിലും കർണാടകയിലും ലോകത്തിന്റെ ഇടങ്ങളിലും നടക്കുന്നതായ കാര്യങ്ങളൊക്കെയും നമുക്ക് അറിയാമല്ലോ. അല്ലൂയ്യ. COVID-19 എന്നുള്ളതായ മഹാമാരിയിൽ മഹാമാരിയുടെ ജനങ്ങൾ വളരെ ഭീതിയിലായിരിക്കുന്നു. കർത്താവായ ദൈവം അവരെ തൊടുവാനും വിടുവിക്കുവാൻ വേണ്ടി ಕರ್ತಾವಿನ ಕರಗಳಿಗೆ ಏಲ್ಪಿಸಿಕೊಂಡು ನಮಗೆ ಪ್ರಾರ್ಥಿക്കാം. ಹಲ್ಲೇಲೂಯ. ಪ್ರಪಂಚದಾದ್ಯಂತ ಹರಡಿರುವಂತಹ COVID-19 ಮತ್ತು ಮಹಾಮಾರಿಯಿಂದ ದೇವರು ನಮ್ಮನ್ನ ಬಿಡಿಸುವುದಕ್ಕಾಗಿ, ರಕ್ಷಿಸುವುದಕ್ಕಾಗಿ ಇವತ್ತಿನ ಕ್ಲಾಸ್ ಆಶೀರ್ವದಿಸಲ್ಪಟ್ಟಂತ ರೀತಿಯಲ್ಲಿ ನಮಗೆ ದೇವರು ನಡೆಸಿಕೊಡುವುದಕ್ಕಾಗಿ ಹಲ್ಲೇಲೂಯ ಕರ್ತನ ಕರಗಳಿಗೆ ಸಮರ್ಪಿಸಿಕೊಂಡು ನಮಗೆ ಪ್ರಾರ್ಥನೆ ಮಾಡೋಣ. ಇವತ್ತು ರಾತ್ರಿ ನಡೆಯಬೇಕಾದಂತ ಈ ಹಲ್ಲೇಲೂಯ ವೇದವಾಕ್ಯದ ಅಧ್ಯಯನವು ആശീർവദിസൽപ്പെട്ട രീതിയിൽ ನಡೆಯುವುದಕ್ಕಾಗಿ ನಾವೆಲ್ಲರೂ പ്രാർത്ഥನೆ ಮಾಡುತ್ತಾ ಇರುವಾಗ, നമ്മളെല്ലാവരും പ്രാർത്ഥനയുടെ ദൈവസന്നിധാനത്തിലായിരിക്കുമ്പോൾ നമ്മുടെ മധ്യത്തിൽ പാസ്റ്റർ ഹല്ലേലൂയ ദാനിയേൽ പാസ്റ്റർ അവറുകളുണ്ട്. നമ്മളെല്ലാവരെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ കാൺപൂരിൽ നിന്ന് നമ്മുടെ മധ്യത്തിലായിരിക്കുന്ന പാസ്റ്റർ ഹല്ലേലൂയ സാജു പാസ്റ്റർ അവറുകൾ പ്രാർത്ഥിച്ച് ഹല്ലേലൂയ ആരംഭിക്കുന്നതായിരിക്കും. Praise the Lord. Pastor Saju. Praise the Lord. Praise the Lord. Saju Pastor കേൾക്കാമോ? രാത്രിയിൽ കർത്താവിന്റെ വചനവുമായിട്ട് കർത്താവേ നിന്റെ ദാസനോട് ചേർന്ന് തിരുവചനം പഠിക്കുവാൻ, കർത്താവിന്റെ മടങ്ങിവരവിനെ കുറിച്ച് കർത്താവെ വളരെ ആമേൻ സവിസ്തരം ആ ദൈവദാസന് കേൾപ്പാൻ തക്കവണ്ണം ഞങ്ങളെ ഇടയാക്കി. ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം. ഈ കാലഘട്ടങ്ങളിൽ കർത്താവിന്റെ ദാസ അങ്ങയുടെ അഭിഷിക്തനെ ശക്തിയായി പരിശുദ്ധാത്മാവ് ഉപയോഗിക്കണമേ. കേൾക്കുന്ന ജനത്തിന് അനുഗ്രഹത്തിന് കാരണമാകുവാൻ, പ്രത്യാശ വർദ്ധിക്കുവാൻ, കാന്തന്റെ വരവിന് വേണ്ടി ഒരുക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരും ഇതിൽ ആമെ കടന്നു വന്ന് സംബന്ധിപ്പാൻ ഇടയാക്കണമേ. നല്ല കാലാവസ്ഥ ആമെ ഉണ്ടാകേണ്ടതിന്, നെറ്റ്വർക്ക് പ്രോബ്ലം ഉണ്ടാകാതിരിക്കേണ്ടതിന് ഞങ്ങൾ ഇന്ന് രാത്രി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന അഭിഷക്തന്മാരെ Praise the Lord. Stotram. Hallelujah. Amen. Okay. Praise the Lord. Hallelujah. Amen. ಪಾಸ್ಟರ್ ಅವರ ಕನೆಕ್ಷನ್ ಕಟ್ ಆಗಿದೆ. ಆಮೇನ್ ಅಲ್ಲಿ ನೆಟ್ವರ್ಕಿನ ಪ್ರಾಬ್ಲಮ್ ಇದೆ ಎಂಬುದಾಗಿ ನೆನೆಸ್ತೇನೆ. ಆಮೇನ್. ಹಲ್ಲೆಲೂಯಾ. ರೀಜನ್ ಆಗಿದ್ದಾರೆ. ആമേൻ. അവിടെ നെറ്റ്വർക്കിന്റെ പ്രോബ്ലം ഉണ്ടെന്ന് വിചാരിക്കുന്നു. കർത്താവിന്റെ സന്നിധാനത്തിൽ നമ്മളെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയുടെ ദൈവസന്നിധാനത്തിലായിരിക്കുമ്പോൾ പാസ്റ്റർ ഫിലിപ്പ് അവറുകൾ ഹല്ലേലൂയ പാട്ട് പാടി ദൈവത്തെ ആരാധിക്കുകയും തുടർന്നുള്ളതായ സമയത്തെ ലീഡ് ചെയ്യുകയും ചെയ്യുന്നതായിരിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സീനായി മാമലകൾ ഇറങ്ങി വന്ന ആ ദൈവ സാന്നിധ്യം ഇന്ന് രാത്രിയിൽ ഒരുമിച്ച് അതിനെ അനുഭവിച്ചറിയുവാൻ നമുക്കൊരുമിച്ച് ചേർന്ന് പാടി ദൈവത്തെ ആരാധിക്കാം. ആത്മസ്വരൂപനേ
ಪ್ರಿಯಾತ್ಮಸ್ವರೂಪನೇ ಈಗ ಬಾದೇವ ಇಳಿದು ಬಾದೇವ ನಮ್ಮ ಮಧ್ಯದಲ್ಲಿ ಈಗ ಬಾದೇವ ಇಳಿದು ಬಾದೇವ ನಮ್ಮ ಮಧ್ಯದೊಳು ಕೋಲಸದ ಹೆಸರಿನಿಂದ ನನ್ನನ್ನು ರಕ್ಷಿಸಿದೆ ಕೋಲಸದ ಹೆಸರಿನಿಂದ ನನ್ನನ್ನು ರಕ್ಷಿಸಿದೆ ಪಾಪ ತೊಳೆದು ಶುದ್ಧಿಪಡಿಸು ಈ ದಿವ್ಯ ಸಮಯದೊಳು ಹಲ್ಲೆಲೂಯ ಪಾಪ ತೊಳೆದು ಶುದ್ಧಿಪಡಿಸು ಈ ದಿವ್ಯ ಸಮಯದೊಳು ಆತ್ಮಸ್ವರೂಪನೇ ಪ್ರಿಯ ಆತ್ಮಸ್ವರೂಪನೇ ಈಗ ಬಾದೇವ ಇಳಿದು ಬಾದೇವ ನಮ್ಮ ಮಧ್ಯದೊಳು ಈಗ ಬಾದೇವ ಇಳಿದು ಬಾದೇವ ನಮ್ಮ ಮಧ್ಯದೊಳು ಸೀನಾಯಿ ಬೆಟ್ಟದಲ್ಲಿ ಇಳಿದು ಬಂದವನೇ ಸೀನಾಯಿ ಬೆಟ್ಟದಲ್ಲಿ ಇಳಿದು ಬಂದವನೇ ಆತ್ಮದಾನವ ತೀರಿಸಯ್ಯ ಈ ದಿವ್ಯ ಸಮಯದೊಳು ಹಲ್ಲೆಲೂಯ ಆತ್ಮದಾನವ ತೀರಿಸಯ್ಯ ಈ ದಿವ್ಯ ಸಮಯದೊಳು ಆತ್ಮಸ್ವರೂಪನೇ ಪ್ರಿಯ ಆತ್ಮಸ್ವರೂಪನೇ ಈಗ ಬಾದೇವ ಇಳಿದು ಬಾದೇವ ನಮ್ಮ ಮಧ್ಯದೊಳು ಈಗ ಬಾದೇವ ಇಳಿದು ಬಾದೇವ ನಮ್ಮ മധ്യദൊളു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പ്രത്യാശ വർദ്ധിപ്പിക്കുന്ന ഒരു ഗാനം കൂടെ പാടി നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാം. ശാലേം പുരെ ചെന്നു ചേരുന്ന നാൾ ആ എത്ര മോദമേ എന്നുള്ള മലയാള ഗാനം ചേർന്ന് പാടാം. ശാലേംപുരെ ചെന്നു ചേരുന്ന നാൾ ആ എത്ര മോദമേ, കാതലൊരുക്കുന്ന വിശ്രമ വീട്ടിൽ ഞാൻ എന്നു ചേരുമോ. ശാലേംപുരെ ചെന്നു ചേരുന്ന നാൾ ആ എത്ര മോദമേ, കാതലൊരുക്കുന്ന വിശ്രമ വീട്ടിൽ ഞാൻ എന്നു ചേരുമോ. കണ്ണുനീരില്ല വിരിതുക്ക വിലാപങ്ങളുമില്ലെന്ന്, കണ്ണുനീരില്ല വിരിതുക്ക വിലാപങ്ങളുമില്ലെന്ന്, നിത്യായുധമുള്ള സന്തോഷനാടിനാൽ ഉള്ളമോ വാഞ്ചിക്കുന്നേ. ഞാനും യാഹേ സ്തുതിച്ചിടുമേ. കണ്ണുനീരില്ല വിരിതുക്ക വിലാപങ്ങളുമില്ലെന്ന്, കണ്ണുനീരില്ല വിരിതുക്ക വിലാപങ്ങളുമില്ലെന്ന്,
നിത്യായുഗമുള്ള ഞാനും സ്തുതിച്ചിടുമേ. ശാലിംപൂരിൽ ചെന്നു ചേരുന്ന നാൾ പ്രമോദമേ. താതനൊരുക്കുന്ന വിശ്രമമായി ഞാൻ എന്നു ചേരുമോ. താതനൊരുക്കുന്ന വിശ്രമത്തിൽ ഞാൻ എന്നു ചേരുമോ. വേല തികച്ചു ശുദ്ധ പൊൻകിരീടധാരികളാ. വേല തികച്ചു ശുദ്ധ പൊൻകിരീടധാരികളാ. സാക്ഷികളായി എന്റെ ചുറ്റും പൊൻചിറകു വീശി പറന്നു പാടി ഞാനും യാരെ സ്തുതിച്ചിടുമേ. വേല തികച്ചു ശുദ്ധ പൊൻകിരീടധാരികളാ. വേല തികച്ചു ശുദ്ധ പൊൻകിരീടധാരികളാ. സാക്ഷികളായി എന്റെ ചുറ്റും പൊൻചിറകു വീശി പറന്നു പാടി ഞാനും യാരെ സ്തുതിച്ചിടുമേ. ശാലിംപൂരിൽ ചെന്നു ചേരുന്ന നാൾ പ്രമോദമേ. താതനൊരുക്കുന്ന വിശ്രമത്തിൽ ഞാൻ എന്നു ചേരുമോ. ശാലിംപൂരിൽ ചെന്നു ചേരുന്ന നാൾ പ്രമോദമേ. താതനൊരുക്കുന്ന വിശ്രമത്തിൽ ഞാൻ എന്നു ചേരുമോ. താതനൊരുക്കുന്ന വിശ്രമത്തിൽ ഞാൻ എന്നു ചേരുമോ. ഹല്ലേലൂയ. Praise the Lord. കർത്താവിന്റെ പരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ದೇವರ ಅತಿ ಪರಿಶುದ್ಧವಾದ ನಾಮಕ್ಕೆ ಮಹಿಮೆ ಉಂಟಾಗಲಿ. അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ಈ ಆಶೀರ್ವದಿಸಲ್ಪಟ್ಟಂತಹ ಒಳ್ಳೆಯ ರಾತ್ರಿಗಾಗಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡ್ತೇನೆ. കർത്താവിന്റെ ദൈവനാമത്തിൽ പ്രാർത്ഥിച്ച് നാം ആരംഭിച്ച ബൈബിൾ ക്ലാസിന്റെ 3-ാം ദിവസത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം നമ്മെ സഹായിച്ചു. ನಾವು ಪ್ರಾರ್ಥನೆ ಮಾಡಿ ಆರಂಭಿಸಿದಂತಹ ಬೈಬಲ್ ಕ್ಲಾಸಿನ 3ನೇ ದಿನಕ್ಕೆ ನಮಗೆ ಬರಲಿಕ್ಕೆ ದೇವರು ಸಹಾಯ ಮಾಡಿದ್ದಾರೆ. പ്രൈസ് ദി ലോർഡ്. ഇന്നും കർത്താവിന്റെ ദാസനിൽ കൂടെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ നമുക്ക് കേൾക്കുവാൻ നാം കടന്നു പോകുന്ന ഇടത്തെക്കുറിച്ച് വ്യക്തമായ ഒരു വെളിപ്പാട് നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ಆಮೇನ್. ಹಲ್ಲೆಲೂಯಾ. ಕರ್ತನ ದಾಸರ ಮುಖಾಂತರ ವ್ಯಕ್ತವಾದಂತ ಒಂದು ಆಲೋಚನೆಯನ್ನ ಇವತ್ತು ರಾತ್ರಿ ಕೇಳುವುದಕ್ಕೂ ಮಾತ್ರವಲ್ಲ, ನಾವು ಹೋಗ್ಲಿಕ್ಕಿರುವಂತಹ ಪ್ರಾಂತದ ಕುರಿತಾಗಿರುವಂತಹ ವ್ಯಕ್ತವಾದಂತ ಆಲೋಚನೆಯನ್ನ ತಿಳಿದುಕೊಳ್ಳುವುದಕ್ಕೂ ನಮ್ಮನ್ನೇ ದೇವರ ಸನ್ನಿಧಾನದಲ್ಲಿ ಸಮರ್ಪಿಸಿಕೊಡೋಣ. എന്റെ ഏറ്റവും അടുത്ത ആത്മീയ സ്നേഹിതനാണ് ഇപ്പോൾ ട്രാൻസ്ലേഷൻ ചെയ്യുന്ന വിനോയ് പാസ്റ്റർ. ನನ್ನ ಉತ್ತಮನಾದಂತ ಒಬ್ಬ ಸ್ನೇಹಿತನಾಗಿದ್ದಾನೆ ಈಗ ಭಾಷಾಂತರ ಮಾಡ್ತಾ ಇರುವಂತ ವಿನೋಯ್ ಪಾಸ್ಟ್ ಅವರು. ആ ഭാഷകെട്ടുകള്ളി സ്ഥലത്ത് ഒരുമിച്ച് അനേക വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ ദൈവമായ കർത്താവ് അവസരമൊരുക്കി. ಅನೇಕ ವರ್ಷಗಳ ಹಿಂದೆ ನಾವು ಒಟ್ಟಾಗಿ ಈ ಪ್ರಾಂತದಲ್ಲಿ ಸೇವೆ ಮಾಡ್ಲಿಕ್ಕೆ ದೇವರು ಸಹಾಯ ಮಾಡಿದ್ರು. അതുകൊണ്ട് തന്നെ ഈ ഒരു മീറ്റിംഗ് കർത്താവിന്റെ ദാസൻ ക്രമീകരിച്ചപ്പോൾ ഞാൻ അതിന് മുൻകൈ എടുത്ത് ദാനിയൽ പാസ്റ്ററെ അങ്ങനെ ഒരു കാര്യം അങ്ങനെ ചെയ്തത് തന്നെ കന്നഡ ദൈവമക്കൾക്ക് വളരെ ഒരു പ്രയോജനകരമാകുമല്ലോ എന്ന് ചിന്തിച്ചു. ಈ ರೀತಿಯಾಗಿ ನಾವು ಈ ರೀತಿಯಾಗಿ ಒಂದು ಕ್ಲಾಸ್ ಅನ್ನ ತೆಗೆದುಕೊಳ್ಳಬೇಕೆಂಬುದಾದಂತಹ ಒಂದು ಯೋಚನೆ ಹಾಕಿದಂತ ಸಮಯದಲ್ಲಿ ಅದಕ್ಕೆ ಅಲ್ಲಿ ಮುಂದೆ ನಿಂತು ನಾನು ಇದನ್ನ ಮಾಡ್ಲಿಕ್ಕೆ ಕಾರಣ ಕರ್ನಾಟಕದಲ್ಲಿರುವಂತಹ ಅನೇಕರಿಗೆ ಇದು ಸಹ ಕಲೀಲಿಕ್ಕೆ ಸಾಧ್ಯವಾಗುತ್ತಲ್ಲ ಎಂಬುದಾಗಿ ತಿಳಿದೇನೆ. ಪಾಸ್ಟರ್ ಡ್ಯಾನಿಯಲ್ ಅವರನ್ನ ಇದಕ್ಕಾಗಿ ನಾವು ಆಮಂತ್ರಿಸಿ ಈ ಕೂಟವನ್ನ ಏರ್ಪಡಿಸಿದ್ದು. കഴിഞ്ഞ ദിവസം വിനോയ് പാസ്റ്റർ കൂടെ കേൾക്കുവാനിടയായി അനേക കന്നഡ ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും വളരെ അനുഗ്രഹമായിരുന്നു. അവര് ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ കേൾക്കുന്നത് എന്ന് അറിയുവാനിടയായതിൽ എനിക്കും പങ്കെടുക്കുന്ന എല്ലാവർക്കും തന്നെ സന്തോഷമുണ്ട്. ಅನೇಕ ದೇವರ ಸೇವಕರುಗಳು ಅನೇಕ ದೇವರ ಮಕ್ಕಳು ಸಹ ಕರೆ ಮುಖಾಂತರವಾಗಿ ಹೇಳಲಿಕ್ಕೆ ಸಾಧ್ಯವಾಯಿತು. ಈ ರೀತಿಯಾದಂತಹ ಒಂದು ತರಗತಿ ನಮಗೆ ಮೊದಲಾಗಿ ಸಿಗ್ತಾ ಇರುವಂತಹ ದೇವ ಸತ್ಯವೇದದಲ್ಲಿರುವಂತಹ ಆಲೋಚನೆಗಳು ಇದು ಮೊಟ್ಟ ಮೊದಲಾಗಿದೆ ಎಂಬುದಾಗಿ ಹೇಳಿದನ್ನ ಕೇಳಿದಾಗ ನಮಗೆಲ್ಲರಿಗೂ ಸಹ ತುಂಬಾ ಸಂತೋಷವಾಯಿತು. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തന്നെയാണ് കന്നഡക്കാരെ ദൈവമക്കളെ ഉദ്ദേശിച്ച് ട്രാൻസ്ലേഷൻ കൂടെ വെച്ചിരിക്കുന്നത്.
ಆದುದರಿಂದಲೇ ಕರ್ನಾಟಕದಲ್ಲಿರುವಂತವರು ಕಲಿಯಬೇಕೆಂಬುದಾಗಿಯೇ ತಿಳಿದಾಗಿದೆ. ಈ ಭಾಷಾಂತರವನ್ನು ಸಹ ನಾವಿಟ್ಟಿರುವಂತದ್ದು. ആദ്യമായിട്ട് ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുവാൻ ഒരു മിനിറ്റോളം എടുക്കുകയാണ്. കർത്താവിന്റെ ദാസൻ ദാനിയേൽ പാസ്റ്റർക്ക് സാറിന് ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളുടെ ഒരുമിച്ചുള്ള നന്ദി അറിയിക്കുന്നു. കാരണം ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് അനേകയിടങ്ങളിൽ സൂം മീറ്റിംഗും കാര്യങ്ങളും താൻ നടത്തുന്നുണ്ട്. അപ്പോൾ തന്നെ ഞങ്ങളുടെ ഈ ചെറിയ കൂട്ടായ്മയിൽ ദൈവവചനം പഠിപ്പിക്കുവാൻ സന്മനസ് കാണിച്ച ദാനിയേൽ സാറിന് ഈ 3 ദിവസവും അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷിപ്പാൻ ദൈവം ഇടയാക്കിയത് ഓർത്ത്, ഇന്നും ദൈവം ഇടയാക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ഒരിക്കൽ കൂടെ നന്ദി അറിയിക്കുകയും ചെയ്യും. ಮತ್ತೆ ಮೊದಲನೇದಾಗಿ ನಾವು ಈ ಕೂಟಕ್ಕೆ ಆಮಂತ್ರಿಸಿದಂತ ನಮ್ಮ ದಾನಿಯಲ್ ಸರ್ ಅವರನ್ನು ನೆನೆಸಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡ್ತೇನೆ. ನಮ್ಮ ಕೃತಜ್ಞತೆಯನ್ನ ಸಲ್ಲಿಸುನಾಗಿದ್ದಾನೆ. ಅನೇಕ ಕಡೆಗಳಲ್ಲಿ ಈ ಜೂಮಿನ ಮುಖಾಂತರ ಸತ್ಯವೇದವನ್ನ ಕಲಿಸ್ತಾ ಇರುವಂತಹ ಘನ ಸೇವಕರಾಗಿದ್ದಾರೆ. ಇವತ್ತು ನಮ್ಮ ಈ ಸಣ್ಣ ಕೂಟದಲ್ಲಿ ಬಂದಿರುವಂತದ್ದು ಬಹಳ ಆಶೀರ್ವಾದವಾಗಿದೆ. ಅವರನ್ನು ಮತ್ತೊಂದಾವರ್ತಿ ನಮ್ಮಿಬ್ಬರ ಪರವಾಗಿ ವಂದನೆಯನ್ನ ಸಲ್ಲಿಸುವರಾಗಿದ್ದೇವೆ. അതുപോലെ ഈ മീറ്റിംഗ് പ്രാർത്ഥിച്ച് ദൈവങ്ങളിൽ കേൾപ്പിച്ച മത്തിക്കര ബാംഗ്ലൂർ നോർത്ത് സെൻട്രൽ സെക്രട്ടറിയും മത്തിക്കര സഭയുടെ ശുശ്രൂഷകനുമായിരിക്കുന്ന പാസ്റ്റർ വിജു ഐ മാത്യു പാസ്റ്ററെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നും നമ്മോടൊപ്പം ഉണ്ടല്ലോ. ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. നന്ദി അറിയിക്കുന്നു. ಇವತ್ತು ಈ ಕೂಟವನ್ನ 3 ದಿನದ ಕೂಟವನ್ನ ಆರಂಭವಾಗಿ ಪ್ರಾರ್ಥಿಸಿ ದೇವರ ಕರಗಳಿಗೆ ಒಪ್ಪಿಸಿ ಉದ್ಘಾಟನೆ ಮಾಡಿದಂತ ಪಾಸ್ಟರ್ ವಿಜು ಐ ಮ್ಯಾಥ್ಯೂ ಅವರು ನಮ್ಮ ಮಧ್ಯದಲ್ಲಿದ್ದಾರೆ. ಮತ್ತಿಕೆರೆ ಹಾಗೂ ನಾರ್ತ್ ಸೆಂಟ್ರಲ್ ನ ಸೆಕ್ರೆಟರಿ ಆಗಿ ಸೇವೆ ಮಾಡುತ್ತಾ ಇರುವಂತಹ ಕರ್ತನ ದೇವರ ದಾಸರು ನೆನೆಸಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡ್ತೇನೆ. ನನ್ನ ಕೃತಜ್ಞತೆಯನ್ನು ಸಹ ತಿಳಿಸುವನಾಗಿದ್ದೇನೆ. അതുപോലെ അനേക ദേവദാ Praise the Lord. Praise the Lord. Praise God, Jesus. Hallelujah. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ಹಾಗೆಯೇ ಅನೇಕ ಕಡೆಗಳಿಂದ ಲೋಕದ ಪ್ರಪಂಚದ ಅನೇಕ ಕಡೆಗಳಿಂದ ನಮ್ಮ ಮಧ್ಯದಲ್ಲಿ ಆಮಂತ್ರಿಸಿರುವಪಟ್ಟಿರುವಂತಹ ಎಲ್ಲಾ ಸೇವಕರುಗಳನ್ನ ದೇವರ ಮಕ್ಕಳನ್ನು ನೆನೆಸಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡ್ತೇನೆ. ಎಲ್ಲರನ್ನು ಈ ಕೂಟಕ್ಕೆ ಆಮಂತ್ರಿಸುವನಾಗಿದ್ದೇನೆ. ഇന്നത്തെ ക്ലാസ് ട്രാൻസ്ലേഷൻ ചെയ്യുന്നത് മനോജ് പാസ്റ്റർ ജോയിൻ ആയിട്ടുണ്ടോ? പാസ്റ്റർ മനോജ് പാസ്റ്റർ ദേവര ബിസ്രഹള്ളിയിൽ പ്രവർത്തിക്കുന്ന കർത്താവിന്റെ ദാസൻ മനോജ് പാസ്റ്റർ ആയിരിക്കും. തന്നെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളെല്ലാം ഒരുമിച്ച് കർത്താവിന്റെ വേല ചെയ്തവരാണ്. ഇപ്പോൾ പല സ്ഥലങ്ങളിലായിരിക്കുന്നുവെങ്കിലും ഒരു സുഹൃത്തുക്കളാണ്. ദൈവമായ കർത്താവ് തന്നെയും അനുഗ്രഹിക്കട്ടെ. ಇವತ್ತು ಕನ್ನಡಕ್ಕೆ ಭಾಷಾಂತರ ಮಾಡುವಂತ ಕರ್ತನ ಸೇವಕರಾಗಿರುವಂತಹ ಪಾಸ್ಟರ್ ಮನೋಜ್ ಪಾಸ್ಟರ್ ಅವರನ್ನು ನೆನೆಸಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡ್ತೇನೆ. ನಾವೆಲ್ಲರೂ ಸಹ ಒಟ್ಟಾಗಿ ಅನೇಕ ಕಡೆಗಳಲ್ಲಿ ಕರ್ತನ ಸೇವೆಯನ್ನ ಒಟ್ಟಾಗಿ ಮಾಡುತ್ತಾ ಇದ್ದೆವು. ಆದ್ರೆ ಈಗ ಅನೇಕ ಕಡೆಗಳಲ್ಲಾಗಿ ಸೇವೆಯನ್ನ ಮಾಡುತ್ತಾ ಇರುವವರಾಗಿದ್ದೇವೆ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്നുള്ള സമയം കർത്താവിന്റെ ദാസൻ ദാനിയേൽ സാറിനെ ബൈബിൾ ക്ലാസ്സിലേക്ക് ക്ഷണിക്കുന്നു. ഇന്ന് അവസാന ദിവസമായതുകൊണ്ട് ചിലപ്പോൾ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ മുമ്പോട്ട് പോയാലും എല്ലാവരും ശ്രദ്ധയോടെ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് ദാനിയേൽ സാറിന് തുടർന്നുള്ള സമയങ്ങൾ കൈമാറുന്നു. ಮುಂದಿರುವಂತ ಸಮಯವನ್ನ ಕ್ಲಾಸಿಗಾಗಿ ದಾನಿಯಲ್ ಸರ್ ಅವರಿಗೆ ನಾವು ಬಿಟ್ಟು ಕೊಡ್ತಾ ಇದ್ದೇವೆ. ಕೊನೆಯದಾಗಿ ಒಂದು 5-10 ನಿಮಿಷ ಮುಂದೆ ಹೋದರೂ ನೀವೆಲ್ಲರೂ ಸಹಕರಿಸಬೇಕು. ಇದು ಕೊನೆಯ ದಿನವಾದ ಕಾರಣ ನೀವೆಲ್ಲರೂ ಸಹಕರಿಸಬೇಕೆಂಬುದಾಗಿ ಕೇಳಿಕೊಳ್ಳುವನಾಗಿದ್ದೇನೆ. Praise the Lord. Hallelujah. Pastor. Praise the Lord. Praise God. ದೇವರಿಗೆ ಸ್ತೋತ್ರವಾಗಲಿ. കർത്താവ് നിങ്ങളെ നമുക്ക് ഇങ്ങനെ ഒരു കൂടിവരവ് കർത്താവ് തന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ಈ ರೀತಿಯಾದ ಕೂಟ ದೇವರು ಕೊಟ್ಟಿದ್ದಕ್ಕಾಗಿ ಕರ್ತನಿಗೆ ಸ್ತೋತ್ರ. കർത്താവ് കഴിഞ്ഞ 2 ദിവസവും നമ്മെ വാസ്തവമായിട്ട് അനുഗ്രഹിച്ചു. ಕಳೆದ 2 ದಿನಗಳು ದೇವರು ನಿಶ್ಚಯವಾಗಿ ನಮ್ಮನ್ನು ಆಶೀರ್ವದಿಸಿದನು. കേൾക്കാമോ? എല്ലാവർക്കും എന്നെ കാണാമോ? ಎಲ್ಲರಿಗೂ ಕೇಳಿಸ್ತಾ ಇದೆಯಾ? കാണാം സാർ. എന്റെ സ്പീക്കറിന് സംസാരിക്കുന്നയാളിന്ന് ഹോസ്റ്റിനെ പ്രൊജക്ട് ചെയ്യുക. ഇതപ്പം പ്രസംഗനെ മാത്രമേ അത് ട്രാൻസ്ലേഷനെ മാത്രമേ കാണുന്നുള്ളൂ. ഓക്കെ carry on. ഓക്കെ, കർത്താവിന് സ്തോത്രം. കാരണം എനിക്ക് തുടർന്ന് പ്രസന്റേഷൻ സ്ക്രീൻ പ്രസന്റേഷൻ ചെയ്യണം. അന്നേരം എന്റത് കണ്ടില്ലെങ്കിൽ പിന്നെ സ്ക്രീൻ പ്രസന്റേഷൻ ശരിയാകില്ല. ನಾನು ಕೆಲವು ಸಂದೇಶ ನಡುವೆ ಸ್ಕ್ರೀನ್ ಪ್ರೆಸೆಂಟೇಷನ್ ಕೂಡ ಮಾಡ್ತಾ ಇದ್ದೇನೆ, ಗಮನಿಸಿರಿ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്പീക്കറിന് അത് ഇട്ടേച്ചാ മതി.
അപ്പോൾ എന്റെ മുമ്പേ നിങ്ങൾ ട്രാൻസ്ലേഷൻ ചെയ്തപ്പോഴും പ്രസംഗം ഒരേപോലെ വന്നല്ലോ, അതേപോലെ ഇപ്പോഴും ചെയ്യുക. പാസ്റ്റർ ഞാൻ ഹോസ്റ്റ് ഇപ്പോ ഇപ്പോൾ റെഡിയായി. അങ്ങോട്ടും ഇങ്ങോട്ടും ഹോസ്റ്റൽ ഞാൻ ഹോസ്റ്റൽ ഇടണമെങ്കിൽ ഓക്കെ. ഇപ്പോ എന്റെയും ഇങ്ങനെ മാറി മാറി വരണം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ായിരിക്കുന്ന ഏവർക്കും കർത്താവിന്റെ നാമത്തിൽ എന്റെ വന്ദനം അറിയിക്കുന്നു. ನಮ್ಮನ್ನು ಗಮನಿಸುತ್ತಿರುವ ಎಲ್ಲರಿಗೂ ಕೂಡ ಕ್ರಿಸ್ತನ ನಾಮದಲ್ಲಿ ವಂದನೆಗಳು. കഴിഞ്ഞ 2 ദിവസങ്ങളിലും ദൈവവചനത്തിൽ സൂക്ഷിപ്പാൻ കർത്താവ് എനിക്ക് ഭാഗ്യം നൽകി. ಅನೇಕ ವರ್ಷಗಳಿಂದ ಕರ್ತನ ಸೇವೆ ಮಾಡುವಂತೆ, ವಾಕ್ಯ ಸಾರುವಂತೆ ಕರ್ತನು ನನಗೆ ಕೃಪೆ ಕೊಟ್ಟನು. എന്നാൽ ഇന്ന് രാത്രിയിലും കർത്താവ് നമ്മെ വാസ്തവമായി അനുഗ്രഹിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ಈ ರಾತ್ರಿ ಕೂಡ ದೇವರು ನಮ್ಮನ್ನು ಆಶೀರ್ವದಿಸುತ್ತಾನೆಂಬುದಾಗಿ ನಂಬಿದ್ದೇನೆ. ഇതിന് മുഖാന്തരമായ IPC സഭയ്ക്കും അതിന്റെ ശുശ്രൂഷനായിരിക്കുന്ന പാസ്റ്റർ ബിനോയ് PJ അവർക്കും സഹാ ശുശ്രൂഷകനായിരിക്കുന്ന പാസ്റ്റർ ഫിലിപ്പ് KVക്കും എന്റെ പ്രത്യേകമായ വന്ദനവും നന്ദിയും അറിയിക്കുന്നു. ಪಾಸ್ಟರ್ ವಿನೋಯ್ ಅವರಿಗೂ ಪಾಸ್ಟರ್ ಫಿಲಿಪ್ ಅವ್ರಿಗೂ ಕೂಡ ನನ್ನ ಪ್ರೀತಿಯ ವಂದನೆಗಳನ್ನ ತಿಳಿಸ್ತಾ ಇದ್ದೇನೆ. അത് മാത്രമല്ല ഈ മീറ്റിംഗില് പരിഭാഷപ്പെടുത്തുന്ന പാസ്റ്റർ മനോജിന് എന്റെ പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ಭಾಷಾಂತರ ಮಾಡುವ ಪಾಸ್ಟರ್ ಮನೋಜ್ ಅವ್ರಿಗೂ ಕೂಡ ನನ್ನ ವಂದನೆಗಳನ್ನ ತಿಳಿಸ್ತೇನೆ. ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. ಇವತ್ತು ಕರ್ತನ ಸಾನ್ನಿಧ್ಯ ನಮ್ಮೆಲ್ಲರ ಸಂಗಡವಿದೆ. നാം പലയിടങ്ങളിൽ പല സ്ഥലങ്ങളിലായിരിക്കുന്നുവെങ്കിലും ദൈവാത്മാവിന്റെ ഐക്യതയിൽ നാം ഒരുമിച്ച് കൂടെ ആയിരിക്കുകയാണ്. ನಾವು ಬೇರೆ ಬೇರೆ ಸ್ಥಳಗಳಲ್ಲಿ ಕುಳಿತಿದ್ರು ಕೂಡ ದೇವರ ಆತ್ಮನ ಐಕ್ಯತೆಯಲ್ಲಿ ನಾವಿದ್ದೇವೆ. അതുകൊണ്ട് എല്ലാവരും വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിക്കുക. ಆದ್ದರಿಂದ ಎಲ್ಲರೂ ಪ್ರಾರ್ಥನಾ ಪೂರ್ವಕವಾಗಿ ಗಮನಿಸಬೇಕಾಗಿ ಕೇಳಿಕೊಳ್ಳುತ್ತಿದ್ದೇನೆ. ഞാൻ പഠിപ്പിച്ച ഏതെങ്കിലും വിഷയങ്ങളിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ എന്നോട് നിങ്ങൾക്ക് വിളിച്ചു ചോദിക്കാവുന്നതാണ്. ನಾನು ಕಲಿಸಿರ್ತಕ್ಕಂಥ ವಿಷಯಗಳಲ್ಲಿ ಏನಾದ್ರೂ ಅನುಮಾನಗಳಿದ್ರೆ ನೀವು ನನ್ನನ್ನು ಫೋನ್ ಮಾಡಿ ಕೇಳಬಹುದು. എന്റെ നമ്പർ ഞാൻ ഇവിടെ പ്രസന്റ് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ನನ್ನ ನಂಬರ್ ಅನ್ನ ನಾನು ನಿಮಗೆ ಕಳಿಸಿಕೊಡುವನಾಗಿದ್ದೇನೆ. പ്രൈസ് ദി ലോർഡ്. ഈ നമ്പർ നിങ്ങൾക്ക് ഇപ്പോൾ കാണാമെന്ന് ഞാൻ ചിന്തിക്കുന്നു. ನನ್ನ ನಂಬರ್ ನೀವು ನೋಡ್ಲಿಕ್ಕೆ ಸಾಧ್ಯವಿದೆ ಎಂಬುದಾಗಿ ನೆನೆಸ್ತಾ ಇದ್ದೇನೆ. അത് 9447205925 എന്ന അത് വാട്സാപ്പ് നമ്പറാണ്. ಈಗ ಅವ್ರು ಹೇಳಿದಂತ ನಂಬರ್ ಅವರ ವಾಟ್ಸ್ಆಪ್ ನಂಬರ್ ಆಗಿರ್ತದೆ, ಬರೆದುಕೊಳ್ಳಿ ಅವಶ್ಯಕತೆ ಉಳ್ಳವರು. ആ താഴത്തെ നമ്പർ അത് എപ്പോൾ വേണമെങ്കിലും വിളിക്കാവുന്നതാണ്. സാറേ സ്ക്രീനിൽ കാണുന്നില്ല കേട്ടോ. സ്ക്രീനിൽ കാണുന്നില്ലെങ്കിൽ എനിക്കറിയാൻ വയ്യ അതിന്റെ ക്രമീകരണം എന്താണ്. അതുപോലെ വേറെ മനോജ് പാസ്റ്റർ എവിടുന്ന് ഒരു സൗണ്ട് വരുന്നുണ്ട്. ഇപ്പൊ വന്നല്ലോ. ഓക്കെ. എന്റെ നമ്പർ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ನಿಮಗೀಗ ನನ್ನ ನಂಬರ್ನ ಕಾಣಬಹುದೆಂಬುದಾಗಿ ನೆನೆಸ್ತಾ ಇದ್ದೇನೆ. അപ്പോ ഈ നമ്പർ നിങ്ങൾ നോട്ട് ചെയ്യുക. ಈ ನಂಬರ್ ದಯವಿಟ್ಟು ಬರ್ಕೊಳ್ರಿ. അപ്പോ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ದೇವರು ನಿಮ್ಮನ್ನು ಆಶೀರ್ವದಿಸಲಿ. അടുത്ത വീണ്ടും നാം ഒരുമിച്ച് വിഷയത്തിലേക്ക് കിടക്കുമ്പോൾ വീണ്ടും സ്ക്രീനിൽ അത് കാണിക്കുന്നതായിരിക്കും. അപ്പോ എന്നെ നിങ്ങൾ കണ്ടില്ലെങ്കിലും സ്ക്രീനിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, അത് നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും. ವಾಕ್ಯವನ್ನು ಕಲಿಸುತ್ತಿರುವಾಗ ಮಧ್ಯದಲ್ಲಿ ನಾನು ಸ್ಕ್ರೀನ್ ನಲ್ಲಿ ಕೆಲವು ಕಾರ್ಯವನ್ನ ತೋರಿಸ್ತೇನೆ. ನನ್ನ ಕಾಣದೇ ಇದ್ರು ಸ್ಕ್ರೀನ್ ಅನ್ನು ನೀವು ಗಮನಿಸಬೇಕಾಗಿ ಕೇಳುತ್ತೇನೆ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നാം അവസാനിപ്പിച്ചത് നാം ചിന്തിച്ചത് മഹോദ്രവകാലത്തെ കുറിച്ചും അതിൽ ഉണ്ടാകുന്ന സംഭവങ്ങളെ കുറിച്ചുമാണ്. ಕಳೆದ ರಾತ್ರಿ ನಾವು ಕಲಿತು ನಿಲ್ಲಿಸಿದ್ದು ಮಹೋಪದ್ರವ ಕಾಲ ಮತ್ತು ಆ ಕಾಲದಲ್ಲಿ ನಡೀತಕ್ಕಂಥ ಘಟನೆಗಳ ಬಗ್ಗೆ. 6ാം അധ്യായത്തിൽ നിന്നാണ് നാം പഠിച്ചത്. ನಾವು ಪ್ರಕಟಣೆ 6ನೇ ಅಧ್ಯಾಯದಲ್ಲಿ ನೋಡಿದೆವು. ആ 6ാം അധ്യായത്തിൽ പ്രത്യേകമായി മുദ്ര ഭേദിക്കുമ്പോൾ ആ 7 മുദ്രയിടപ്പെട്ട പുസ്തകത്തിന്റെ മുദ്രകൾ ഓരോന്നായി ഭേദിക്കുമ്പോൾ വിവിധ സംഭവങ്ങൾ ഭൂമിയിൽ നടക്കുന്നതായിട്ട് നാം കാണുകയുണ്ടായി. ಅಲ್ಲಿ 7 ಮುದ್ರೆಗಳನ್ನು ಒಡೆಯುವಾಗ ಒಂದೊಂದು ಮುದ್ರೆ ಒಡೆಯುವಾಗ ನಡೀತಕ್ಕಂತ ಸಂಭವಗಳ ಬಗ್ಗೆ ತಿಳಿದಿದ್ದೆವು. അതിൽ ഒന്നാമത് വെള്ളക്കുതിരപ്പുറത്ത് ഒരു പ്രത്യക്ഷനായത് നാം കണ്ടു. ಮೊದಲನೇದಾಗಿ ಬಿಳೆ ಕುದುರೆ ಮೇಲೆ ಒಬ್ಬ ಕೂತನು ಬರುವುದನ್ನ ಕಂಡೆವು. അത് എതിർ ക്രിസ്തുവാണെന്ന് നാം വ്യക്തമായി ചിന്തിക്കുകയുണ്ടായി.
ಆತನು ಯಾರೆಂದರೆ ಕ್ರಿಸ್ತ ವಿರೋಧಿ ಎಂಬುದಾಗಿ ನೋಡಿಕೊಂಡೆವು. അവൻ വെള്ളക്കുതിരപ്പുറത്ത് വരുന്നത് കൊണ്ട് യഥാർത്ഥ ക്രിസ്തുവാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. ಆತನು ಬಿಳೆ ಕುದುರೆ ಮೇಲೆ ಬರುವುದರಿಂದ ಆತನು ಕ್ರಿಸ್ತನ್ ಇರಬಹುದೆಂದು ಯಾರು ತಿಳಿಯಬೇಡಿರಿ. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 11-ാം വാക്യത്തിൽ മാത്രമാണ് ആ യേശു ക്രിസ്തു വെള്ളക്കുതിരപ്പുറത്ത് വെളിപ്പെടുന്നത്. ಪ್ರಕಟಣೆ 19ನೇ ಅಧ್ಯಾಯದ 7ನೇ ವಾಕ್ಯದಲ್ಲಿ ಮಾತ್ರವೇ ಯೇಸು ಕ್ರಿಸ್ತನು ಬಿಳೆ ಕುದುರೆ ಮೇಲೆ ಬರುವಂತದನ್ನ ಕಾಣಬಹುದು. ഇവിടെ കടന്നു വരുന്നവന്റെ കയ്യിൽ അവന് ഒരു കിരീടമില്ലാതെയാണ് അവൻ വരുന്നത്. ಇಲ್ಲಿ ಬಿಳೆ ಕುದುರೆ ಮೇಲೆ ಬರುವ ಆತನಿಗೆ ಒಂದು ಕಿರೀಟ ಇಲ್ಲ ಎಂದು ನೋಡುತ್ತಿದ್ದೇವೆ. പിന്നീടാണ് അവന് കിരീടം ലഭിക്കുന്നത്. ತದನಂತರ ಆತನಿಗೆ ಕಿರೀಟವು ಬರುವಂತದನ್ನ ಕಾಣಬಹುದು. എന്നാൽ 19-ാം അധ്യായം 11-ാം വാക്യത്തിൽ വരുന്ന യേശു ക്രിസ്തു അനേകം രാജമുടികൾ ധരിച്ചുകൊണ്ടാണ് കടന്നു വരുന്നത്. 19ನೇ ಅಧ್ಯಾಯದ 11ನೇ ವಾಕ್ಯದಲ್ಲಿ ಬರ್ತಕ್ಕಂಥ ಯೇಸು ಕ್ರಿಸ್ತನು ಅನೇಕ ಕಿರೀಟಗಳನ್ನು ಧರಿಸಿದವನಾಗಿ ಬರುತ್ತಾನೆ. ഇവിടെ വരുന്ന 6-ാം അധ്യായത്തിൽ വെള്ളക്കുതിരപ്പുറത്ത് വരുന്ന വ്യക്തി അവന്റെ കയ്യിൽ ഒരു വില്ലാണുള്ളത്. ಇಲ್ಲಿ ಬರ್ತಕ್ಕಂಥ ವ್ಯಕ್ತಿಯ ಬಿಳೆ ಕುದುರೆ ಮೇಲೆ ಬರ್ತಕ್ಕಂಥ ವ್ಯಕ್ತಿಯ ಕೈಯಲ್ಲಿ ಒಂದು ಬಾಣವಿದೆ. എന്നാൽ യേശു ക്രിസ്തുവിന്റെ കയ്യിൽ ഒരു വാളാണുള്ളത്. ಆದ್ರೆ ಯೇಸು ಕ್ರಿಸ್ತನು ಕುದುರೆ ಮೇಲೆ ಬರುವಾಗ ಆತನ ಕೈಯಲ್ಲಿ ಒಂದು ಖಡ್ಗ ಇರ್ತದೆ. ഇവിടെ പറയുന്നവന് ഇവിടെ 6-ാം അധ്യായത്തിൽ വരുന്ന ആളിന്റെ പേര് രേഖപ്പെടുത്തിയിട്ടില്ല. ಇಲ್ಲಿ 6ನೇ ಅಧ್ಯಾಯದಲ್ಲಿ ಬರ್ತಕ್ಕಂಥ ವ್ಯಕ್ತಿಯ ಹೆಸರು ಬರೆಯಲ್ಪಟ್ಟಿಲ್ಲ. എന്നാൽ 19-ാം അധ്യായത്തിൽ വരുന്ന വ്യക്തിയുടെ പേര് വ്യക്തമാക്കിയിട്ടുണ്ട്. അവന്റെ വചനം വിശ്വസ്തനെന്ന പേരാണ്. ಆದ್ರೆ 19ನೇ ಅಧ್ಯಾಯದಲ್ಲಿ ಬರ್ತಕ್ಕಂಥ ವ್ಯಕ್ತಿಯ ಹೆಸರು ನಂಬಿಗಸ್ತನು ವಾಕ್ಯ ಎಂಬುದಾಗಿ ಹೆಸರು ಹೇಳಲ್ಪಟ್ಟಿದೆ. അപ്പോൾ ഇത് ഈ 6-ാം അധ്യായത്തിലെ വെള്ളക്കുതിരപ്പുറത്ത് വരുന്നവൻ എതിർ ക്രിസ്തുവാണെന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ಪ್ರಕಟಣೆ 6ನೇ ಅಧ್ಯಾಯದಲ್ಲಿ ಬಿಳೆ ಕುದುರೆ ಮೇಲೆ ಕೂತು ಬರುವಾತನು ಕ್ರಿಸ್ತ ವಿರೋಧಿ ಎಂಬುದಾಗಿ ನಾವು ತಿಳಿಯಬೇಕಾಗಿದೆ. അവൻ തുടർന്ന് ചുമന്ന കുതിര പ്രത്യക്ഷപ്പെടുന്നു. ನಂತರ ಒಂದು ಕೆಂಪು ಕುದುರೆ ಪ್ರತ್ಯಕ್ಷವಾಗ್ತದೆ. യുദ്ധങ്ങളെയും വലിയ വലിയ അക്രമങ്ങളെയുമാണ് കാണിക്കുന്നത്. ಯುದ್ಧಗಳು ಮತ್ತು ಅನೇಕ ಅಕ್ರಮಗಳು ಅಲ್ಲಿ ನಡೀತಕ್ಕಂಥದ್ದನ್ನ ಗಮನಿಸಬಹುದಾಗಿರ್ತದೆ. അങ്ങനെ തീവ്രവാദങ്ങളും വലിയ പ്രശ്നങ്ങളും ഭൂമിയിൽ ഉണ്ടാകുമെന്ന് അത് നമ്മെ വിളിച്ചറിയിക്കുന്നു. ತುಂಬಾ ತೀವ್ರವಾದಗಳು ಸಂಕಟ ಕಾಲಗಳು ಉಂಟಾಗುತ್ತದೆಂದು ನೋಡುತ್ತೇವೆ. അത് കഴിഞ്ഞ് നാം കാണുന്നത് കറുത്ത കുതിരപ്പുറത്ത് ഒരുവൻ വെളിപ്പെടുന്നു. ತದನಂತರ ಕರಿ ಬಣ್ಣದ ಕುದುರೆಯ ಮೇಲೆ ಒಬ್ಬನು ಪ್ರತ್ಯಕ್ಷನಾಗುತ್ತಿದ್ದಾನೆ. അത് ക്ഷാമമാണെന്ന് നാം കാണുകയുണ്ടായി. ಅದು ತೋರಿಸುವಂತದ್ದು ಕ್ಷಾಮಕಾಲ ಎಂಬುದಾಗಿ ನೋಡಿದ್ದೇವೆ. ക്ഷാമത്താൽ അനേകർ ഈ ഭൂമിയിൽ മാറ്റപ്പെടുമെന്ന് നാം കാണുകയുണ്ടായി. ತೀರುವ ಕ್ಷಾಮದ ಪರಿಣಾಮ ಈ ಭೂಮಿಯಿಂದ ಅನೇಕರು ನಾಶವಾಗುತ್ತಾರೆ ಎಂಬುದಾಗಿ ನೋಡಿದ್ದೇವೆ. 4-ാമത്തെ കുതിര ഒരു മഞ്ഞ കുതിരയാണെന്ന് നാം ചിന്തിച്ചു. 4ನೇದಾಗಿ ಬರ್ತಕ್ಕಂಥ ಕುದುರೆಯು ಅದು ಅರಿಶಿನ ಬಣ್ಣದಲ್ಲಿ ಇರ್ತದೆ ಎಂಬುದಾಗಿ ನೋಡಿದ್ದೇವೆ. അത് മഹാവ്യാധിയെ കാണിക്കുന്നു നാം കണ്ടു. ಆ ಕುದುರೆಯು ತೋರಿಸುವಂತ ಅರ್ಥ ಮಹಾವ್ಯಾಧಿಯನ್ನು ತರುವಂತದ್ದಾಗಿದೆ. അത് അതിന്റെ ഒരു മുന്നറിയിപ്പാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ കാണുന്നത്. ಅದರ ಒಂದು ಗುರುತಾಗಿರ್ತದೆ ಇವತ್ತು ನಾವು ಅನುಭವಿಸುತ್ತಿರುವಂತಹ ವ್ಯಾಧಿ. ഇന്ന് നമ്മുടെ ഇടയിൽ കാണുന്ന മഹാമാരി എന്ന് പറയുന്നത് അത് വെളിപ്പാട് പുസ്തകത്തിൽ നടക്കുന്ന സംഭവമല്ല, അഥവാ വെളിപ്പാട് പുസ്തകത്തിലെ സംഭവമല്ല, അതിനൊരു മുന്നോടി മാത്രമാണ്. ಇವತ್ತು ಈ ಮರಣಕರ ವ್ಯಾಧಿ ಪ್ರಕಟಣೆ ಪುಸ್ತಕದಲ್ಲಿ ಬರೆದಿರ್ತಕ್ಕಂಥ ವ್ಯಾಧಿಯಲ್ಲಿ ಒಂದಲ್ಲ, ಅದಕ್ಕೆ ತದ್ವಿರುದ್ಧವಾಗಿ ಮುಂಚಿತವಾಗಿ ಬಂದಿರತಕ್ಕಂಥ ಒಂದು ವ್ಯಾಧಿ ಆಗಿರ್ತದೆ. അന്ന് ഇതിനേക്കാൾ വലിയ നാശമുണ്ടാകും, ഭൂമിയിൽ 1/4 നശിച്ചു പോകുമെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. ಆ ದಿನ ಬರತಕ್ಕಂಥ ವ್ಯಾಧಿಯಲ್ಲಿ ಲೋಕದಲ್ಲಿರುವ 1/4 ಜನರು ನಾಶವಾಗುತ್ತಿರುವುದಾಗಿ ಬರೆಯಲ್ಪಟ್ಟಿದೆ. എന്നാൽ ഇന്ന് അതൊരു മുന്നോടിയായിട്ട് നാം കാണുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ಈಗ ಅದರ ಒಂದು ಗುರುತಾಗಿದೆ ಇದು ಎಂಬುದಾಗಿ ತಿಳಿದುಕೊಳ್ಳಬೇಕು. അത് നമുക്കൊരു മുന്നറിയിപ്പാണ്, ನಮಗೊಂದು ಎಚ್ಚರಿಕೆಯಾಗಿರ್ತದೆ. ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുമെന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കുവാൻ വേണ്ടി ദൈവം നമ്മുടെ കൺമുമ്പിൽ ഒരു മുന്നറിയിപ്പായി സൃഷ്ടിച്ചിരിക്കുകയാണ്. ಮುಂದೆ ಈ ರೀತಿಯಾದೆಲ್ಲ ಸಂಭವಿಸುವುದೆಂಬುದಾಗಿ ದೇವರು ನಾವು ತಿಳಿದುಕೊಳ್ಳಲು ಈಗ ಈ ರೀತಿಯಾದ ಒಂದು ಸನ್ನಿವೇಶ ಸೃಷ್ಟಿಯಾಗಿರ್ತದೆ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നാം ഒരുങ്ങേണ്ടത് ആവശ്യമാണ്, അവന്റെ വരവിന് വേണ്ടി ഒരുങ്ങേണ്ടത് ആവശ്യമാണ്. ಆದ್ರಿಂದ ದಿನಗಳಲ್ಲಿ ಕರ್ತನ ಬರೋಣಕ್ಕೆ ನಾವು ಸಿದ್ಧರಾಗಬೇಕಾಗಿದೆ. 5-ാം മുദ്ര ഭേദിക്കുമ്പോൾ അവിടെ വലിയ പെർസിക്യൂഷൻസ് അഥവാ വലിയ ഉപദ്രവങ്ങൾ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. 5ನೇ ಮುದ್ರೆಯನ್ನು ಒಡೆದಾಗ ದೊಡ್ಡ ಉಪದ್ರವ ಉಂಟಾಗುವುದನ್ನು ಗಮನಿಸಬಹುದು. അനേകരുടെ തല ഛേദിക്കപ്പെടുന്നതായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ಅನೇಕರ ತಲೆಗಳು ಕಡಿಯಲ್ಪಡುತ್ತದೆಂದು ನೋಡುತ್ತೇವೆ.
ദൈവവചനവും യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവും നിമിത്തം അനേകരുടെ തല ഛേദിക്കപ്പെട്ട അതായിട്ട് നാം കാണുന്നു. ವಾಕ್ಯದ ನಿಮಿತ್ತವೂ ಕರ್ತನಾದ ಯೇಸು ಕ್ರಿಸ್ತನ ನಿಮಿತ್ತವಾಗಿಯೂ ಅನೇಕರು ತಲೆಗಳು ಕಡಿಯಲ್ಪಡುತ್ತದೆ ಎಂದು ನೋಡುತ್ತೇವೆ. ഒരു വലിയ പീഡനത്തിന്റെ കാലം ആരംഭിക്കും. ದೊಡ್ಡ ಪೀಡನೆಯ ಕಾಲ ಆರಂಭವಾಗುತ್ತದೆ. അതിന്റെ മുന്നോടിയായി ഇന്ന് പലയിടത്തും പീഡനങ്ങൾ നടക്കുന്നുണ്ട്. ಅದಕ್ಕೆ ಮುಂದಾಗಿ ಇವತ್ತು ಅನೇಕ ಸ್ಥಳಗಳಲ್ಲಿ ಪೀಡನೆಗಳು ಸಂಭವಿಸುತ್ತಲಿದೆ. 6ാം മുദ്ര പൊട്ടിക്കുമ്പോൾ പ്രകൃതിക്ഷോഭം ഉണ്ടാകുകയാണ്. 6ನೇ ಮುದ್ರೆ ಉಂಟಾಗುವಾಗ ಪ್ರಕೃತಿಯಲ್ಲಿ ಪ್ರಕ್ಷೋಭ ಉಂಟಾಗುತ್ತದೆ. ഇതൊക്കെ മത്തായി സുവിശേഷം 24ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ಇದರ ಬಗ್ಗೆ ಮತ್ತಾയി 24ನೇ ಅಧ್ಯಾಯದಲ್ಲೂ ಕೂಡ ನೋಡಬಹುದು. മത്തായി സുവിശേഷം 24ാം അധ്യായത്തിൽ ഈ വ്യക്തമായിട്ട് ക്ഷാമം ഉണ്ടാകും, ഭൂകമ്പം ഉണ്ടാകുമെന്ന് വളരെ വ്യക്തമായിട്ട് നമ്മുടെ കർത്താവ് സൂചിപ്പിക്കുന്നുണ്ട്. ಮತ್ತಾಯಿ 24ನೇ ಅಧ್ಯಾಯದಲ್ಲಿ ಕ್ಷಾಮಗಾಳುಗಳು ಭೀಕರ ಯುದ್ಧಗಳು ಉಂಟಾಗುತ್ತದೆಂಬುದಾಗಿ ಕರ್ತನಾದ ಯೇಸು ಕ್ರಿಸ್ತನು ತಾನೇ ಹೇಳಿದ್ದಾನೆ. ഇതാ നമുക്ക് 4 കുതിരകളെ കുറിച്ച് ഇവിടെ കുതിരകളെ കാണുവാൻ കഴിയും സ്ക്രീനിൽ. ಈ ಸ್ಕ್ರೀನ್ ನಲ್ಲಿ ನೀವು ಗಮನಿಸುವಾಗ 4 ಬಣ್ಣದ ಕುದುರೆಗಳನ್ನು ಕಾಣಬಹುದು. വെള്ള കുതിര, ചുവന്ന കുതിര, ಕೆಂಪು ಕುದುರೆ, കുതിര, മഞ്ഞ കുതിര, ಅರಿಶಿನ ಬಣ್ಣದ ಕುದುರೆ. അപ്പോ ഇത് നാം പഠിച്ചു കഴിഞ്ഞു. അതിന്റെ ഫലമായിട്ട് വലിയ വലിയ പ്രതിസന്ധികൾ ഈ ഭൂമി ഉണ്ടാകും. ನಾವು ಇದನ್ನು ಕಲಿತಿದ್ದೇವೆ. ಇದೆಲ್ಲದರ ನಿಮಿತ್ತವಾಗಿ ಭೂಮಿಯಲ್ಲಿ ಅನೇಕ ಸಂಕಟಗಳು ಉಂಟಾಗುತ್ತದೆ. അത് തീവ്രവാദം ഈ ഭൂമിയിൽ ഉണ്ടാകും, തീവ്രവാദം ഈ ഭൂമിയിൽ ഉണ്ടാകും. ಭಯೋತ್ಪಾದನೆ ಈ ಭೂಮಿಯಲ್ಲಿ ಸಂಭವಿಸುತ್ತದೆ. ഇന്ന് അവിടെയായി അക്രമങ്ങളും തീവ്രവാദങ്ങളും പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ಇವತ್ತು ಅನ್ಯಾಯ ಅಕ್ರಮಗಳು ಭಯೋತ್ಪಾದನೆಗಳು ಎಗ್ಗಿಲ್ಲದೆ ಸಾಗುತ್ತಲಿದೆ. തീവ്രവാദത്തിനു വേണ്ടി വലിയ കള്ളക്കടത്തുകളും സ്വർണ്ണക്കടത്തുകളും നടത്തി വലിയ പ്രതിസന്ധികൾ ഇന്ത്യയിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ಭಯೋತ್ಪಾದನೆ ಕೆಲಸಕ್ಕಾಗಿ ಅದರ ಹಿಂದೆ ಅನೇಕರು ಹಣವನ್ನು ಖರ್ಚು ಮಾಡುತ್ತಾ ಸ್ಮಗ್ಲಿಂಗ್ ಗಳನ್ನು ಮಾಡುತ್ತಾ ಇರತಕ್ಕಂಥದ್ದನ್ನು ನೋಡಬಹುದಾಗಿದೆ. അതിന്റെയൊക്കെ പുറകിലുള്ള ലക്ഷ്യം വലിയ തീവ്രവാദം ഭൂമിയിൽ ഉണ്ടാക്കി അട്ടിമറികൾ നടത്തുവാൻ വേണ്ടിയാണ്. ಇದರೆಲ್ಲದರ ಹಿಂದೆ ಇರ್ತಕ್ಕಂಥ ಉದ್ದೇಶ ಒಂದೇ, ಭೂಮಿನಲ್ಲಿ ಅನೇಕ ಕಷ್ಟ ನಷ್ಟಗಳನ್ನು ಉಂಟು ಮಾಡಿ ಈ ಪ್ರಪಂಚದ ಸ್ಥಿತಿಗತಿಯನ್ನು ಬುಡಮೇಲು ಮಾಡುವಂತದ್ದಾಗಿದೆ. 2001 നടന്ന തീവ്രവാദം ആണ് നമ്മൾ കാണുന്നത്. വേൾഡ് ട്രേഡ് സെന്റർ, അമേരിക്കയുടെ അഭിമാനമായിരുന്ന വേൾഡ് ട്രേഡ് സെന്റർ ആണ് നാം കാണുന്നത്. അമേരിക്കയുടെ അഭിമാനമായിരുന്ന വേൾഡ് ട്രേഡ് സെന്റർ ആണ് ഈ കാണുന്നത്. ನಾವು ಅಮೆರಿಕ ವರ್ಲ್ಡ್ ಟ್ರೇಡ್ ಸೆಂಟರ್ ನ ಭಯೋತ್ಪಾದಕರು ಸ್ಫೋಟಿಸುವಂತದನ್ನ ನೋಡಿರುತ್ತೇವೆ. ಅದು ಕೂಡ ಭಯೋತ್ಪಾದನೆ ಒಂದು ಭಾಗವಾಗಿರುತ್ತದೆ. അത് സെപ്റ്റംബർ അഥവാ 2001 സെപ്റ്റംബർ മാസം 9ാം തീയതി തീവ്രവാദികൾ അതിനെ അറ്റാക്ക് ചെയ്തു. ಅಮೆರಿಕ ದೇಶದ ಅಭಿಮಾನವಾಗಿದ್ದಂತ ವರ್ಲ್ಡ್ ಟ್ರೇಡ್ ಸೆಂಟರ್ ಮೊದಲು ಹೇಗಿತ್ತೆಂಬುದಾಗಿ ನಾನು ನಿಮ್ಮನ್ನು ತೋರಿಸ್ತಾ ಇದ್ದೇನೆ, ನೋಡಿರಿ. അത് ഞങ്ങൾ അന്ന് കുവൈറ്റിലായിരിക്കുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. ഞങ്ങൾ കുവൈറ്റിലായിരിക്കുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. കേൾക്കാൻ വയ്യേ? 2001 ಸೆಪ್ಟೆಂಬರ್ ನಲ್ಲಿ ಭಯೋತ್ಪಾದಕರು ಅದನ್ನ ಅಟ್ಯಾಕ್ ಮಾಡಿದ್ರೆಂಬುದಾಗಿ ನೋಡುತ್ತೇವೆ. തീവ്രവാദത്താൽ അറ്റാക്കിനാൽ അത് നാമാവശേഷമായി തീർന്നു. ಸ್ತೋತ್ರವಾಗಲಿ. ಪಾಸ್ಟರ್ ಕಂಟಿನ್ಯೂ. അത് മാത്രമല്ല, നമ്മുടെ ബോംബെയിലുള്ള താജ് ഹോട്ടലിൽ ഭീകരവാദം ഉണ്ടായി. കേൾക്കാൻ വയ്യ? കേൾക്കാമോ? പാടില്ല. ഓക്കെ, അത് എന്തോ നെറ്റ്വർക്ക് പ്രോബ്ലം എന്ന് തോന്നുന്നു, കട്ടായിട്ടുണ്ട്. വിനയ് പാസ്റ്റേ ട്രാൻസ്ലേറ്റ് ചെയ്തോ? മനോജ് പാസ്റ്റർ കയറിയോ? മനോജ് പാസ്റ്റർ ഒരു മിനിറ്റ്. മനോജ് പാസ്റ്റേ. നല്ല നെറ്റ്വർക്കിന്റെ പ്രോബ്ലങ്ങളുണ്ട്. ഇന്നലെയും ലാസ്റ്റ് പാസ്റ്റർ പ്രസംഗിച്ച അതിന്റെ അവസാന സമയമായപ്പോൾ നെറ്റ്വർക്ക് പ്രോബ്ലം ഉണ്ടായിരുന്നു. അതെ 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 അതെ. മനോജ് പാസ്റ്റേ കേൾക്കാമോ? പാസ്റ്റർ മനോജ്. Hallelujah. ಪಾಸ್ಟರ್ ಮನೋಜ್ ಪಾಸ್ಟರ್ ಕೇಳಿಸ್ತಾ ಇದೆಯಾ?
ಕೇಳಿಸ್ತಾ ಇದೆ. ഓക്കെ ഓക്കെ പാസ്റ്റർ ശരി അപ്പോൾ കേൾക്കാമല്ലോ. അപ്പൊ നമ്മുടെ കേൾക്കാം. നമ്മുടെ ഈ ഇന്ത്യയിൽ പ്രത്യേകിച്ച് ബോംബെയിൽ താജ് ഹോട്ടൽ അറ്റാക്ക് ചെയ്തത് നമ്മുടെ കാലത്ത് തന്നെയാണ്. ನಾವು ಬಾಂಬೆನಲ್ಲಿ ನಮ್ಮ ತಾಜ್ ಹೋಟೆಲ್ ಅಟ್ಯಾಕ್ ಆಗಿರ್ತಕ್ಕಂಥ ಸಂಗತಿಯನ್ನು ನೋಡುತ್ತಿದ್ದೇವೆ. അങ്ങനെ തീവ്രവാദത്തിന്റെ ശക്തി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ಈ ರೀತಿಯಾಗಿ ಭಯೋತ್ಪಾದನೆಯ ಶಕ್ತಿ ಹೆಚ್ಚುತ್ತಲಿದೆ. ഇത് വിളിച്ചറിയിക്കുന്നു നമ്മുടെ കർത്താവ് വാതിക്കലെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ಇದು ತಿಳಿಸುವಂತ ಸಂಗತಿ ಏನೆಂದರೆ ನಮ್ಮ ಕರ್ತನು ಬರೋಣ ಹತ್ತಿರವಾಗಿದೆ ಎಂಬುದಾಗಿ. അത് മാത്രമല്ല പ്രകൃതിയിൽ വലിയ ക്ഷോഭങ്ങൾ ഉണ്ടാകുന്നത് നാം കണ്ടു കഴിഞ്ഞു. ನಾವು ನೋಡುತ್ತೇವೆ ಪ್ರಕೃತಿಯಲ್ಲೂ ಕೂಡ ತುಂಬಾ ಒಂದು ಏರುಪೇರು ಉಂಟಾಗುವಂತದನ್ನ ನಾವು ಗಮನಿಸಬಹುದು. ആമേൻ. ഇവിടെ കാണുക, ആമേൻ, വലിയ സുനാമി ആഞ്ഞടിക്കുന്നതായ ഒരു ചിത്രമാണ് നാം കാണുന്നത്. ಇಲ್ಲಿ ನಾವು ನೋಡುವಂತದ್ದು ಸುನಾಮಿ ಬೀಸಿದಂತಹ ಮಹಾ ಒಂದು ಸಂಘಟನೆಯನ್ನು ನೋಡುತ್ತಿದ್ದೇವೆ. ആമേൻ. യിരെമ്യാ പ്രവചനം 5-ാം അധ്യായം 22-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു. യെരമ്യ 5:22 ಈ ರೀತಿ ನೋಡುತ್ತೇವೆ. ഞാൻ കടലിന് കൈവഞ്ഞുകൂടാതെ വെണ്ണം നിത്യപ്രമാണമായി മണൽ അതിരായി വെച്ചിരിക്കുന്നു എന്നാണ് അവിടെ കാണുന്നത്. ಎಂದಿಗೂ ಮೇರೆ ಮೀರದಂತೆ ಮರಳನ್ನ ಮೇರೆಯಾಗಿಟ್ಟಿದ್ದೇನೆಂಬುದಾಗಿ ಅಲ್ಲಿ ನೋಡುತ್ತೇವೆ. എന്നാൽ ആ മണൽ നിത്യപ്രമാണമായി വെച്ചിരുന്ന ആ മണല് കവിഞ്ഞ് കടൽ കരയിലേക്ക് കയറുന്ന സംഭവമാണ് നാം ഈ ദിവസങ്ങളിൽ കാണുന്നത്. ಇಲ್ಲಿಯವರೆಗೆ ಬರಬಹುದು, ಇದರ ಮೇಲೆ ಬರಬಾರದೆಂಬುದಾಗಿ ದೇವರಿಟ್ಟಿದ ಮೇರೆಯನ್ನ ನೀರು ಮೀರಿ ಬಂತೆಂಬುದಾಗಿ ನೋಡುತ್ತೇವೆ. അതിന്റെ കാരണം എന്താണെന്ന് 25-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ಅದಕ್ಕೆ ಕಾರಣ ಏನೆಂಬುದಾಗಿ 25ನೇ ವಾಕ್ಯದಲ್ಲಿ ಬರೆಯಲ್ಪಟ್ಟಿದೆ. അവിടെ എഴുതിയിരിക്കുക, ഇവ മാറിപ്പോകുവാൻ നിങ്ങളുടെ അകൃത്യങ്ങൾ നിമിത്തമത്രേ. ಇದು ಇದಕ್ಕೆ ಕಾರಣವೇನೆಂದ್ರೆ ನಿಮ್ಮ ಪಾಪ ಅಪರಾಧಗಳೇ. ആമേൻ. വളരെ ശക്തമായി സുനാമി ആഞ്ഞടിച്ച് അനേകം നാശങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ജപ്പാനിൽ നടക്കുന്ന ഒരു സുനാമിയുടെ ചിത്രമാണ് കാണിക്കുന്നത്. ಇಲ್ಲಿ ನಾವು ನೋಡುವಂತದ್ದು ಜಪಾನ್ ನಲ್ಲಿ ನಡೆದಂತ ಸುನಾಮಿಯ ಒಂದು ಚಿತ್ರವಾಗಿರುತ್ತದೆ. ഈ സുനാമി കഴിഞ്ഞുള്ള സന്ദർഭമാണ് ഇപ്പോൾ ഈ കാണുന്നത്. സുനാമി അവശേഷിപ്പിച്ച കാര്യങ്ങളാണ് ഇവിടെ കാണുന്നത്. ಸುನಾಮಿಯು ಬಂದು ಹೋದ ನಂತರ ಉಳಿದಿರ್ತಕ್ಕಂಥ ಕಾರ್ಯಗಳನ್ನ ನಾವು ನಿಮಗೆ ತೋರಿಸುತ್ತಿದ್ದೇವೆ. ലൂക്കോസ് സുവിശേഷം 21-ാം അധ്യായം 25-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. ಲೂಕ 25:21 ಈ ರೀತಿ ಓದುತ್ತೇವೆ. കടലിന്റെയും ഓളത്തിന്റെയും മുഴക്കത്തിൽ ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടെ പരിഭ്രമം ഉണ്ടായി. ಭೂಮಿಯಲ್ಲಿ ನಡೀತಕ್ಕಂತ ವಾತಾವರಣ ಉಂಟಾಗುವ ಏರುಪೇರುಗಳ ನಿಮಿತ್ತವಾಗಿ ಭೂಲೋಕದಲ್ಲಿರುವತಕ್ಕ ಜನರಿಗೆ ಬ್ರಹ್ಮ ನಿರಸನ ಉಂಟಾಗುತ್ತದೆ. കടലിന്റെയും ഓളങ്ങളുടെയും മുഴക്ക നിമിത്തം ജനതതികൾക്ക് നിരാശയോടുകൂടെ പരിഭ്രമം ഉണ്ടാകുമെന്ന് ലൂക്കോസ് വ്യക്തമായി പ്രവചനാത്മാവിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ಭೂಮಿಯಲ್ಲಿ ಸಮುದ್ರದ ಏರಿಳಿತಗಳಿಂದ ಜನರು ಭಯಭೀತರಾಗುವರೆಂಬುದಾಗಿ ಲೂಕನು ಬರೆದ ಸುವಾರ್ತೆಯಲ್ಲಿ ನಾವು ನೋಡಬಹುದಾಗಿರುತ್ತದೆ. അത് കഴിഞ്ഞ നാം കാണുന്നത് ഭൂമി കുലുക്കം ഉണ്ടാകുമെന്ന് വളരെ വ്യക്തമായിട്ട് വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 12-ാം വാക്യത്തിൽ കാണുന്നു. ಈ ಪ್ರಕಟಣೆ 6:18 ಭೂಮಿಯು ಅಲ್ಲೋಲ ಕೊಲ್ಲವಾಗುವಂತದ್ದು, ಭೂಕಂಪಗಳು ಸಂಭವಿಸುವಂತ ವಿಚಾರವಾಗಿ ಬರೆಯಲ್ಪಟ್ಟಿರುತ್ತದೆ. അത് യെശയ്യാ പ്രവചനം 24-ാം അധ്യായം 19-ാം വാക്യത്തിന്റെ ഒരു നിവൃത്തിയാണ്. ಯೆಶಾಯ ಪ್ರವಾದನೆಯ ಗ್ರಂಥದಲ್ಲಿ ಹೇಳಲ್ಪಟ್ಟ ವಾಕ್ಯದ ನೆರವೇರಿಕೆಯಾಗಿರುತ್ತದೆ. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഭൂമി പൊടുപടാ പൊട്ടുന്നു, കീറുന്നു, ഭൂമി മത്തനെ പോലെ ചാഞ്ചാടുന്നു. അതിന്റെ അകൃത്യ നിമിത്തം അത്രേ സംഭവിക്കുന്നത് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ಯೆಶಾಯ 24:19-20 ಭೂಮಿ ಕಡಕಡೆನೆ ನಡುಗುತ್ತದೆ, ಭೂಮಿ ಸೀಳುತ್ತದೆ, ಬಾಯಿ ಬಿಡುತ್ತದೆ. ಅದಕ್ಕೆ ಕಾರಣ ಪ್ರಪಂಚದ ಜನರ ಅಕ್ರಮ ಅನ್ಯಾಯಗಳೆಂಬುದಾಗಿ ನೋಡುತ್ತೇವೆ. ഈ ദിവസങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കുലുക്കത്തിന് ചില ഫലമായി ഉണ്ടായ ചിത്രങ്ങളാണ് ഞാൻ ഇവിടെ കാണിച്ചത്. ಭೂಮಿಯು ಭೂಕಂಪ ಉಂಟಾದದರ ಪರಿಣಾಮವೇ ಏನಾಗಿದೆ ಎಂಬುದಾಗಿ ಚಿತ್ರದಲ್ಲಿ ನಾನು ನಿಮಗೆ ತೋರಿಸುತ್ತಿದ್ದೇನೆ. ആമേൻ. അത് മാത്രമല്ല, ഈ ദിവസങ്ങളിൽ പത്രങ്ങളിൽ കാണുന്ന മാധ്യമം എന്ന പത്രത്തിൽ വന്ന ഒരു വാർത്തയാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ಈ ದಿನಗಳಲ್ಲಿ ಪತ್ರಿಕೆಯಲ್ಲಿ ಬಂದಂತ ಒಂದು ವಾರ್ತೆಯನ್ನು ನಿಮಗೆ ತೋರಿಸುತ್ತಾ ಇದ್ದೇನೆ.
ഭൂമിയിൽ വൻ നാശത്തിന് സാധ്യതയായി വലിയ ചൂട് ഭൂമിയിലേക്ക് ചൂട് കാറ്റടിക്കുവാൻ പോകുന്നു എന്ന് ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിരിക്കുന്നു. ಭೂಮಿಯ ಮೇಲೆ ಬಿಸಿ ಗಾಳಿಯು ಭಯಂಕರವಾಗಿ ಬೀಸಲಿಕ್ಕೆ ಸಾಧ್ಯತೆ ಇದೆ ಎಂಬುದಾಗಿ ವಿಜ್ಞಾನಿಗಳು ತಿಳಿಸಿರುತ್ತಾರೆ. അത് മാത്രമല്ല ഒരു ഭീമൻ ചിഹ്നഗ്രഹം 45,450 മൈൽ സ്പീഡിൽ ഈ ഭൂമിയിലേക്ക് പാഞ്ഞു വരുന്നു എന്ന് മലയാള മനോരമ പത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു. ಮಲಯಾಳ ಮನೋಹರ ಪತ್ರಿಕೆಯಲ್ಲಿ 45,000 ಟನ್ಗಿಂತಲೂ ಹೆಚ್ಚು ಭಾರವುಳ್ಳಂತ ಒಂದು ಅನ್ಯ ಗ್ರಹ ಭೂಮಿಯನ್ನ ಮುಖ ಮಾಡಿಕೊಂಡು ಸ್ಪೀಡ್ ಆಗಿ ಬರುತ್ತಿದೆ ಎಂಬುದಾಗಿ ಬರೆಯಲ್ಪಟ್ಟಿದೆ. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 12-ഉം 13-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇതിന്റെ നിവർത്തീകരണം നമുക്ക് കാണുവാൻ കഴിയും. ನಾವು ಪ್ರಕಟಣೆ 6ನೇ ಅಧ್ಯಾಯದಲ್ಲಿ ಓದುವಾಗ ಈ ವಾಕ್ಯದ ನೆರವೇರಿಕೆಯನ್ನು ಕಾಣಬಹುದಾಗಿರುತ್ತದೆ. അവിടെ വലിയൊരു ഭൂകമ്പം ഉണ്ടായി. വലിയ കുന്നുകൾ താണുപോയി. അതേപോലെ തന്നെ സമുദ്രത്തിൽ വലിയ ഇളക്കമുണ്ടായി എന്നൊക്കെയും അവിടെ വായിക്കുന്നു. ನಾವು 6ನೇ ಅಧ್ಯಾಯದಲ್ಲಿ ಭೂಕಂಪ ಉಂಟಾಯಿತು. ಅದರಿಂದ ಕರಿಕಂಬಳಿಯಂತೆ ಕಪ್ಪಾದನು, ಸೂರ್ಯನು ಪೂರ್ಣಚಂದ್ರನು ರಕ್ತದಂತಾದನು ಎಂಬುದಾಗೆಲ್ಲ ನೋಡುತ್ತೇವೆ. സൂര്യന് ഇരുണ്ടു പോയതായിട്ട് കാണുന്നു. സൂര്യನು ಕತ್ತಲಾದನು. അവിടെ ഇത് മംഗളം പത്രത്തിൽ സൂര്യന്റെ ചില പ്രതലങ്ങളിൽ ഇരുട്ട് ബാധിച്ചു എന്ന് അവര് രേഖപ്പെടുത്തിയിരിക്കുന്നു. ಪತ್ರಿಕೆಯಲ್ಲಿ ಸೂರ್ಯನ ಮೇಲೆ ಕರು ಕಂಬಳಿಯಂತೆ ಕಪ್ಪಾಗಿರ್ತಕ್ಕಂಥ ಭಾಗಗಳನ್ನ ತೋರಿಸುತ್ತಿದ್ದಾರೆ. അത് മാത്രമല്ല അത്തിക്കായ്കൾ ഭൂമിയിലേക്ക് വീഴുന്നത് പോലെ നക്ഷത്രങ്ങൾ ഭൂമിയിലേക്ക് വീഴുന്നതായിട്ട് നാം കാണുന്നു. ನಕ್ಷತ್ರಗಳು ಕೂಡ ಭೂಮಿಯ ಮೇಲೆ ಉದಿರಿ ಬೀಳುವಂತದ್ದನ್ನ ನೋಡಬಹುದಾಗಿರುತ್ತದೆ. ഇന്ന് കാണുന്ന സ്ഥിര നക്ഷത്രങ്ങളല്ല, ഉൽക്കകളും മറ്റു ഉപഗ്രഹങ്ങളും ഭൂമിയിലേക്ക് വീഴുവാൻ പോകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ಉಲ್ಕೆಗಳು, ಅನೇಕ ನಕ್ಷತ್ರಗಳು, ಗ್ರಹಗಳು ಭೂಮಿಯ ಮೇಲೆ ಬೀಳಲು ಸಾಧ್ಯತೆ ಇದೆ ಎಂಬ ವಾರ್ತೆಯನ್ನು ನಾವು ನೋಡುತ್ತಿದ್ದೇವೆ. ഇന്ന് ഇന്ത്യയിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും അനേക ഉപഗ്രഹങ്ങളാണ് ഉയരത്തിലേക്ക് വിക്ഷേപിച്ചിരിക്കുന്നത്. ಇವತ್ತು ಭಾರತದಿಂದ ಬೇರೆ ರಾಷ್ಟ್ರಗಳಿಂದ ಕೂಡ ಅನೇಕ ಉಪಗ್ರಹಗಳನ್ನು ಮೇಲಕ್ಕೆ ಬಿಡ್ತಾ ಇದ್ದಾರೆ. ആര്യഭട്ട, രോഹിണി എന്നൊക്കെ പറയുന്ന ആദ്യകാല ഉപഗ്രഹങ്ങൾ മുതൽ ഇന്ന് ഇൻസ്റ്റാറ്റ് 1B2 ഇങ്ങനെയുള്ള ആയിരക്കണക്കിന് ഉപഗ്രഹങ്ങൾ ഇങ്ങനെ ആകാശത്തേക്ക് വിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. ರೋಹಿಣಿ, ಭಾಸ್ಕರ್, ಇನ್ಸೆಟ್ 1, 2, 3 ಈ ರೀತಿ ಸಾವಿರಾರು ಗಟ್ಟಲೆ ಉಪಗ್ರಹಗಳನ್ನ ಭೂಮಿಯಿಂದ ಆಕಾಶಕ್ಕೆ ಕಳಿಸುತ್ತಾ ಇದ್ದಾರೆ. കഴിഞ്ഞ ആഴ്ചയിൽ UAE പോലും ഒരു ഉപഗ്രഹത്തെ ആകാശത്തേക്ക് വിട്ടതായിട്ട് നാം കാണുന്നു. ಕಳೆದ ದಿನ UAE ಕೂಡ ಉಪಗ್ರಹವನ್ನು ಆರಿಸಿರುವುದನ್ನು ನಾವು ನೋಡಿರುತ್ತೇವೆ. എന്നാൽ ഈ ഉപഗ്രഹങ്ങളുടെ കാലാവധി കഴിയുമ്പോൾ അത് അത്തിക്കായ്കൾ ഭൂമിയിലേക്ക് വീഴുന്നത് പോലെ ആകാശത്ത് നിന്ന് അത് ഉതിർന്നു വീഴാൻ പോവുകയാണ്. ಕಾಲಾವಧಿ ಮುಗಿಯುವಾಗ ಹತ್ತಿ ಹಣ್ಣು ಮರದಿಂದ ಕೆಳಗೆ ಬೀಳುವ ಹಾಗೆ ಆಕಾಶದ ಈ ಉಪಗ್ರಹಗಳೆಲ್ಲ ಭೂಮಿಗೆ ಬೀಳುತ್ತದೆ. ആമേൻ. അത് മാത്രമല്ല 1981 ഒരു സംഭവം ഞാൻ ഇങ്ങനെ ഓർക്കുന്നു. 1981 ನಡೆದಂತ ಒಂದು ಘಟನೆ ನಾನು ನೆನೆಸಿಕೊಳ್ಳುತ್ತಿದ್ದೇನೆ. സ്പേസ് ഷിപ്പ് എന്ന് പറയുന്ന ഒരു ആകാശ ഒരു ഉപഗ്രഹം താഴേക്ക് വീഴുവാനായിട്ട് തുടങ്ങി. ಆಕಾಶದಿಂದ ಒಂದು ಉಪಗ್ರಹ ಭೂಮಿಯ ಕೆಳಗೆ ಬರುವಂತದ್ದನ್ನ ಗಮನಿಸಿದರು. അതിനെ സ്കൈലാബ് എന്നാണ് അന്ന് വിളിച്ചിരുന്നത്. ಅದನ್ನ ಸ್ಕೈಲಾಗ್ ಎಂಬುದಾಗಿ ಕರೆದರು. ಆ ದಿನ ആ ദിവസങ്ങളെല്ലാം മനുഷ്യൻ ഭീതിയോടെ കഴിയുകയുണ്ടായി. ಆ ದಿನಗಳಲ್ಲಿ ಮನುಷ್ಯರು ಬಹಳ ಭಯದಿಂದ ಬದುಕುತ್ತಿದ್ದರು. അത് എവിടേക്ക് വീഴുമെന്നറിയാതെ ജനമെല്ലാം ഭയന്ന് ഉറച്ചിരിക്കുകയായിരുന്നു. ಅದು ಎಲ್ಲಿ ಬಂದು ಬೀಳುತ್ತದೆಂಬುದಾಗಿ ತಿಳಿಯದೆ ಜನರು ಭಯಭೀತಿಯಲ್ಲಿ ಇದ್ದರು. എന്റെ പ്രായമുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ കഴിയും. അന്ന് സ്കൈലാബ് ഭൂമിയിൽ വരുന്നത് ലോകം മുഴുവനും ഭീതിജനകമായ ഒരു അന്തരീക്ഷമായിരുന്നു. ನನ್ನಂತ ವಯಸ್ಸುಳ್ಳವರಿಗೆ ತಿಳಿಯುತ್ತದೆ. ಆ ಘಟನೆ ನಿಮಿತ್ತ ಭೂಮಿ ಬದುಕಿದ್ದ ಜನರು ತುಂಬಾ ಭಯದಲ್ಲಿ, ಭೀತಿಯಲ್ಲಿ ಇದ್ದರು ಆ ಕಾಲದಲ್ಲಿ. എന്നാൽ അമേരിക്ക മറ്റൊരു ഉപഗ്രഹം വിട്ട് അതിനെ പസഫിക് മഹാസമുദ്രത്തിൽ തകർത്തിടുവാനിടയായി തീർന്നു. ಅಮೆರಿಕ ಮುಂತಾದ ರಾಷ್ಟ್ರಗಳು ಸೇರಿ ಸಮುದ್ರದಲ್ಲಿ ಆ ಉಪಗ್ರಹವನ್ನ ಕೆಡವಿ ಹಾಕಿದರು. ഇന്ന് നമുക്കറിയാം ആയിരക്കണക്കിന് ഉപഗ്രഹങ്ങൾ നമുക്ക് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ಇವತ್ತು ಸಾವಿರ ಗಟ್ಟಲೆ
ಈ ರೀತಿಯಾದ ಉಪಗ್ರಹಗಳು ಆಕಾಶದಲ್ಲಿ ಸುತ್ತುತ್ತಲಿದೆ. എന്നാൽ ഈ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ ഉണ്ടാകുന്ന മാറ്റ നിമിത്തം അവയെല്ലാം താഴേക്ക് വീഴുന്ന ഒരു സമയമുണ്ട്. ಈ ಭೂಮಿಯಲ್ಲಿ ನಡೀತಕ್ಕಂತ ಕೆಲವು ಕಾರ್ಯಗಳ ನಿಮಿತ್ತವಾಗಿ ಆಕಾಶದಲ್ಲಿರುವ ಉಪಗ್ರಹಗಳು ಭೂಮಿಗೆ ಬೀಳಬಹುದಾದ ಸಾಧ್ಯತೆ ಇದೆ. അങ്ങനെ മനുഷ്യൻ ഭയവിഹുലരായി തീരുമെന്നും അവര് പാറകളോടും മലപ്പാറകളോടും അവൻ കുഞ്ഞാടിന്റെ ക്രോധ ദിവസം വന്നിരിക്കുന്നു, ഞങ്ങളെ മറയ്ക്കണമേ എന്ന് അവനെ പ്രാർത്ഥിക്കുന്ന ദിനങ്ങൾ വരികയാണ്. ಆದ್ರಿಂದ ಜನರು ಭಯಭೀತರಾಗಿ ಯಜ್ಞದ ಕುರಿಯಾದನ ಮುಖಕ್ಕೆ ನಮ್ಮನ್ನು ಮರೆ ಮಾಡಿಕೊಳ್ಳಿರಿ ಎಂದು ಬೇಡತಕ್ಕಂತ ದಿನಗಳು ಬರಲಿವೆ. ആമേൻ. അന്ന് ബലവാന്മാരും ധനവാന്മാരും രാജാക്കന്മാരും സകലരും ഭയവിഹുലരായി അവര് മലകളോടും പാറകളോടും പ്രാർത്ഥിക്കുന്നതായിട്ട് ആ വേദപുസ്തകം പഠിപ്പിക്കുന്നു. ಆಗಿನ ಅಂತ ಸಂದರ್ಭದಲ್ಲಿ ಮಹಾರಾಜರು, ಪ್ರಭುಗಳು, ಪರಾಕ್ರಮಶಾಲಿಗಳು ಬೆಟ್ಟ ಗುಡ್ಡಗಳಿಗೆ ಹೊರಟು ಹೋಗಿ ಬಂಡೆಗಳೇ ನಮ್ಮ ಮೇಲೆ ಬೀಳಿರಿ, ಬೆಟ್ಟಗಳೇ ನಮ್ಮ ಮೇಲೆ ಬೀಳಿರಿ ಎಂಬುದಾಗಿ ಕೇಳತಕ್ಕಂತ ದಿನಗಳು ಅದಾವೆ. അന്ന് ധനവാന്റെ ധനം അവനെ സഹായിക്കുകയില്ല. ಅವತ್ತು ಹಣವಂತರು ಹಣವು ಅವರಿಗೆ ಸಹಾಯ ಮಾಡುವುದಿಲ್ಲ. ബലവാന്റെ ശക്തി അവനെ സഹായിക്കുകയില്ല. ಬಲವಂತನ ಶಕ್ತಿ ಅವನನ್ನು ಕಾಪಾಡದು. രാജാക്കന്മാരുടെ സൈന്യം അവനെ സഹായിപ്പാൻ കഴിയുകയില്ല. ರಾಜರ ಸೈನ್ಯವು ಅವರಿಗೆ ಉಪಕಾರ ಮಾಡದು. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക, അവർ യുഗങ്ങളുടെ പാറയായ ക്രിസ്തുവിൽ ശരണപ്പെടുന്നതിന് പകരമായി അത്യധികമായ മലകളോടും പാറകളോടുമാണ് പ്രാർത്ഥിക്കുന്നത്. ಅವರು ಯುಗಗಳ ಬಂಡೆ ಆಗಿರುವ ಯೇಸು ಕ್ರಿಸ್ತನಲ್ಲಿ ಆಶ್ರಯ ಬಿಡದೆ ಈ ಪ್ರಪಂಚದಲ್ಲಿರುವ ಬೆಟ್ಟಗಳಿಗೂ ಬಂಡೆಗಳಿಗೂ ಹೋಗಿ ಆಶ್ರಯ ಕೇಳುತ್ತಾರೆ. ആമേൻ. അവർ പ്രാർത്ഥിക്കും, കുഞ്ഞാടിന്റെ ക്രോധം വന്നുവല്ലോ, ഞങ്ങൾക്ക് നിലനിൽക്കുവാൻ കഴിയില്ല എന്ന് അവർ കേണപേക്ഷിക്കുക. ಯಜ್ಞದ ಕುರಿಯಾದ ತನ್ನ ಕೋಪದ ದಿನವು ಬಂತಲ್ಲ, ಆತನ ಮುಂದೆ ನಿಲ್ಲಬಲ್ಲವಲ್ಲ ಯಾರೆಂದು ಕೇಳಿಕೊಳ್ಳುತ್ತಿದ್ದಾರೆ. എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, കർത്താവിന്റെ വരവിങ്കൽ, ആ മേഘപ്രത്യക്ഷതയെങ്കിൽ നാം എടുക്കപ്പെട്ടില്ലെങ്കിൽ നമുക്കും സംഭവിക്കാൻ പോകുന്ന ധാരണമായ അനുഭവങ്ങളാണിതെന്ന് ഇന്ന് രാത്രി മറന്നു പോകരുത്. ಕರ್ತನಾದ ಯೇಸು ಕ್ರಿಸ್ತನ ಬರೋಣದಲ್ಲಿ ನಾವು ಎತ್ತಲ್ಪಡದೆ ಇಲ್ಲಿ ಏನಾದ್ರೂ ಉಳಿದುಕೊಂಡರೆ ಈ ಎಲ್ಲಾ ಸಂಕಟಗಳು ನಾವು ಕೂಡ ಎದುರಿಸಬೇಕಾಗುತ್ತೆ ಎಂಬ ಸಂಗತಿ ಹೇಳ ಬಯಸುತ್ತೇನೆ. അടുത്തത് സംഭവിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ನಂತರ ನಡೆಯುವಂತ ಕಾರ್ಯವನ್ನು ನೋಡಿಕೊಳ್ಳೋಣ. ക്ഷാമം ഉണ്ടാകുമെന്ന് നാം കാണുകയുണ്ടായി. ಕ್ಷಾಮದ ಕುರಿತು ನಾವು ನೋಡಿದ್ದೇವೆ. കഴിഞ്ഞ രാത്രിയിൽ നാം ക്ഷാമത്തെ കുറിച്ച് അല്പമായി ചിന്തിക്കുകയുണ്ടായി. ಕಳೆದ ರಾತ್ರಿ ಕ್ಷಾಮದ ಕುರಿತು ಅಲ್ಪ ವಿಷಯ ನಾವು ನೋಡಿದೆವು. കർത്താവിന്റെ മേഘപ്രത്യക്ഷതയ്ക്ക് ശേഷം നടക്കാൻ പോകുന്ന അതികഠിനമായ ക്ഷാമം അന്നുണ്ടാകും. ಕರ್ತನಾದ ಯೇಸು ಕ್ರಿಸ್ತನ ಪ್ರತ್ಯಕ್ಷತೆಯ ತರುವಾಯ ಉಂಟಾಗುವ ಕ್ಷಾಮವು ಬಹಳಷ್ಟು ಕಠಿಣವಾಗಿರುತ್ತದೆ. നോക്കുക, സൊമാലിയയിലുള്ള ക്ഷാമത്താൽ ഭാരപ്പെടുന്ന ഒരു കുട്ടിയുടെ ചിത്രമാണ് നിങ്ങൾ കാണുന്നത്. ಸೋಮಾಲಿಯಾದಲ್ಲಿ ಬಡತನದಿಂದ ಅಥವಾ ಕ್ಷಾಮದಿಂದ ಬಳಲುತ್ತಿರುವ ಒಬ್ಬ ಬಾಲಕನ ಚಿತ್ರ ನೋಡಿರಿ. ഒരല്പ ആഹാരത്തിനു വേണ്ടി അവർ കേടുന്ന അനുഭവങ്ങളുണ്ട്. ಆಹಾರಕ್ಕೋಸ್ಕರ ಅವರು ಬೇಡಿಕೊಳ್ಳುತ್ತಿರುವುದನ್ನು ಗಮನಿಸಬಹುದು. ആഹാരം ലഭിക്കാതെ അനേക കുഞ്ഞുങ്ങൾ മരിച്ചു പോകുന്നു. ಆಹಾರವೇ ಇಲ್ಲದಂತೆ ಅನೇಕ ಬಾಲಕರು ಸತ್ತು ಹೋಗುತ್ತಿದ್ದಾರೆ. അത് സൊമാലിയയിൽ മാത്രമല്ല, ഇന്ത്യയുടെ തെരുവിൽ ചവറ്റുകുട്ടയിൽ നിന്ന് ആഹാരം കഴിക്കുന്ന ചിത്രമാണ് നാം ഇവിടെ കാണുന്നത്. ನಾವು ಅದು ಸೋಮಾಲಿಯಾದಲ್ಲಿ ಮಾತ್ರವಲ್ಲ, ಇಂಡಿಯಾದಲ್ಲೂ ಕೂಡ ಬೀದಿಗಳಲ್ಲಿ ಈ ರೀತಿ ಊಟ ಮಾಡತಕ್ಕಂತ ಅನ್ನಕ್ಕಾಗಿ ಅಲಿಯುವ ಮಕ್ಕಳು ಇದ್ದಾರೆ. എന്നാൽ ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ത് കഴിക്കും, ഒരു കാലത്ത് നാം എന്തോ കഴിക്കുമെന്ന് ചിന്തിച്ചപ്പോൾ ഇന്ന് എന്ത് കഴിക്കുമെന്നാണ് നാം ചിന്തിക്കുന്നത്. ಒಂದು ಕಾಲದಲ್ಲಿ ಊಟಕ್ಕೆ ಇಲ್ಲದಿರುವಾಗ ಈಗ ಏನನ್ನು ತಿನ್ನಬೇಕೆಂಬುದಾಗಿ ಆಲೋಚಿಸುವ ಸಮಯ ಬಂದದೆ. ഇന്ന് ഒരു കാലത്ത് ഒരിടത്ത് അവിടെ ഇവിടെയായി ക്ഷാമം ഉണ്ടാകുന്നു, എന്നാൽ മഹോദ്രവ കാലത്ത് അതികഠിനമായ ക്ഷാമം ഉണ്ടാകുവാൻ പോകുകയാണ്. ಈಗ ಅಲ್ಲಲ್ಲಾಗಿ ಸ್ವಲ್ಪ ಕ್ಷಾಮಗಳು ಬಂದರೂ ಕೂಡ ಮಹೋಪದ್ರವ ಕಾಲದಲ್ಲಿ ಅತಿ ಭಯಂಕರವಾದ ಕ್ಷಾಮ ಉಂಟಾಗುತ್ತದೆ. ഒരു കാലത്ത് നാമും വസ്ത്രമില്ലാതെ ഭാരപ്പെട്ടിരുന്നു. ಒಂದು ಕಾಲದಲ್ಲಿ ನಾವು ಕೂಡ ಹಾಕಿಕೊಳ್ಳಲು ಬಟ್ಟೆ ಇಲ್ಲದೆ ಇದ್ದೆವು. നാം എന്ത് ഉടുക്കുമെന്ന് ചിന്തിച്ച ഭാരപ്പെട്ട സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു. ಏನು ಉಟ್ಟುಕೊಳ್ಳುವುದೆಂಬುದಾಗಿ ಕಷ್ಟಪಟ್ಟಂತ ದಿನಗಳು ಇದ್ದವಲ್ಲ. ഈ പെന്തക്കോസ്തിന്റെ ആരംഭത്തിൽ റോബർട്ട് കുക്ക് എന്ന് പറയുന്ന ദൈവദാസൻ കേരളത്തിൽ വന്ന് പ്രവർത്തിച്ചു. ಪೆಂತೆಕೋಸ್ತನ ಆರಂಭ ದಿನಗಳಲ್ಲಿ ರಾಬರ್ಟ್ ಕುಕ್ ಎಂಬುವವರು ಕೇರಳದಲ್ಲಿ ಬಂದು ಸೇವೆ ಮಾಡಿದರು. അദ്ദേഹം താഴ്ന്ന വർഗക്കാരുടെ ഇടയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്.
ಅವರು ಕೆಳಗಿನ ಜಾತಿಯರ ಮಧ್ಯದಲ್ಲಿ ಸೇವೆ ಮಾಡುತ್ತಿದ್ದರು. ആ തൂയൂർ നടന്ന ആ സഭായോഗങ്ങളിൽ രാവിലെയും വൈകിട്ടുമായിരുന്നു സഭായോഗം നടന്നിരുന്നത്. ಆಗ ನಡೀತಿದ್ದ ಆರಾಧನೆಗಳು ಮುಂಜಾನೆಯು ಮತ್ತು ಸಂಜೆಯೂ ಕೂಡ ನಡೀತಲಿತ್ತು. അപ്പോൾ ഒരു വീട്ടിൽ നിന്ന് ഒരു പിതാവ് വൈകിട്ട് വരും, പകൽ ആ മാതാവ് വരും. ಒಂದು ಮುಂಜಾನೆ ಒಬ್ಬರು ಒಂದು ಮನೆಯಿಂದ ಆರಾಧನೆಗೆ ಬಂದ್ರೆ ಮಧ್ಯಾಹ್ನ ಅಥವಾ ಸಾಯಂಕಾಲ ಇನ್ನೊಬ್ಬರು ಇನ್ನೊಂದು ಆರಾಧನೆಗೆ ಬರುತ್ತಿದ್ದರು. അവര് ഒരിക്കലും രണ്ടുപേരും ഒരുമിച്ച് വരുന്നതായി സായിപ്പ് കണ്ടിട്ടില്ല. ಅವರು ಬಿಳಿಯರು ಈ ಒಂದು ಕುಟುಂಬದ ಇಬ್ಬರು ಒಟ್ಟಾಗಿ ಆರಾಧನೆಗೆ ಬರುವಂತದನ್ನು ನೋಡಲೇ ಇಲ್ಲವಂತೆ. അപ്പോൾ അതിന്റെ കാരണം അന്വേഷിക്കാനായിട്ട് ഞാൻ ഒരു ദിവസം വീട്ടിൽ പോയി. ಅದಕ್ಕೆ ಕಾರಣ ತಿಳಿದುಕೊಳ್ಳಲು ಆತನ ಆ ಮನೆಗೆ ಒಂದು ದಿನ ಹೋದರು. കാരണം അവർ അന്വേഷിച്ചപ്പോൾ അവർക്ക് ഒരേ ഒരു മുണ്ട് മാത്രമാണ് രണ്ടുപേർക്കും ഉള്ളത്. വെളിയിൽ കൊണ്ടുപോകാൻ ഒന്ന് മാത്രം. ಆ ರೀತಿ ಹುಡುಕಿ ಹೋದಾಗ ಅವರಿಗೆ ಉಟ್ಟುಕೊಳ್ಳಲು ಒಂದೇ ಒಂದು ಪಂಚೆ ಇತ್ತು ಎಂಬುದಾಗಿ ನೋಡಬಹುದು. ആ പകൽ സമയത്ത് ആ സഹോദരി ആ മുണ്ട് കൊടുത്തു വരും, രാത്രിയിൽ ആ സഹോദരൻ ആ മുണ്ടുമായി വരും. ಬೆಳಿಗ್ಗೆ ಸಹೋದರಿ ಆ ಪಂಚೆಯನ್ನು ಉಟ್ಟುಕೊಂಡು ಆರಾಧನೆಗೆ ಬಂದರೆ ಸಂಜೆ ಮನೆ ಯಜಮಾನರು ಅದೇ ಪಂಚೆಯನ್ನು ಉಟ್ಟು ಬರುತ್ತಿದ್ದನು. അതായിരുന്നു അന്ന് ആ കാലഘട്ടത്തിൽ നടന്നിരുന്നത്. ಆಗಿನ ಕಾಲದಲ್ಲಿ ನಡೆದಂತಹ സംഗതിಗಳಿವು. എന്നാൽ ഇന്ന് നമ്മുടെ അലമാരുടെ മുമ്പിൽ ഏറ്റവും സഹായത്തിന് വരുവാൻ താമസിക്കാൻ കാരണം നമ്മൾ ഏതുടുക്കും എന്നുള്ള ചിന്തയിൽ ആണ് നാം ഇന്നായിരിക്കുന്നത്. ಆದ್ರೆ ಇವತ್ತು ನಮ್ಮ ಅಲ್ಮಾರುಗಳನ್ನು ಓಪನ್ ಮಾಡುವಾಗ ಇಷ್ಟು ಬಟ್ಟೆ ತುಂಬಿರುತ್ತದೆ, ಇದರಲ್ಲಿ ಯಾವುದು ಉಟ್ಟುಕೊಳ್ಳುವುದು ಎಂಬ ಯೋಚನೆಯಲ್ಲಿ ನಾವಿರುತ್ತೇವೆ. മഹോദരകാലത്തിൽ അത്രമാത്രം ക്ഷാമത്തിന്റെ കാഠിന്യം ഉണ്ടാകുമെന്ന് തെളിയിക്കുവാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ಇದೆಲ್ಲ ನಾನು ಮಹೋಪದ್ರವ ಕಾಲದಲ್ಲಿ ಬರತಕ್ಕಂತ ಕಾಠಿಣ್ಯದ ಶಕ್ತಿ ಎಷ್ಟಿರುತ್ತೆಂಬುದಾಗಿ ತಿಳಿಸಲು ಹೇಳುತ್ತಿದ್ದೇನೆ. നാം കണ്ടു 5ാം സമുദ്ര ഭേദിച്ചപ്പോൾ കർത്താവിന് വേണ്ടി രക്തസാക്ഷികളായവരുടെ ചിത്രമാണ് നാം കണ്ടത്. 5ನೇ ಮುದ್ರೆ ಹೊಡೆದಾಗ ಕರ್ತನಾದ ಯೇಸು ಕ್ರಿಸ್ತನಿಗಾಗಿ ರಕ್ತಸಾಕ್ಷಿಗಳಾದವರ ಕಾರ್ಯವನ್ನು ನೋಡಿದ್ದೇವೆ. ആമേൻ. ആ നാളുകളിൽ അനേകർ ദൈവവചന നിമിത്തവും യേശു ക്രിസ്തുവിന്റെ സാക്ഷ്യ നിമിത്തവും രക്തസാക്ഷികളായി തീരും. ಅನೇಕ ಉಪದ್ರವಗಳ ನಡುವೆ ಭಕ್ತರು ಯೇಸು ಕ್ರಿಸ್ತನ ನಿಮಿತ್ತವಾಗಿ ರಕ್ತಸಾಕ್ಷಿಗಳಾಗಿ ಮರಣ ಹೊಂದುತ್ತಾರೆ. ആമേൻ. ഇന്ന് രക്ഷിക്കപ്പെടുവാൻ നമുക്ക് വലിയ പ്രയാസമാണ്. ಈಗ ನಮಗೆ ರಕ್ಷಣೆ ಹೊಂದಲಿಕ್ಕೆ ದೊಡ್ಡ ಪ್ರಯಾಸವನ್ನ ತೋರುತ್ತೇವೆ. അന്ന് രക്ഷയുടെ അനുഭവം പ്രാപിക്കണമെങ്കിൽ നമ്മുടെ ജീവൻ കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് സാധ്യമാകുകയുള്ളൂ. ಮಹೋಪದ್ರವ ಕಾಲದಲ್ಲಿ ರಕ್ಷಣೆ ಹೊಂದಬೇಕಾದ್ರೆ ಪ್ರಾಣವನ್ನೇ ತೆತ್ತಬೇಕಾಗಿರುತ್ತದೆ. ആമേൻ. ഇന്ന് നാം പ്രവാചകനായ യിരെമ്യാവ് പറയുന്നത്, നാം കാലാളുകളോടുകൂടി ഓടി ക്ഷീണിച്ചു പോയാൽ കുതിരപ്പടയോടുകൂടി നാം എന്ത് ചെയ്യും? ಯೆರೆಮೀಯನ ಪುಸ್ತಕದಲ್ಲಿ ನೋಡುತ್ತೇವೆ, ನಾವು ನಡೆದು ಬಳಲಿದರೆ ಕುದುರೆಗಳ ಸಂಗಡ ಯಾವ ರೀತಿ ಓಡುವವೋ. ഇന്ന് സുരക്ഷിതമായ സമാധാന അന്തരീക്ഷത്തിൽ ഈ യേശുവിനെ അംഗീകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ മഹോദ്രവകാലത്ത് ആ കഠിനമായ പീഡനം ഉണ്ടാകുമ്പോൾ നമുക്ക് എങ്ങനെ രക്ഷിക്കപ്പെടുവാൻ കഴിയും? ಈಗ ಸಮಾಧಾನ ಕಾಲದಲ್ಲಿ ರಕ್ಷಣೆ ಹೊಂದಲು ಸಾಧ್ಯವಿಲ್ಲ ಎಂದರೆ ಮಹೋಪದ್ರವ ಕಾಲದ ಪೀಡನೆಯಲ್ಲಿ ರಕ್ಷಣೆ ಹೊಂದುವುದಾದರೂ ಹೇಗೆ? അങ്ങനെയുള്ള പീഡനത്തിന്റെ മുന്നോടിയായി മുന്നറിയിപ്പായി ഇന്ന് അവിടെയായി പീഡനങ്ങൾ നടക്കുകയാണ്. ಅದಕ್ಕೆ ಮುಂಗುರುತಾಗಿ ಅಲ್ಲಲ್ಲಾಗಿ ಈ ದಿನಗಳಲ್ಲಿ ಪೀಡನೆಗಳು ನಡೆಯುತ್ತಲಿದೆ. ആമേൻ. അനേക പീഡനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇത് ഞങ്ങളുടെ ആറ്റിങ്ങളിൽ നടന്ന RSS ആക്രമണത്തിന്റെ ഒരു പത്ര റിപ്പോർട്ടാണ്. ಇಂಥ ಅನೇಕ ಉಪದ್ರವಗಳಲ್ಲಿ ನಮ್ಮ ಕಡೆ ನಡೆದಂತ ಒಂದು RSS ನವರ ಒಂದು ದಾಳಿಯ ಚಿತ್ರವನ್ನು ತೋರಿಸುತ್ತಿದ್ದೇನೆ. ഞങ്ങളുടെ ഒരു ആരാധന നടന്ന സ്ഥലത്ത് ഇവർ കയറി ആക്രമിച്ചു. അത് ഇന്ന് അവിടെ ആരാധനയ്ക്ക് ഒരു സ്ഥലമില്ലാതെ ഭാരപ്പെടുകയാണ്. ನಾವು ಆರಾಧನೆ ಮಾಡುತ್ತಿದ್ದಂತ ಒಂದು ಸ್ಥಳದಲ್ಲಿ ಅವರು ಆಕ್ರಮಣ ಮಾಡಿದರೆ ನಿಮಿತ್ತವಾಗಿ ಇವತ್ತಲ್ಲಿ ಆರಾಧನೆಯೇ ನಿಂತು ಹೋಗಿರುತ್ತದೆ. കാസർഗോഡിൽ പാസ്റ്റർമാർക്ക് മർദ്ദനമേറ്റതായിട്ട് നാം വായിക്കുന്നു. ಕಾಸರಗೋಡ್ನಲ್ಲಿ ಸೇವಕರ ವಿರುದ್ಧವಾಗಿ ಹೊಡೆದರೆಂಬುದಾಗಿ ನೋಡುತ್ತೇವೆ. ഐസിൻസിന്റെ ഭയങ്കര പീഡനത്തോടുകൂടിയായി ആരംഭിച്ചു. ക്രിസ്ത്യാനികളുടെ കൈകാലുകൾ വെട്ടി അവയെ ക്രൂശിക്കുന്നതായിട്ടൊക്കെയും ചിത്രങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ISIS ಎಂಬ ಉಗ್ರ ಸಂಘಟನೆಯು ಅನೇಕ ಕ್ರೈಸ್ತರನ್ನು ಸೇವಕರನ್ನು ತಲೆ ಕೈ ಕಾಲುಗಳನ್ನು ಕಡಿದು ಹಾಕಿದರೆಂದು ನಾವು ನೋಡಿದ್ದೇವೆ. ഇറാഖിൽ നടന്ന സംഭവമാണ് നാം ഇപ്പോൾ കാണുന്നത്. ಈಗ ನಾನು ನಿಮಗೆ ತೋರಿಸುವ ಚಿತ್ರ ಇರಾಕ್ ನಲ್ಲಿ ನಡೆದಂತ ಒಂದು ಘಟನೆ ಆಗಿದೆ.
അവർ പെന്തക്കോസുകാരല്ല, ಅವರು ಪೆಂತಕೋಸ್ನವರಲ್ಲ, എന്നാൽ അവർ യേശു ക്രിസ്തുവിന് വേണ്ടി ജീവൻ ഏൽപ്പിച്ചു കൊടുത്തവരാണ്. ಅವರು ಯೇಸು ಕ್ರಿಸ್ತನ ನಿಮಿತ್ತವಾಗಿ ಪ್ರಾಣವನ್ನೇ ಕೊಟ್ಟವರು. അവർ യേശുവിനെ തള്ളിപ്പറഞ്ഞ് അവരുടെ ജീവൻ അവർക്ക് രക്ഷിക്കാമായിരുന്നു. ಯೇಸು ಕ್ರಿಸ್ತನನ್ನ ತಳ್ಳಿ ಬಿಟ್ಟು ಅವರು ಪ್ರಾಣವನ್ನ ಉಳಿಸಿಕೊಳ್ಳಬಹುದಾಗಿತ್ತು. എന്നാൽ യേശുവിന് വേണ്ടി അവർ ജീവൻ വെച്ചു കൊടുക്കുവാൻ തയ്യാറായെങ്കിൽ അവൻ ദൈവം അവരെ ഒരു നാളും കൈവിടുകയില്ല. ಅವರು ಕರ್ತನಾದ ಯೇಸು ಕ್ರಿಸ್ತನಿಗಾಗಿ ತಮ್ಮ ಪ್ರಾಣವನ್ನೇ ಕೊಡಲು ಸಿದ್ಧರಾದ್ದರಿಂದ ಕರ್ತನವರನ್ನು ಎಂದಿಗೂ ಮರೆಯುವುದಿಲ್ಲ. ഇറാഖിൽ അനേക ക്രിസ്ത്യാനികൾ അവൻ കൊല്ലപ്പെട്ടതായിട്ട് നമുക്ക് ആ പത്രദ്വാര മനസ്സിലാക്കുവാൻ കഴിയും. ಇರಾಕ್ ದೇಶದಲ್ಲಿ ಉಂಟಾದ ಪೀಡನೆಯಲ್ಲಿ ಅನೇಕ ಕ್ರೈಸ್ತರು ಮರಣ ಹೊಂದಿದಿರುವುದಾಗಿ ನೋಡುತ್ತೇವೆ. അത് മാത്രമല്ല, ദൈവാനിൽ ഒരു പാസ്റ്ററേയും ഭാര്യയും ഒരുമിച്ച് അവരെ പബ്ലിക് സ്ഥലത്ത് തീയിട്ട് ചുട്ട ഒരു കാഴ്ചയാണ് നാം ഇപ്പോൾ കാണുന്നത്. ಒಬ್ಬರು ಸೇವಕರನ್ನ ಅವರ ಹೆಂಡತಿಯನ್ನ ಬಹಿರಂಗವಾಗಿ ಪಬ್ಲಿಕ್ ಪ್ಲೇಸ್ ನಲ್ಲಿ ಸುಟ್ಟಂತ ಒಂದು ಚಿತ್ರ ತೋರಿಸ್ತಾ ಇದ್ದೇನೆ. അവൻ കർത്താവിന് വേണ്ടി ആ ഒരു ഭാര്യയും ഭർത്താവും അവരുടെ ജീവൻ ഏൽപ്പിച്ചു കൊടുത്തു. പരസ്യ സ്ഥലത്തിട്ട് അവരെ ചുട്ടുകളഞ്ഞു. ಬಹಿರಂಗ ಸ್ಥಳದಲ್ಲಿ ಕರ್ತನ ಸೇರಿದ ಅವರ ಕುಟುಂಬವನ್ನ ಸುಟ್ಟು ಹಾಕಿದ ಚಿತ್ರವನ್ನು ತೋರಿಸುತ್ತಿದ್ದೇನೆ. ഈ 2015 ചില പെൺകുട്ടികളുടെ മേൽ അവർ ക്രിസ്ത്യാനികളായതുകൊണ്ട് ആസിഡ് കോരി ഒഴിച്ച് അവർ തീ അങ്ങനെ ആസിഡിനാൽ വെന്തുപോയതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. 2015 ಯುವತಿಯರು ಯೇಸು ಕ್ರಿಸ್ತನ ನಂಬಿದರ ಮುಖಾಂತರವಾಗಿ ಅವರ ಮೇಲೆ ಆಸಿಡ್ ದಾಳಿಗಳು ನಡೆದವು. അവൻ സിറിഞ്ചിനകത്ത് അവര് ഈ ആസിഡ് നിറച്ച ശേഷം അവരുടെ മുഖത്തേക്കും അവരുടെ ശരീരത്തിലേക്കും അവർ പമ്പ് ചെയ്യുകയുണ്ടായി. ಸಿರೇಜಿನಲ್ಲಿ ಆಸಿಡ್ ಅನ್ನು ತುಂಬಿಕೊಂಡು ಹೆಣ್ಣು ಮಕ್ಕಳ ಮೇಲೆ ಅವರು ಸಿಂಪಡಣೆ ಮಾಡಿದ್ರೆಂಬುದಾಗಿ ನೋಡುತ್ತೇವೆ. ഇതൊക്കെ വിളിച്ചറിയിക്കുന്നത് അവന്റെ മഹോദ്രവ കാലത്ത് അവൻ ക്രിസ്തുവിന് വേണ്ടി തലയറുക്കപ്പെടുന്നവരുണ്ട്. അതിന് മുന്നോടിയായിട്ടാണ്, നമ്മുടെ മുന്നറിയിപ്പായിട്ടാണ് ഇതൊക്കെയും അവൻ നാം കാണുന്നത്. ಮಹೋಪದ್ರವ ಕಾಲದಲ್ಲಿ ನಡೆಯಬಹುದಾದ ಅತಿ ಭಯಂಕರವಾದ ಪೀಡನೆಯ ಮುನ್ನುಡಿಯಾಗಿ ಈಗ ನಡೀತಕ್ಕಂತ ಘಟನೆಗಳನ್ನು ಕಾಣಬಹುದಾಗಿದೆ. അവൻ ദൈവസഭയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവേ ഒരു പീഡനം അയക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ಅನೇಕ ಸಾರಿ ನಾನು ಪ್ರಾರ್ಥನೆ ಮಾಡುವಾಗ ದೇವರೇ ಜಗತ್ತಿಗೆ ಒಂದು ಉಪದ್ರವವನ್ನು ಕಳಿಸಿ ಎಂದು ಪ್ರಾರ್ಥಿಸಿದ್ದೇನೆ. അവൻ നിങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടാണ് എന്റെ പ്രാർത്ഥന. ನಿಮ್ಮ ಪ್ರಾರ್ಥನೆಗಿಂತ ಸ್ವಲ್ಪ ಭಿನ್ನವಾಗಿರುತ್ತದೆ ನನ್ನ ಪ್ರಾರ್ಥನೆ. നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്നത് ഒരു പീഡനം ഉണ്ടാകല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നാൽ ഞാൻ പലപ്പോഴും പ്രാർത്ഥിക്കാറുള്ളത് ഒരു പീഡനത്തെ അയക്കണമേ, എങ്കിൽ മാത്രമേ അതിനും മണിയും തിരികെയുള്ളൂ. ನಾವು ಪ್ರಾರ್ಥಿಸುವಾಗ ದೇವರೇ ಉಪದ್ರವಗಳು ಬೇಡ ಎಂದು ಬೇಡುತ್ತೇವೆ. ಆದರೆ ನಾನು ಪ್ರಾರ್ಥನೆ ಮಾಡುವಾಗ ಸ್ವಾಮಿ ಜಗತ್ತಿಗೆ ಒಂದು ಪೀಡನೆ ಕಳಿಸಿಕೊಡು, ಆಗ ಜೊಳ್ಳು ಯಾವುದು ಗಟ್ಟಿ ಯಾವುದು ಎಂಬುದಾಗಿ ತಿಳಿಯುತ್ತದೆ. യഥാർത്ഥ വിശ്വാസിയെയും കപട വിശ്വാസിയെയും തിരിച്ചറിയണമെങ്കിൽ ഒരു പീഡനം ഉണ്ടാകണം. ಯಥಾರ್ಥ ವಿಶ್ವಾಸಿ ಯಾರು, ಕಪಟವಾದ ವಿಶ್ವಾಸಿ ಯಾರು ಎಂಬುದಾಗಿ ತಿಳಿಯಬೇಕಾದ್ರೆ ಒಂದು ಉಪದ್ರವ ಬರಬೇಕಿದೆ. ഏറെ താമസിയാതെ കേരളത്തിലും ഇന്ത്യയിലും ഈ പ്രതികൂലം വർദ്ധിക്കുവാൻ പോകുകയാണ്. ನಾವು ಎಷ್ಟೋ ಬೇಗನೆ ಕೇರಳದಲ್ಲಿ ಮತ್ತು ಇತರ ಕಾಡುಗಳಲ್ಲಿ ಇಂಥ ಉಪದ್ರವಗಳು ಬರ್ಲಿಕ್ಕಿದೆ. അപ്പോൾ മാത്രമേ യഥാർത്ഥ വിശ്വാസിയെ തിരിച്ചറിയുവാൻ കഴിയുള്ളൂ. ಅಂತ ಸಂದರ್ಭದಲ್ಲಿ ಮಾತ್ರವೇ ನಿಜವಾದ ಕ್ರೈಸ್ತರು ಯಾರೆಂದು ತಿಳಿಯಲು ಸಾಧ್ಯ. ഇന്തോനേഷ്യയിലെ ഒരു അണ്ടർഗ്രൗണ്ട് ചർച്ചിൽ പെട്ടെന്ന് കമ്മ്യൂണിസ്റ്റുകാർ തോക്കുമായി കയറി. ಇಂಡೋನೇಷ್ಯಾದಲ್ಲಿ ಒಮ್ಮೆ ಆರಾಧನೆ ನಡೀತಿದ್ದಾಗ ಬಂದೂಕುಗಳನ್ನೇ ಸೈನಿಕರು ಬಂದರು. അവര് കയറി കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് ഇതാണ്. അവര് തോക്കുമായി കയറി കഴിഞ്ഞ് പറഞ്ഞു, എല്ലാവരും ഞങ്ങളുടെ ബൈബിളിൽ തുപ്പി മാറ്റിയിടുക എന്ന് പറഞ്ഞു. ಅವರು ಒಳಗೆ ಬಂದು ಎಲ್ಲರೂ ನಿಮ್ಮ ಬೈಬಲ್ಗಳ ಮೇಲೆ ಉಗಿಳಿ ಬಿಸಾಕ್ರಿ ಎಂಬುದಾಗಿ ಕೇಳಿಕೊಂಡರು. എന്നിട്ട് യേശുവിനെ തള്ളി പറയുവാൻ പറഞ്ഞു. ಅವ್ರು ಹೇಳಿದ್ರು, ಯೇಸುವನ್ನ ನೀವು ತಳ್ಳಿ ಹೇಳ್ಬೇಕು. അപ്പൊ പാസ്റ്റർ ഇങ്ങനെ ചിന്തിച്ചു, നാം പാമ്പിനെ പോലെ ബുദ്ധിയും പ്രാവിനെ പോലെ നിഷ്കളങ്കരമായിരിക്കണമെന്നല്ലേ കർത്താവ് പറഞ്ഞത്. ಒಬ್ಬ ಸೇವಕರು ಹಿಂಗ ಅಂದ್ಕೊಂಡ್ರು, ಕರ್ತನ ಹೇಳಿದ್ದು ಏನು, ಹಾವಿನಂತೆ ಬುದ್ಧಿವಂತರು ಪಾರಿವಾಳದಂತೆ ನಿಷ್ಕಪಟಿಗಳು ಆಗಿರ್ರಿ ಎಂಬುದಾಗಿ. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിലാണ് യേശു ഉള്ളത്. വായു കൊണ്ട് യേശുവിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ല എന്ന് ഞാൻ ചിന്തിച്ചു. ಆ ಸೇವಕರು ಈಗ ಅಂದ್ಕೊಂಡ್ರು, ಯೇಸು ಇರೋದ್ರಲ್ಲಿ ಬಾಯಿಯಿಂದ ತಳ್ಳಿ ಬಿಟ್ರೆ ಏನು ಪ್ರಯೋಜನ, ಏನು ಆಗುವುದಿಲ್ಲ ಎಂಬುದಾಗಿ ಅಂದುಕೊಂಡರು.
അങ്ങനെ പാസ്റ്റർ ആദ്യം ബൈബിൾ തുപ്പിയ ശേഷം അവിടെ മാറ്റിവെച്ചു. യേശുവിനെ തള്ളി പറഞ്ഞു. അങ്ങനെ ഓരോരുത്തരെ അങ്ങനെ മാറ്റി നിർത്തിയുണ്ടായി. ಸೇವಕರು ಕೂಡ ಮೊದಲನೇದಾಗಿ ಬೈಬಲ್ ಮೇಲೆ ಉಗುಳಿ ಯೇಸುವನ್ನ ತಳ್ಳಿಬಿಟ್ಟರು. ತದನಂತರ ಒಬ್ಬರು ಇನ್ನೊಬ್ಬರು ಕೂಡ ಅದೇ ಪ್ರಕಾರ ಮಾಡಿದರು. അവസാനം 18 വയസ്സുള്ള ഒരു പെൺകുട്ടി ഇവിടെ ഊഴമായിരുന്നു. ಆಗ 18 ವರ್ಷ ವಯಸ್ಸುಳ್ಳ ಒಂದು ಹೆಣ್ಣು ಮಗಳ ಸರತಿ ಬಂದಿತ್ತು. അവളുടെ ബൈബിൾ തുപ്പാതെ അവൾ മാറി നിന്നു. ಆಕೆ ಬೈಬಲ್ ಮೇಲೆ ಉಗುಳದೆ ಪಕ್ಕಕ್ಕೆ ನಿಂತಳು. അവൾ പറഞ്ഞു, ഞാൻ ഈ ബൈബിൾ തുപ്പുകയില്ല, ഇത് എന്റെ ആത്മമണവാളന്റെ ഫലലേഖനമാണ്, ഞാൻ തുപ്പുകയില്ല എന്ന് പറഞ്ഞു. ಆಕೆ ಹೇಳಿದಳು, ಇದರ ಮೇಲೆ ನಾನು ಎಂದಿಗೂ ಉಗುಳುವುದಿಲ್ಲ, ನನ್ನ ಪ್ರಿಯ ಕರ್ತನ ಪ್ರೇಮ ಪತ್ರ ಇದಾಗಿದೆ ಎಂಬುದಾಗಿ ಹೇಳಿದಳು. പെട്ടെന്ന് കമ്മ്യൂണിസ്റ്റുകാർ അവളുടെ നെഞ്ചിന് നേരെ വെടിവെച്ചു. അത് ബൈബിളിലൂടെ അവളുടെ നെഞ്ച് ആകം തുറന്ന് പിളർന്ന് അവൾ അവിടെ പിടഞ്ഞു മരിച്ചു. ಆಗ ಕಮಿಷನ್ ಅವರು ಆಕೆಯನ್ನು ಬಂದೂಕಿನಿಂದ ಶೂಟ್ ಮಾಡಿದಾಗ ಬೈಬಲ್ ಮೂಲಕ ಆ ಗುಂಡು ಆಕೆ ಎದೆಯನ್ನು ಒಕ್ಕಿತ್ತೆಂಬುದಾಗಿ ನೋಡುತ್ತೇವೆ. എല്ലാവരും ഒരു ദീർഘശ്വാസം വിട്ടു. ಎಲ್ಲರೂ ಒಂದು ದೊಡ್ಡ ನಿಟ್ಟಿಸಿರು ಬಿಟ್ಟರು. അവരെല്ലാം ചിന്തിച്ചു, എനിക്ക് ഞങ്ങൾക്ക് ജീവൻ കിട്ടിയല്ലോ എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ ಉಳಿದವರು ಅಂದುಕೊಂಡ್ರು ನಮ್ ಪ್ರಾಣ ಉಳಿತಲ್ಲ ಎಂಬುದಾಗಿ. ആ കമ്മ്യൂണിസ്റ്റുകാർ നേരെ യേശുവിനെ തള്ളിപ്പറഞ്ഞവർക്കെതിരെ തിരിഞ്ഞു. ಆಗ ಯೇಸು ಕ್ರಿಸ್ತನ್ನು ತಳ್ಳಿ ಬಿಟ್ಟವರ ವಿರುದ್ಧವಾಗಿ ಆ ಸೈನಿಕರು ನಿಂತರು. അവരോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ആശ്രയിപ്പാൻ, നിങ്ങളെ വിശ്വസിക്കുവാൻ കൊള്ളുകയില്ല. നിങ്ങൾ സേവിച്ച് യേശുവിനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞെങ്കിൽ ഞങ്ങളെ ഒരു ദിവസം തള്ളിപ്പറയും. അതുകൊണ്ട് നിങ്ങൾ ജീവനോടെ ഭൂമിയിൽ ഇരിക്കരുതെന്ന് പറഞ്ഞ് എല്ലാവരുടെയും നെഞ്ചിന് നേരെ നിറയൊഴിച്ചു. അവരെല്ലാം പിടഞ്ഞു മരിച്ചു. ನೀವು ನಂಬಿದ ಯೇಸು ಕ್ರಿಸ್ತನೇ ತಳ್ಳಿ ಬಿಟ್ಟಂತ ಜನರಿದ್ದೀರಿ, ಮುಂದೆ ನಮ್ಮನ್ನು ಕೂಡ ನೀವು ತಳ್ಳಿ ಬಿಡಬಹುದು, ಆದ್ರಿಂದ ನೀವು ಭೂಮಿ ಮೇಲೆ ಬದುಕಬಾರದೆಂಬುದಾಗಿ ಹೇಳಿ ಯೇಸು ಕ್ರಿಸ್ತನ ತಳ್ಳಿ ಹೇಳಿದ ಪ್ರತಿಯೊಬ್ಬರನ್ನು ಶೂಟ್ ಮಾಡಿ ಕೊಂದರು. അവരുടെ ജീവനെ നേടുവാൻ ശ്രമിച്ചു. പക്ഷേ അവരുടെ ജീവനെ നശിപ്പിച്ചത് മാത്രമല്ല, നിത്യജീവനും അവർക്ക് നഷ്ടമായി. ಅವರು ತಮ್ಮ ಪ್ರಾಣವನ್ನು ಉಳಿಸಿಕೊಳ್ಳಲು ಪ್ರಯತ್ನ ಪಟ್ಟರು, ಆದರೆ ಕಡೆಯಲ್ಲಿ ಅವರ ಪ್ರಾಣವೂ ಉಳಿಯಲಿಲ್ಲ, ನಿತ್ಯ ಜೀವವು ಅವರಿಗೆ ನಷ್ಟವಾಯಿತು. എന്നാൽ ആ പെൺകുട്ടിക്ക് അവളുടെ ജീവൻ നഷ്ടമായെങ്കിലും അവളുടെ നിത്യജീവൻ അവൻ നഷ്ടപ്പെടുത്തിയില്ല. ಆ ಹೆಣ್ಣು ಮಗಳಿಗೆ ಪ್ರಾಣ ನಷ್ಟವಾದರೂ ನಿತ್ಯ ಜೀವವು ಆಕೆಗೆ ತಪ್ಪಿ ಹೋಗಲಿಲ್ಲ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പീഡനങ്ങൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ ജീവൻ വരെയും യേശുവിനായി വെച്ചു കൊടുക്കുവാൻ എത്ര പേര് തയ്യാറാണ്? ಇಂಥ ಉಪದ್ರವಗಳು ಕಷ್ಟಗಳು ನಮಗೂ ಕೂಡ ಸಂಭವಿಸುವುದಾದರೆ ಕರ್ತನಾದ ಯೇಸು ಕ್ರಿಸ್ತನಿಗಾಗಿ ತಮ್ಮ ಪ್ರಾಣವನ್ನೇ ಕೊಡ್ಲಿಕ್ಕೆ ಎಷ್ಟು ಜನ ಸಿದ್ಧರಿದ್ದೀರಿ? അങ്ങനെ വലിയ പീഡനം അന്ന് മഹോദ്രവകാലത്തുണ്ടാകും. ಮಹೋಪದ್ರವ ಕಾಲದಲ್ಲಿ ಅತಿ ಭಯಂಕರವಾದ ಪೀಡನೆಗಳು ಉಂಟಾಗುತ್ತದೆ. യേശു ക്രിസ്തു പറഞ്ഞു, നിങ്ങളെ പിടിച്ചുകൊണ്ട് ന്യായാധിപന്മാരുടെ അടുക്കലേക്ക് കൊണ്ടുപോകും എന്നൊക്കെയും പറയുന്ന രംഗങ്ങൾ 24-ാം അധ്യായം മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൽ കാണുവാൻ കഴിയും. ಮತ್ತಾಯಿ 24ರಲ್ಲಿ ಕ್ರಿಸ್ತನು ಹೇಳಿದನು, ನನ್ನ ನಿಮಿತ್ತವಾಗಿ ನಿಮ್ಮನ್ನು ಅಧಿಕಾರಿಗಳು ಬಳಿಗೂ ಅರಸರ ಬಳಿಗೂ ಹಿಡ್ಕೊಂಡು ಹೋಗುವರು ಎಂಬುದಾಗಿ ಹೇಳಿದ್ದಾನೆ. അങ്ങനെ മഹാപീഡനങ്ങൾ അന്ന് ഉണ്ടാകും. ಆ ಮಹೋಪದ್ರವ ಕಾಲದಲ್ಲಿ ಈ ರೀತಿಯಾದ ಭಯಂಕರವಾದ ಉಪದ್ರವ ಉಂಟಾಗುತ್ತದೆ. അന്ന് അടുത്ത സംഭവം ഉണ്ടാകുന്നത് വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിലാണ്. ನಂತರ ನಡೀತಕ್ಕಂಥ ಉಪದ್ರವ ಪ್ರಕಟಣೆ 11ನೇ ಅಧ್ಯಾಯದಲ್ಲಿ. 13-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അടുത്ത സംഭവം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. 13ನೇ ಅಧ್ಯಾಯದ 16ರಿಂದ ಓದುವಾಗ ನಂತರ ನಡೀತಕ್ಕಂಥ ಉಪದ್ರವಗಳ ಬಗ್ಗೆ ಕಾಣಬಹುದಾಗಿರುತ್ತದೆ. ആരെങ്കിലും ഒരാള് കന്നഡ ഭാഷയിൽ ഒന്ന് വായിച്ച് സഹായിക്കാൻ നന്നായിരുന്നു. ಯಾರಾದ್ರೂ ಒಬ್ರು ಕನ್ನಡ ಭಾಷೆಯಲ್ಲಿ ಆ ಭಾಗವನ್ನು ಓದಿದ್ರೆ ಚೆನ್ನಾಗಿರ್ತಿತ್ತು. ആർക്കെങ്കിലും വായിക്കാൻ കഴിയുമെങ്കിൽ വായിക്കാം. ಈ ಎರಡನೆಯ ಮೃಗವು ದೊಡ್ಡವರು ಚಿಕ್ಕವರು ಐಶ್ವರ್ಯವಂತರು ಬಡವರು ಸ್ವತಂತ್ರರು ದಾಸರು ಎಲ್ಲರೂ ತಮ್ಮ ತಮ್ಮ ಬಲಗೈಯ ಮೇಲಾಗಲಿ ಹಣೆಯ ಮೇಲಾಗಲಿ ಗುರುತು ಹೊಂದಬೇಕೆಂತಲೂ ಆ ಗುರುತು ಯಾರಿಗಿಲ್ಲವೋ ಅವರು ಕ್ರಯ ವಿಕ್ರಯಗಳನ್ನು ನಡೆಸಿಕೊಡದೆಂತಲೂ ಆಜ್ಞೆ ಮಾಡುತ್ತದೆ. ಆ ಗುರುತು ಯಾವುದೆಂದರೆ ಮೊದಲನೆಯ ಮೃಗದ ಹೆಸರು ಅಥವಾ ಅದರ ಹೆಸರನ್ನು ಸೂಚಿಸುವ ಅಂಕೆ. ಇದರಲ್ಲಿ ಜ್ಞಾನವು ಅಡಕವಾಗಿದೆ. ಬುದ್ಧಿವಂತರು ಆ ಮೃಗದ ಅಂಕೆಯನ್ನು ಎಣಿಸಲಿ. ಅದು ಒಬ್ಬ ಮನುಷ್ಯರನ್ನು ಸೂಚಿಸುವ ಅಂಕೆಯಾಗಿದೆ. ಅದರ ಅಂಕೆಯು 666. അത് 666.
അത് 666 നമ്പർ. 66ನೇ ಸಂಖ್ಯೆಯನ್ನು ಸೂಚಿಸುವಂತದ್ದು ಗುರುತಾಗಿರುತ್ತದೆ. അപ്പോൾ നാം ഇവിടെ കാണുന്നത് ആ മൃഗത്തെയും അവന്റെ പ്രതിമയെയും നമസ്കരിച്ചില്ല എങ്കിൽ നമുക്ക് 666 നമ്പർ ലഭിക്കയില്ല. ನಾವು ಮೃಗವನ್ನಾಗಲಿ ಅದರ ಗುರುತನ್ನಾಗಲಿ ಹಾಕಿಕೊಳ್ಳದೆಯೋ ಅದಕ್ಕೆ ನಮಸ್ಕಾರ ಮಾಡದೆಯೋ ಹೋದರೆ ನಮಗೆ ಯಾವ ಗುರುತುಗಳು ಸಿಕ್ಕುವುದಿಲ್ಲ. അവൻ മൃഗത്തെ നമസ്കരിച്ചാൽ നമ്മുടെ കൈമേലോ നെറ്റിമേലോ ഒരു നമ്പർ തരും. ഒരു നമ്പർ തരും. എങ്കിൽ മാത്രമേ ക്രയവിക്രയങ്ങൾ നടക്കുകയുള്ളൂ. ക്രയവിക്രയങ്ങൾ നടക്കണമെങ്കിൽ നമ്മുടെ കൈമേലോ നെറ്റിമേലോ ഈ നമ്പർ നാം സ്വീകരിക്കണം. കേൾക്കാമോ? പാസ്റ്റർ ലീവ് ആയിട്ടുണ്ട്, എന്തോ പ്രശ്നം പറ്റിയെന്ന് തോന്നുന്നു അവിടെ പാസ്റ്റർ. ബിനോയ് അങ്ങ് തുടങ്ങിയ. ಓಕೆ, ಕ್ರಯ ವಿಕ್ರಯಗಳನ್ನು ನಡೆಯಬೇಕಾದ್ರೆ ಈ ಅಂಕಿ ಇರಬೇಕಾಗಿದೆ. അപ്പോൾ 666 എന്നുള്ള സംഖ്യ അവർ സ്വീകരിക്കുമ്പോൾ മാത്രമാണ് ക്രയവിക്രയങ്ങൾ നടക്കുന്നത്. 666 ಎಂಬ ಸಂಖ್ಯೆಯನ್ನ ಆಮೇಲೆ ಸ್ವೀಕರಿಸುವಾಗ ಮಾತ್ರವೇ ಕ್ರಯ ವಿಕ್ರಯಗಳನ್ನ ನಡೆಸುವುದಕ್ಕೆ ಸಾಧ್ಯ. അന്ന് നാണയങ്ങളോ കറൻസിയോ ഉണ്ടായിരിക്കില്ല. ಅವತ್ತು ಹಣ ಹಾಗೂ ನಾಣ್ಯಗಳು ಇರುವುದಿಲ್ಲ. അന്ന് നാണയമില്ലാത്ത കറൻസി ഇല്ലാത്ത ഒരു രാജ്യമായിരിക്കും. ಅವತ್ತು ಹಣ ಹಾಗೂ ಕರೆನ್ಸಿ ಇಲ್ಲದಂತ ಒಂದು ದಿನವಾಗಿರುತ್ತದೆ. നമ്മുടെ നരേന്ദ്രമോദി കറൻസി ഇല്ലാത്ത ഒരു ഇന്ത്യക്ക് വേണ്ടിയാണ് പ്രതീക്ഷയോടെ ക്രമീകരണങ്ങൾ ഒരുക്കുന്നത്. ನಮ್ಮ ಭಾರತ ದೇಶದ ಪ್ರಧಾನಿಯವರು ಈ ದಿನಗಳಲ್ಲಿ ಕರೆನ್ಸಿ ಇಲ್ಲದಂತ ಒಂದು ವ್ಯವಸ್ಥೆಯನ್ನು ಮಾಡಬೇಕೆಂಬುದಾಗಿ ಚಿಂತಿಸ್ತಾ ಇದ್ದಾರೆ. നമുക്ക് പ്ലാസ്റ്റിക് മണിയാണുള്ളത്. ಈಗ ಆ ಪ್ಲಾಸ್ಟಿಕ್ಕಿನ ಹಣವಾಗಿರುತ್ತದೆ എല്ലാവരുടെയും കയ്യില് ATM കാർഡുകളുണ്ട്. ನಮ್ಮೆಲ್ಲರ ಕೈಯಲ್ಲಿ ATM ಕಾರ್ಡ್ ಅದೇ. അത് സുരക്ഷിതമാണെന്ന് നാം ഒരിക്കൽ കരുതിയിരുന്നു. ಅದೊಂದು ನಮಗೆ ಬಹಳ ಸುರಕ್ಷಿತವಾದದ್ದು ಎಂಬುದಾಗಿ ನಾವು ತಿಳಿದುಕೊಂಡಿದ್ದೆವು. നമ്മുടെ അക്കൗണ്ടിൽ നമ്മുടെ പൈസ സുരക്ഷിതമായിരിക്കുമെന്ന് നാം ചിന്തിച്ച നാളുകളായിരുന്നു കഴിഞ്ഞത്. ನಮ್ಮ ಅಕೌಂಟಿನಲ್ಲಿ ನಮ್ಮ ಹಣವು ಬಹಳ ಸುರಕ್ಷಿತವಾಗಿರುತ್ತದೆ ಎಂಬುದಾಗಿ ನೆನೆಸಿದಂತ ದಿನಗಳಾಗಿದ್ದು. എന്നാൽ സംഭവിച്ചത് നമുക്കറിയാം, അക്കൗണ്ടിൽ നമ്മുടെ ATM കാർഡിന്റെ ക്രമീകരണത്തിലൂടെ കറൻസി അഥവാ വലിയ തട്ടിപ്പുകൾ നടക്കുന്നതായിട്ട് നമുക്ക് ഇന്ന് അറിയുവാൻ കഴിയും. ಈ ATM ಕಾರ್ಡಿನ ಮುಖಾಂತರವಾಗಿ ನಮ್ಮ ಕರೆನ್ಸಿಗಳನ್ನ ತೆಗೆದುಕೊಳ್ಳುತ್ತಾ ಇರುವುದನ್ನು ನಮಗೆ ನೋಡ್ಲಿಕ್ಕೆ ಸಾಧ್ಯವಾಗ್ತದೆ. അതിന്റെ മുന്നോടിയായി ഇന്നും ചില ക്രമീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ಅದರ ಮುನ್ನೋಡಿಯಾಗಿ ಅನೇಕ ಕಾರ್ಯಗಳು ಈಗಲೂ ಸಹ ನಡೆಯುತ್ತಾ ಇದೆ. നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ നമ്മുടെ സാധനങ്ങൾ അവർ സ്കാൻ ചെയ്ത് അവര് അക്കൗണ്ടിൽ ക്രമീകരണങ്ങൾ ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളെ പോലെ വില കൂട്ടി എഴുതേണ്ട കാര്യമില്ല. ഈ ബാർകോഡിൽ സ്കാൻ ചെയ്താൽ നമ്മുടെ സാധനങ്ങളുടെ വില മനസ്സിലാക്കാൻ കഴിയും. ನಮಗೆ ಈಗ ಅಂಗಡಿಗೆ ಹೋಗುವಂತ ಸಮಯದಲ್ಲಿ ನಮ್ಮ ATM ಕಾರ್ಡ್ ಅನ್ನ ಸ್ಕ್ಯಾನ್ ಮಾಡಿ ನಮ್ಮ ಅಕೌಂಟ್ ಇಂದ ಹಣವನ್ನು ತೆಗೆದುಕೊಳ್ಳುತ್ತಾರೆ. ಮಾತ್ರವಲ್ಲ, ಬೆಲೆಯನ್ನ ನಮಗೆ ನೋಡುವುದಕ್ಕೆ ಬೇಕಾಗಿಲ್ಲ. ನಮ್ಮ ಈ ಬಾರ್ ಕೋಡ್ ಅನ್ನ ಸ್ಕ್ಯಾನ್ ಮಾಡಿದಾಗ್ಲೇ ಅದರ ಬೆಲೆಯನ್ನ ನಮಗೆ ತಿಳಿದುಕೊಳ್ಳಲಿಕ್ಕೆ ಸಾಧ್ಯವಾಗ್ತದೆ. ഒരു ബാർകോഡിന്റെ മാതൃകയാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ಒಂದು ಬಾರ್ ಕೋಡಿನ ಮಾದರಿಯನ್ನಾಗಿದೆ ನಾನು ಈ ಸ್ಕ್ರೀನ್ ನ ಮೇಲೆ ನಿಮ್ಮ ಮುಂದೆ ತೋರಿಸ್ತಾ ಇರುವಂತದ್ದು. ഇതിന്റെ ഒരറ്റത്ത് ഒരു നീണ്ട ലൈൻ ഉണ്ട്, നടുക്കൊരു നീണ്ട ലൈൻ ഉണ്ട്, അവസാനം ഒരു നീണ്ട ലൈൻ കാണുന്നു. ನಾವು ಅಲ್ಲಿ ನೋಡ್ತೇವೆ, ಮೊದಲಾಗಿ 2 ಉದ್ದನೆಯ ಲೈನ್, ಅದಾದ ನಂತರ ಮಧ್ಯದಲ್ಲಿ 2 ಉದ್ದನೆಯ ಲೈನ್, ಅದಾದ ನಂತರ ಕೊನೆಯಲ್ಲಿ 2 ಉದ್ದನೆಯ ಲೈನ್ ಅನ್ನ ನಮಗೆ ಕಾಣಲಿಕ್ಕೆ ಸಾಧ್ಯವಾಗ್ತದೆ. ഇരട്ട ലൈനുകളാണ്. ಅದು 2 ಲೈನ್ಗಳಾಗಿದೆ ನಾವು ಕಾಣ್ತಾ ಇರುವಂತದ್ದು. അതിന്റെ മൂല്യം 6 ഓരോ ലൈനിന്റെ മൂല്യം 6. ಅದರ ಒಂದೊಂದು ಲೈನ್ ನ ಬೆಲೆ ಎಂಬುದಾಗಿ ಹೇಳುವಂತದ್ದು 6 ಎಂಬುದಾಗಿ ಆಗಿದೆ. എല്ലാ ബാർകോഡിലും ഈ 2 ലൈൻ വീതമുള്ള ചില കോഡ് കാണാം. അതിന്റെ മൂല്യം 666. ಎಲ್ಲಾ ಬಾರ್ ಕೋಡ್ ನಲ್ಲಿಯೂ ಸಹ ಈ 2 ಲೈನ್ ಎಂಬುದನ್ನು ನಮಗೆ ಕಾಣ್ಲಿಕ್ಕೆ ಸಾಧ್ಯವಾಗ್ತದೆ. ಅದರ ಮೌಲ್ಯ ಎಂಬುದಾಗಿ ಹೇಳುವಂತದ್ದು 666 ಎಂಬುದಾಗಿ. അതുകൊണ്ട് നോക്കുക, ഈ ദിവസങ്ങളിൽ തന്നെ അന്ന് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളുടെ മുന്നറിയിപ്പായി നമ്മുടെ കൺമുമ്പിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു.
ಅದನ್ನೇ ನಮಗೆ ನೋಡಬಹುದು. ಮುಂದೆ ನಡೆಯಬೇಕಾದಂತಹ ಸಂಗತಿಗಳನ್ನ ಇವತ್ತು ನಾವು ನಮ್ಮ ಕಣ್ಣ ಮುಂದೆಯೇ ನಾವು ಕಾಣ್ತಾ ಇದ್ದೇವೆ. ഇന്ന് RFID എന്ന് പറയുന്ന ഒരു ചെറിയ ചിപ്പ് കണ്ടെത്തിയിരിക്കുന്നു. RFID ಎಂಬುದಾಗಿ ಹೇಳುವಂತ ಒಂದು ಸಣ್ಣ ಚಿಪ್ ಅನ್ನ ಈಗ ಕಂಡುಹಿಡಿದಿದ್ದಾರೆ. ചിപ്പിന്റെ വലിപ്പം ഒരു അരിയുടെ വലിപ്പം മാത്രമേ ഉള്ളൂ. അതാണ് കാണിക്കുന്നത്. ಅದರ ದಪ್ಪ ಎಂಬುದಾಗಿ ಹೇಳುವಂತದ್ದು ಆ ಚಿಪ್ಪಿನ ದಪ್ಪ ಒಂದು ಅಕ್ಕಿ ಕಾಳಿನ ದಪ್ಪವಾಗಿದೆ, ಅದನ್ನಾಗಿದೆ ನಾವು ಸ್ಕ್ರೀನ್ ನಲ್ಲಿ ನೋಡ್ತಾ ಇರುವಂತದ್ದು. നമ്മുടെ സകല കാര്യങ്ങളും ഡീറ്റെയിലുകളും ഈ ചിപ്പിനകത്താക്കി നമ്മുടെ ശരീരത്തിൽ അത് വെക്കുവാൻ കഴിയും. ನಮ್ಮ ಎಲ್ಲಾ ವಿಚಾರಗಳನ್ನ ಇದರಲ್ಲಿ ಸಂಗ್ರಹಿಸಿ ನಮ್ಮ ಶರೀರದ ಅಂಗದಲ್ಲಿ ಅದನ್ನ ಸೇರಿಸ್ತಾರೆ. അത് നമ്മുടെ നെറ്റിയിൽ അത് പതിക്കുവാൻ കഴിയും. ಅದು ನಮ್ಮ ಹಣೆಯ ಮೇಲೆ ಹಾಕುತ್ತಾರೆ. അത് നമ്മുടെ കയ്യിൽ വെക്കുവാൻ കഴിയും. ಅದು ಅಥವಾ ನಮ್ಮ ಕೈಯಲ್ಲಿ ಸಹ ಅದನ್ನ ಸೇರಿಸ್ತಾರೆ. ഈ നെല്ലരിയുടെ വലിപ്പമുള്ള ആ ചിപ്പ് നമ്മുടെ ശരീരത്തിൽ വെച്ചാൽ നമ്മുടെ സകല ഡീറ്റെയിൽസും അത് ഉൾക്കൊണ്ടിരിക്കും. ಈ ಅಕ್ಕಿ ಕಾಳಿನ ದಪ್ಪದಲ್ಲಿರುವಂತ ಈ ಚಿಪ್ ಅನ್ನ ನಮ್ಮ ಶರೀರದ ಅಂಗದಲ್ಲಿ ಅದನ್ನ ಸೇರಿಸುವಾಗ ನಮ್ಮದೇ ಆದಂತ ಎಲ್ಲಾ ವಿಚಾರಗಳು ಅದರಲ್ಲಿ ಸಂಗ್ರಹಿಸಲ್ಪಟ್ಟಿರುತ್ತದೆ. ATM ಕಾರ್ಡ್ സുരക്ഷിതമല്ല. ATM ಕಾರ್ಡ್ സുരക്ഷിതമല്ല. സുരക്ഷിതമാക്കുക നമ്മുടെ ധനം സുരക്ഷിതമാക്കുവാൻ വേണ്ടി അതിന്റെ സകല ഡീറ്റെയിൽസും കൈമേലോ നെറ്റിമേലോ ഈ ചിപ്പ് വെച്ച് അവര് വളരെ സുരക്ഷിതമാക്കുന്നു. ನಮ್ಮದೇ ಆದಂತ ಎಲ್ಲಾ ವಿಷಯವನ್ನ ಸುರಕ್ಷಿತವಾಗಿ ಇಡುವುದಕ್ಕಾಗಿ ಈ ಚಿಪ್ ನಲ್ಲಿ ಎಲ್ಲವನ್ನು ಸಂಗ್ರಹಿಸಿ ನಮ್ಮ ಹಣೆಯ ಮೇಲೆಯೋ ನಮ್ಮ ಕೈಯಲ್ಲಿಯೋ ಇದನ್ನ ಇಡುತ್ತಾರೆ. മഹോദ്രവകാലത്ത് പ്രതിമയെ എതിർക്രിസ്തുവിന്റെ വിഗ്രഹത്തെ നമസ്കരിച്ചെങ്കിൽ മാത്രമേ ഈ സംഖ്യ ലഭിക്കുകയുള്ളൂ, ഈ മുദ്ര ലഭിക്കുകയുള്ളൂ. ಎದುರು ಕ್ರಿಸ್ತನ ಕಾಲದಲ್ಲಿ ಅವುಗಳನ್ನ ವಿರೋಧಿಸುವಾಗ ಮಾತ್ರವೇ ನಮಗೆ ಈ ಸಂಖ್ಯೆ ಅಥವಾ ಈ ಚಿಪ್ಪು ಸಿಗುವಂತದ್ದು. ഇങ്ങനെ അന്ന് വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യണമെങ്കിൽ ഈ മുദ്രയേറ്റെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ. ಅವತ್ತು ನಾವು ಕ್ರಯ ವಿಕ್ರಯಗಳನ್ನ ಮಾಡಬೇಕಾದ್ರೆ ಈ ಮುದ್ರೆಯನ್ನ ನಾವು ಹೊಂದಿಕೊಂಡವರಾಗಿದ್ರೆ ಮಾತ್ರವೇ ಮಾಡ್ಲಿಕ್ಕೆ ಸಾಧ್ಯ. ഇന്ന് പലയിടങ്ങളിലും പല രാജ്യങ്ങളിലും ഈ ചിപ്പ് ആവിർഭവിക്കുകയും അത് അവർ നടത്തിപ്പിൽ കൊണ്ടുവരികയും ചെയ്തിരിക്കുകയാണ്. ಇವತ್ತು ಅನೇಕ ದೇಶಗಳಲ್ಲಿ ಅನೇಕ ಕಂಪನಿಗಳಲ್ಲಿ ಇದನ್ನ ಅವರು ಅನುಮತಿ ಕೊಟ್ಟು ಅವರಲ್ಲಿ ಇದನ್ನ ತೆಗೆದುಕೊಂಡು ಅದನ್ನ ಕಾರ್ಯರೂಪಕ್ಕೆ ತಂದಿದ್ದಾರೆ. അതുകൊണ്ട് ചിലര് പറയുന്നു ഇത് മഹോദ്രവകാലമാണ്, ഇന്ന് മഹോദ്രവകാലം നടക്കുകയാണെന്ന് പറയുന്നുണ്ട്. ಕೆಲವರು ಹೇಳ್ತಾರೆ ಇದು ಮಹಾ ಉಪದ್ರವದ ಕಾಲಘಟ್ಟ ಎಂಬುದಾಗಿ ಕೆಲವರು ಇದರ ಕುರಿತಾಗಿ ಹೇಳುವರುಂಟು. ഇത് മഹോദ്രവത്തിന്റെ കാലമല്ല, ഇത് കൃപയുടെ കാലമാണ്. മഹോദ്രവകാലം വരണമെങ്കിൽ എതിർ ക്രിസ്തു തന്റെ ഭരണം നടത്തണം. ಇದು ಮಹೋಪದ್ರವದ ಕಾಲವಲ್ಲ, ಇದು ಕೃಪೆಯ ಕಾಲಘಟ್ಟವಾಗಿದೆ. ಮಹೋಪದ್ರವದ ಕಾಲಘಟ್ಟವು ಬರಬೇಕಾದರೆ ಕ್ರೈಸ್ತ ವಿರೋಧಿಯು ಆತನ ಆಡಳಿತವನ್ನು ಆರಂಭಿಸಬೇಕು. എന്നാൽ ഇത് നമുക്കൊരു മുന്നറിയിപ്പായിട്ട് ദൈവം നമ്മുടെ കൺമുമ്പിൽ കാണിക്കുകയാണ്. ಆದರೆ ದೇವರು ಇದನ್ನು ನಮಗೆ ಒಂದು ಮುನ್ಸೂಚನೆಯಾಗಿ ತೋರಿಸುತ್ತಾ ಇದ್ದಾರೆ. ദൈവവചനത്തിൽ പറയുന്ന ഒന്നും തെറ്റല്ല, അത് വാസ്തവമാണ്. അത് അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് ഒരു മുന്നറിയിപ്പായി ദൈവത്തിലെ എന്റെയും നിങ്ങളുടെ മുമ്പിൽ കർത്താവ് കാണിക്കുകയാണ്. ದೇವರ ವಾಕ್ಯದ ಮುಖಾಂತರವಾಗಿ ಅದು ತಪ್ಪಲ್ಲ, ಇದೇ ರೀತಿಯಾಗಿ ಲೋಕದಲ್ಲಿ ನಡೆಯುತ್ತದೆ ಎಂಬುದನ್ನ ಮುಂಚಿತವಾಗಿ ದೇವರ ಮಕ್ಕಳಾದಂತ ನಮಗೆ ತೋರಿಸಿಕೊಡುತ್ತಾ ಇದ್ದಾರೆ. ഇത് അന്ന് ഈ ചിപ്പ് ഏറ്റില്ലെങ്കിൽ അവർക്ക് വിൽക്കാനോ വാങ്ങുവാനോ കഴിയുകയില്ല, അവർക്ക് സാധനം വാങ്ങുവാൻ കഴിയുകയില്ല, ഒരു തുള്ളി വെള്ളം കുടിക്കണമെങ്കിൽ അത് വാങ്ങുവാൻ കഴിയുകയില്ല, റേഷൻ വാങ്ങണമെങ്കിൽ അത് വാങ്ങാൻ കഴിയുകയില്ല. കാരണം ഈ ചിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ക്രയവിക്രയങ്ങൾ നടത്തുവാൻ കഴിയുള്ളൂ. ಆ ಕಾಲಘಟ್ಟದಲ್ಲಿ ಚಿಪ್ ಇರುವವನಿಗೆ ಮಾತ್ರವೇ ಅಕ್ಕಿಯನ್ನಾಗಲಿ ಬೇಳೆಯನ್ನಾಗಲಿ ನಮಗೆ ಬೇಕಾದಂತ ಒಂದು ನೀರನ್ನಾಗಲಿ ಕೊಂಡುಕೊಳ್ಳುವುದಕ್ಕೆ ಸಾಧ್ಯವಾಗುವಂತದ್ದು. അത് ലഭിക്കണമെങ്കിൽ മൃഗത്തെയോ അതിന്റെ പ്രതിമയോ നമസ്കരിക്കണം. ಅದು ನಮಗೆ ಸಿಗಬೇಕಾದರೆ ಮೃಗವನ್ನು ಅದರ ಪ್ರತಿಮೆಯನ್ನು ವಿಗ್ರಹವನ್ನು ನಾವು ನಮಸ್ಕರಿಸಬೇಕು.
ആരെങ്കിലും ആ മുദ്ര ഏൽക്കാതെ ഇരുന്നാൽ ഒന്നുകിൽ അവർ പട്ടിണി കിടന്ന് മരിക്കും, അല്ലെങ്കിൽ അവർ എതിർ ക്രിസ്തുവിന്റെ വാളിന്റെ വായ്ത്തലയാൽ കൊല്ലപ്പെടും. ಅದಕ್ಕೆ ನಾವು ವಿರೋಧ ಮಾಡಿದರೆ ಒಂದಲ್ಲ ಏನು ತಿನ್ನುವುದಕ್ಕೆ ಇಲ್ಲದಾಗೆ ಸಾಯ್ತಾರೆ, ಇಲ್ಲಂದ್ರೆ ಕ್ರೈಸ್ತ ವಿರೋಧಿಯ ಖಡ್ಗಕ್ಕೆ ಅವರು ಮರಣ ಹೊಂದುತ್ತಾರೆ. അങ്ങനെ ആയിരങ്ങൾ രക്തസാക്ഷിയായി എന്ന് മരിക്കും. ಅವತ್ತು ಸಾವಿರಗಟ್ಟಲೆ ಜನರು രക്തസാക്ഷികളാಗಿ പ്രാണവനപ്പുತ್ತಾರೆ. അങ്ങനെയുള്ള ഉപദ്രവത്തിന്റെ മുന്നോടികളാണ് ഇന്ന് നമ്മുടെ മധ്യേ കാണുന്നത്. ಆಗಿ ಇರುವಂತಹ ಉಪದ್ರವಗಳ ಮುನ್ಸೂಚನೆಯನ್ನಾಗಿದೆ ಇವತ್ತಿನ ದಿನಗಳಲ್ಲಿ ನಾವು ನೋಡುತ್ತಾ ಇರುವಂತದ್ದು. ഇനി സംഭവിക്കുന്ന മറ്റൊരടയാളം കൂടെ പ്രസ്താവിക്കട്ടെ. ಇನ್ನು ನಡೆಯಬೇಕಾದಂತ ಮತ್ತೊಂದು ಗುರುತನ್ನ ನಿಮ್ಮ ಮುಂದೆ ಹೇಳಲಿಕ್ಕೆ ಇಷ್ಟಪಡುತ್ತೇನೆ. അവൻ യെരൂശലേം ദേവാലയം പണിയപ്പെടും. അതാണ് അടുത്ത ഏറ്റവും വലിയ അടയാളം. ಮತ್ತೊಂದು ಗುರುತು ಎಂಬುದಾಗಿ ಹೇಳುವಂತದ್ದು ಯೆರೂಸಲೇಮಿನಲ್ಲಿ ದೇವಾಲಯವು ಕಟ್ಟಲ್ಪಡುತ್ತದೆ. ಅದೇ ದೊಡ್ಡದಾದಂತ ಒಂದು ಗುರುತು. ഇന്ന് യഹൂദന് ഒരു ദേവാലയമില്ല. ಇವತ್ತು ಯಹೂದರಿಗೆ ಸೇರಿ ಬಂದು ಆರಾಧನೆ ಮಾಡುವುದಕ್ಕೆ ಒಂದು ದೇವಾಲಯವಿಲ್ಲ. AD 70 ആ ദേവാലയം തീത്തോസ് കൈസർ നശിപ്പിച്ചതുകൊണ്ട് അന്ന് ആ ദേവാലയം പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടു. AD 70 തീത്തോസ് കൈസರನ್ನು ಟೈಟಸ್ ಕೈಸರ್ ಅವರು ಅದನ್ನ ನಾಶ ಮಾಡಿದ ಮುಖಾಂತರವಾಗಿ ಆಲಯವು ನಷ್ಟವಾಗಿ ಹೋಯಿತು. അതിനുശേഷം അവർക്ക് ദേവാലയമില്ലാതെ അവര് ഒരു ദേവാലയം പണിയുവാനായി കാത്തിരിക്കുക. ಅದಾದ ನಂತರ ಒಂದು ದೇವರ ಆಲಯವು ಅವರಿಗೆ ಇಲ್ಲದ ಹಾಗೆ ಒಂದು ಆಲಯವನ್ನ ಕಟ್ಟುವುದಕ್ಕಾಗಿ ಅವರು ಎದುರು ನೋಡುತ್ತಾ ಇದ್ದಾರೆ. അവര് അവരുടെ ദേവാലയം നിന്നിരുന്ന സ്ഥാനത്ത് ഇന്ന് നിൽക്കുന്നത് ഡൂം ഓഫ് ദ റോക്ക് എന്ന് പറയുന്ന ഒരു മുസ്ലിം ദേവാലയമാണ്. ಇವತ್ತು ಅವರ ಆಲಯ ಕಟ್ಟಬೇಕಾದಂತ ಸ್ಥಳದಲ್ಲಿ ಇವತ್ತು ಇರುವಂತದ್ದು ತುಮಕ್ರೋತ್ ಎಂಬುದಾಗಿ ಹೇಳುವಂತ ಒಂದು ಮುಸ್ಲಿಂ ದೇವಾಲಯವಲ್ಲದೆ ಅಲ್ಲಿ ಅದೇ. യഹൂദന് അവൻ ഏറ്റവും കുറഞ്ഞത് 5 ദേവാലയങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ചരിത്രപരമായി 3 ദേവാലയവും പ്രാവചനികമായി 2 ദേവാലയവും അവർക്കുണ്ടാകും. ಯಹೂದರಿಗೆ 5 ದೇವಾಲಯದ ಕುರಿತಾಗಿ ನಾವು ಚರಿತ್ರೆ ಸತ್ಯವೇದದಲ್ಲಿ ಕಾಣಲಿಕ್ಕೆ ಸಾಧ್ಯವಾಗ್ತದೆ. ಚರಿತ್ರೆಯಾಗಿ 3 ಇನ್ನು 2 ಕಾಣಲಿಕ್ಕೂ ಸಾಧ್ಯವಾಗ್ತದೆ. ഒന്നാമത്തെ ദേവാലയം ശലോമോന്റെ ദേവാലയമായിരുന്നു. 1ನೆಯ ದೇವಾಲಯ ಶಲೋಮೋನನು ಕಟ್ಟಿದಂತ ದೇವಾಲಯ. അന്നത്തെ 7 അത്ഭുതങ്ങളിൽ ഒന്നായിരുന്നു ശലോമോന്റെ ദേവാലയം. ಅವತ್ತಿನ ಒಂದು ದೊಡ್ಡ ಅದ್ಭುತಗಳಲ್ಲಿ ಒಂದಾಗಿತ್ತು ಶಲೋಮೋನನ ದೇವಾಲಯ. ശലോമോൻ തന്റെ സകല മഹത്വവും ചേർത്ത് സകല മഹിമയും അനുസരിച്ച് അവന്റെ മഹത്വത്തിനൊത്തവണ്ണം ശ്രേഷ്ഠമായ ഒരു ദേവാലയം പണിതു. ಸೊಲೊಮೋನನು ತನ್ನ ಜ್ಞಾನಕ್ಕೆ ಮೀರಿದಾಗೆ ದೇವರ ಮಹಿಮೆಗೆ ತಕ್ಕದಾದಂತ ಒಂದು ಆಲಯವನ್ನು ಅಂದು ಕಟ್ಟಿದನು. എന്നാൽ BC 597 ನೆಬೂಕದ್ನೆಚ್ಚರ್ ಚಕ್ರವರ್ತಿ ಆ ದೇವಾಲಯ ನശിപ്പിച്ചു. ಆದರೆ BC 697 ನೆಬೂಕದ್ನೆಚ್ಚರ್ ಅರಸನು ಆ ದೇವಾಲಯವನ್ನ ನೆಲಸಮ ಮಾಡಿದನು. അങ്ങനെ ചില നാളുകൾ അവർക്ക് ദേവാലയമില്ലായിരുന്നു. ಅದಾದ ನಂತರ ಕೆಲವು ವರ್ಷಗಳು ಅವರಿಗೆ ಆಲಯವಿರಲಿಲ್ಲ. എന്നാൽ യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചു, കോരേശ് എന്ന ഇടയൻ അവൻ ദേവാലയത്തിന് അടിസ്ഥാനമിടുമെന്നുള്ള ആ യെശയ്യാ പ്രവചനത്തിലെ പ്രവചനം അക്ഷരീയമായി നിവർത്തിയായി. ಯೆಶಾಯ ಪ್ರವಾದಿಯು ಪ್ರವಾದನೆ ಮಾಡಿದ ಹಾಗೆ ಕೊರೇಶನು ಆಲಯಕ್ಕೆ ಅಸ್ಥಿವಾರವನ್ನು ಹಾಕುತ್ತಾನೆ ಎಂಬುದಾಗಿ ಹೇಳಿದ ಹಾಗೆ ಅದು ಅದೇ ರೀತಿಯಲ್ಲಿ ನೆರವೇರಿತು. 70 വർഷം കൊണ്ട് ബാബിലോൺ സാമ്രാജ്യത്തിന് തിരശീല വീണു. 70 ವರ್ಷದಲ್ಲಿ ಬಾಬಿಲೋನಿನ ಕಾರ್ಯಕ್ಕೆ ಒಂದು ತೆರೆ ಬಿದ್ದಿತು. അത് കഴിഞ്ഞ് കോരേശ് എന്ന് പറയുന്ന ഒരു പേർഷ്യൻ ചക്രവർത്തി ആധിപത്യത്തിൽ വന്നു. ಕೋರೇಶ್ ಎಂಬುದಾಗಿ ಹೇಳುವಂತ ಮತ್ತೊಂದು ಅನ್ಯ ದೇಶದ ಚಕ್ರವರ್ತಿಯು ಆಡಳಿತಕ್ಕೆ ಬಂದನು. കോരേശ് ഒരു പ്രഖ്യാപനം നടത്തിയത് ഇസ്രായേലിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ಕೋರೇಶ್ ರಾಜನು ಆತನು ಹೇಳಿದ ಮಾತುಗಳು ಎಸ್ರನ ಪುಸ್ತಕದಲ್ಲಿ ನಮಗೆ ನೋಡ್ಲಿಕ್ಕೆ ಸಾಧ್ಯವಾಗ್ತದೆ. സെരുബ്ബാബേലിന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം പേര് യെരൂശലേമിലേക്ക് വന്ന് അവർ ദേവാലയം പണിതു. ಸೆರುಬಾಬೆಲನ ನೇತೃತ್ವದಲ್ಲಿ ಒಂದು ಗುಂಪು ಜನರು ಬಾಬೆಲ್ನಿಂದ ಬಂದು ಅವರ ಆಲಯವನ್ನ ಕಟ್ಟುವುದಕ್ಕೆ ಪ್ರಾರಂಭಿಸಿದರು.
അങ്ങനെ ശലോമോൻ പണിത അതേ ദേവാലയ സ്ഥാനത്ത് ആമേൻ സെറുബാബേൽ ദേവാലയം പണിയുണ്ടായി. ಆಮೆನ್ ಹಲ್ಲೆಲೂಯಾ. ಸೊಲೊಮೋನನು ಕಟ್ಟಿದಂತ ಅದೇ ಆಲಯದ ಸ್ಥಳದಲ್ಲಿ ಜೆರುಬ್ಬಾಬೆಲನು ಒಂದು ಆಲಯವನ್ನು ಕಟ್ಟಲಿಕ್ಕೆ ಆರಂಭ ಮಾಡಿದನು. എന്നാൽ ശലോമോന്റെ ദേവാലയം കണ്ട പ്രായമുള്ളവർ ആ ദേവാലയത്തിന്റെ പ്രതിഷ്ഠാ സമയത്ത് ദുഃഖിച്ചു. എന്നാൽ യൗവനക്കാരോ സന്തോഷിച്ചു. ಆಮೀನ್. ಸೊಲೊಮೋನನು ಕಟ್ಟಿದಂತ ಆಲಯದ ಆ ಚಿತ್ರಣವನ್ನ ಕಂಡಂತ ವಯಸ್ಸಾದವರು ಈ ಜೆರುಬ್ಬಾಬೆಲನು ಕಟ್ಟಿದಂತ ಆಲಯದ ಮುಂದೆ ದುಃಖಪಟ್ಟರು. ಆದರೆ ಯವನಸ್ಥರು ಕುಣಿದು ಕುಪ್ಪಳಿಸಿ ಸಂತೋಷಿಸಿದರು. സെരുബ്ബാബേലിന്റെ ദേവാലയത്തിന് ശലോമോന്റെ ദേവാലയത്തിന്റെ അത്രയോ മഹത്വമോ അതിൻ്റെതായ വലിപ്പമോ അതിൻ്റെതായ ശ്രേഷ്ഠതയില്ലായിരുന്നതുകൊണ്ട് പ്രായമായവർ ദുഃഖിച്ചു. ಹಲ್ಲೆಲೂಯಾ. ಸೊಲೊಮೋನನು ಕಟ್ಟಿದ ಹಾಗೆ ಜೆರುಬ್ಬಾಬೆಲನು ಕಟ್ಟುವುದಕ್ಕೆ ಆಗದ ಹಾಗೆ ಅದರಷ್ಟು ದಪ್ಪವೋ ಉದ್ದವೋ ಇಲ್ಲದೆ ಇರುವುದನ್ನ ಕಂಡಂತ ಪಿತೃಗಳು ಬಹಳವಾಗಿ ದುಃಖಿಸಿದರು. എന്നാൽ യൗവനക്കാർ സന്തോഷിച്ചു. ಆದರೆ ಯವನಸ್ಥರು ಬಹಳ ಸಂತೋಷವುಳ್ಳವರಾಗಿ ಮಾರ್ಪಟ್ಟರು. ഭാഗം വായിക്കുമ്പോൾ ഞാൻ ഇന്നത്തെ കാലത്തെ കുറിച്ച് ചിന്തിക്കാറുണ്ട്. ಆ ಭಾಗಗಳನ್ನು ನಾನು ಧ್ಯಾನಿಸುವಾಗ ಈ ಕಾಲಘಟ್ಟದ ಕುರಿತಾಗಿ ನಾನು ಚಿಂತಿಸುತ್ತಾ ಇರ್ತೇನೆ. ഇന്നത്തെ ആരാധന കാണുമ്പോൾ കഴിഞ്ഞ നാളുകൾ പ്രായമുള്ള ഞങ്ങളെ പോലെയുള്ളവർ ദുഃഖിക്കാറുണ്ട്. ಇವತ್ತಿನ ಆರಾಧನೆಗಳನ್ನು ನಾವು ನೋಡುವಾಗ ಕಳೆದ ದಿನಗಳಲ್ಲಿ ಇದ್ದವರು ಈ ಆರಾಧನೆಯನ್ನು ಕಂಡು ದುಃಖಿಸುತ್ತಾರೆ. ഇന്നത്തെ യൗവനക്കാർ അവരുടെ ഡാൻസും മേളങ്ങളും കണ്ട് അവരത് സന്തോഷിക്കുമ്പോൾ ഈ ഇങ്ങനെയുള്ള അക്ഷരീകമായ ജഡീകമായ ആരാധന കണ്ട് പ്രായമുള്ളവർ ദുഃഖിക്കാറുണ്ട്. ಇವತ್ತಿನ ಯವನಸ್ಥರ ಆರಾಧನೆ ಅವರು ಕುಣಿದು ಕುಪ್ಪಳಿಸಿ ಮಾಡುತ್ತಾ ಇರುವಂತಹ ಆರಾಧನೆಯನ್ನ ಕಂಡು ಹಿರಿಯರು ಅದನ್ನ ಕಂಡು ದುಃಖಿಸುತ್ತಾ ಇರುವುದನ್ನ ನಾವು ಕಾಣ್ತೇವೆ. എന്നാൽ ഞാൻ പറഞ്ഞത് ഈ സെരുബ്ബാബേലിന്റെ ദേവാലയം BC 165 ആന്റിയോക്കസ് എപ്പിഫാനസ് എന്ന് പറയുന്ന ഒരു ചക്രവർത്തി അതിനെ അശുദ്ധമാക്കി. BC 167 ಒಬ್ಬ ಅರಸನು ಅದನ್ನ ಆ ದೇವಾಲಯವನ್ನ ಅಶುದ್ಧ ಮಾಡಿದನು. ആ ദേവാലയത്തിൽ പന്നിച്ചോരി അർപ്പിച്ച് അതിനെ അശുദ്ധമാക്കി. ಆ ದೇವಾಲಯದಲ್ಲಿ ನಾಯಿಯ ರಕ್ತವನ್ನ ಚೆಲ್ಲಿ ಅದನ್ನ ಅಶುದ್ಧ ಮಾಡಿದನು. എന്നാൽ മക്കാബിയർ എന്ന് പറയുന്ന ഒരു സംഘം ഈ ദേവാലയം 2 വർഷത്തിനകം പിടിച്ചെടുത്ത് അതിന്റെ പുനഃപ്രതിഷ്ഠ നടത്തി. ಆ ವಕ್ರಾದಿ ಎಂಬುದಾಗಿ ಹೇಳುವಂತ ಒಂದು ಸಂಘವು ಅದನ್ನ ಎರಡಾಗಿ ವಿಭಾಗಿಸಿ ಮತ್ತೆ ಅದನ್ನ ಪುನರ್ ಪ್ರತಿಷ್ಠೆ ಮಾಡಿದರು. BC 36 പോംബെ എന്ന് പറയുന്ന ഒരു റോമൻ ക്യാപ്റ്റൻ ഈ ദേവാലയം നശിപ്പിച്ചു. AD 37 BC 37 ಈ ದೇವಾಲಯವನ್ನ ಓಂಪೇನ್ ಎಂಬುದಾಗಿ ಹೇಳುವಂತ ರೋಮದ ಒಬ್ಬ ಅಧಿಕಾರಿ ಅದನ್ನ ನಾಶ ಮಾಡಿದನು. എന്നാൽ ഈ പോയ ദേവാലയം ഹേരോദാവ് എന്ന ചക്രവർത്തി 46 വർഷം കൊണ്ട് അതിമനോഹരമായി നിർമ്മിക്കുകയുണ്ടായി. ಆದರೆ ಈ ನಾಶವಾದಂತ ಈ ಆಲಯವನ್ನ ಹೆರೋದನೆಂಬಂತಹ ಚಕ್ರವರ್ತಿಯು ಸುಮಾರು 46 ವರ್ಷಗಳಿಂದ ಬಹಳ ಸುಂದರವಾಗಿ ಕಟ್ಟಿಸಿದನು. അബ്രഹാം ബലി കഴിച്ച് യാക്കോബ് ഇസഹാക്കിനെ ബലി കഴിച്ച് ആ വേദിക്കല്ല് അതിപരിശുദ്ധ സ്ഥലത്ത് വരത്തക്കവണ്ണം ക്രമീകരിച്ചുകൊണ്ടാണ് ഈ ദേവാലയം പണിതത്. ಅಬ್ರಹಾಮನು ಇಸಾಕನನ್ನ ಬಲಿಗೊಡುವುದಕ್ಕಾಗಿ ಹೋದಂತ ಆ ಸ್ಥಳವನ್ನ ಆ ಕಲ್ಲು ಅತಿ ಪರಿಶುದ್ಧವಾದ ಸ್ಥಳದಲ್ಲಿ ಬರುವ ಹಾಗೆ ರೂಪುಗೊಳಿಸಿ ಆ ಆಲಯವನ್ನು ಕಟ್ಟಿದನು. ആ സ്ഥലമാണ് ദാവീദ് ഓർന്നാന്റെ കയ്യിൽ നിന്ന് വാങ്ങി യാഗം കഴിച്ച സ്ഥലം. ಆ ಸ್ಥಳವನ್ನಾಗಿದೆ ದಾವೀದನು ಅಲ್ಲಿಂದ ಕೊಂಡುಕೊಂಡು ಅಲ್ಲಿ ಯಜ್ಞವನ್ನ ಮಾಡಿದ್ದು. ആ സ്ഥലത്താണ് ശലോമോൻ ദേവാലയം പണിതത്. ಆ ಸ್ಥಳದಲ್ಲಿ ಆಗಿದೆ ಸೊಲೊಮೋನನು ದೇವಾಲಯವನ್ನ ಕಟ್ಟಿದ್ದು. അതേ സ്ഥലത്താണ് സെരുബ്ബാബേൽ ദേവാലയം പണിതത്. ಅದೇ ಸ್ಥಳದಲ್ಲಾಗಿದೆ ಜೆರುಬ್ಬಾಬೆಲನು ದೇವಾಲಯವನ್ನ ಕಟ್ಟಿದ್ದು. അതേ സ്ഥലത്ത് സകല മഹത്വത്തോടും തേജസ്സോടും കൂടെ ഹേരോദാവ് യഹൂദനെ പ്രീതിപ്പെടുത്തുവാൻ അതിമനോഹരമായ ഒരു ദേവാലയം പണിതു. ಅದೇ ಸ್ಥಳದಲ್ಲಿ ಬಹಳ ಮಹಿಮೆಯಿಂದ ಬಹಳ ಲಕ್ಷಣವುಳ್ಳಂತ ಯಹೂದರನ್ನ ಮೆಚ್ಚುಗೆ ಪಡಿಸುವುದಕ್ಕಾಗಿ ಸುಂದರವಾದಂತ ಒಂದು ಆಲಯವನ್ನು ಕಟ್ಟಿದನು. ഈ ദേവാലയത്തിന്റെ പണി കണ്ടിട്ടാണ് ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞു, പ്രഭു റബി നോക്കുക എത്ര മനോഹരമായി പണിതിരിക്കുന്നു എന്ന്.
ಈ ದೇವಾಲಯದ ಮಹಿಮೆಯನ್ನ ಕಂಡಾಗಿದೆ. ಯೇಸುವಿನ ಹತ್ರ ಶಿಷ್ಯರು ಕೇಳಿದ್ದು, ಈ ಆಲಯವು ಎಷ್ಟು ಮನೋಹರವಾಗಿದೆ ಎಂಬುದಾಗಿ ಹೇಳಿದ್ದು. ആ ദേവാലയത്തെ കുറിച്ച് അന്ന് യേശു പറഞ്ഞു, ഈ ദേവാലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ നശിച്ചു പോകുമെന്ന് പറഞ്ഞു. ಆಗ ಯೇಸು ಸ್ವಾಮಿ ಹೇಳಿದರು, ಈ ದೇವಾಲಯವು ಕಲ್ಲಿನ ಮೇಲೆ ಕಲ್ಲು ಉಳಿಯದ ಹಾಗೆ ನಾಶವಾಗಿ ಹೋಗುತ್ತದೆ ಎಂಬುದಾಗಿ. അത് AD 70 അപ്രകാരം സംഭവിച്ചു. ಅದು AD 70 ಅಪ್ರಕಾರವಾಗಿ ಸಂಭವಿಸಿತು. തീത്തോസ് കൈസർ കടന്നു വന്ന ഈ ദേവാലയം ചുട്ടു നശിപ്പിച്ചു. തീത്തോസ് ടൈറ്റಸ್ ಕೈಸರನೆಂಬುದಾಗಿ ಇರುವಂತವನು ಬಂದು ಈ ಆಲಯವನ್ನ ಸುಟ್ಟು ನಾಶ ಮಾಡಿದನು. അതിൽ ഖചിതം ചെയ്തിരുന്ന രത്നങ്ങളും സ്വർണവും ഉരുകി അടിസ്ഥാനം വരെ ഒഴുകി. ಅದಕ್ಕೆ ಅದರಲ್ಲಿ ಕೆಲಸ ಮಾಡಿದಂತ ರತ್ನಗಳು ಚಿನ್ನವೆಲ್ಲವೂ ಸಹ ಕರಗಿ ಅದರ ಅಸ್ಥಿವಾರದ ಒಳಗೆ ಇಳಿದು ಹೋಯಿತು. എടുക്കുവാൻ വേണ്ടി ആനയെ കെട്ടി ഉഴുത കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ വേണം അത് യേശുക്രിസ്തുവിന്റെ പ്രവചനം അക്ഷരികമായി നിറവേറുവാനായി തീർന്നു. ಅದನ್ನ ಆ ಚಿನ್ನವನ್ನು ಬೆಳ್ಳಿಯನ್ನು ತೆಗೆಯುವುದಕ್ಕಾಗಿ ಆನೆಯ ಮುಖಾಂತರ ಅದನ್ನ ಉಳಿಸಿದನು. ಅದೇ ಕರ್ತನಾದ ಯೇಸು ಸ್ವಾಮಿ ಹೇಳಿದಂತ ಪ್ರವಾದನೆಯು ಅದೇ ರೀತಿಯಲ್ಲಿ ನೆರವೇರಿತು. അവർക്കൊരു ദേവാലയമില്ല. ಆದರೆ ಇವತ್ತು ಅವರಿಗೊಂದು ದೇವಾಲಯವಿಲ್ಲ. സ്ഥാനത്താണ് ഡൂം ഓഫ് ദ റോക്ക് എന്ന് പറയുന്ന ഈ ദേവാലയം നിൽക്കുന്നത്. എന്തോ ആ സ്ഥാനത്താണ് ഡൂം ഓഫ് ദ റോക്ക് എന്ന് പറയുന്ന ഈ മുസ്ലിം ದೇವಾಲയം നിൽക്കുന്നത്. ಆ ಸ್ಥಳದಲ್ಲಾಗಿದೆ ಧೂಮ್ ಆಫ್ ದ ರೋಕ್ ಎಂಬುದಾಗಿ ಹೇಳುವಂತ ಈ ಮುಸ್ಲಿಂ ದೇವಾಲಯವು ಇರುವಂತದ್ದು. ഇന്ന് അതേ സ്ഥലത്ത് അവർക്കൊരു ദേവാലയം പണിയുവാൻ കഴിയാതെ ഇരിക്കുകയാണ്. ಅದೇ ಸ್ಥಳದಲ್ಲಿ ದೇವರ ಆಲಯವನ್ನ ಕಟ್ಟುವುದಕ್ಕಾಗಿ ಅವರು ಕಾಯುತ್ತಾ ಇದ್ದಾರೆ. എന്നാൽ ഒരു ദേവാലയ പണിക്ക് വേണ്ടിയുള്ള സകല സാമഗ്രികളും സന്നാഹങ്ങളും അവർ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ಆ ದೇವಾಲಯದ ಕೆಲಸಕ್ಕಾಗಿ ಬೇಕಾದಂತ ಸಕಲ ಸಾಮಗ್ರಿಗಳನ್ನ ಅವರು ಸಿದ್ಧ ಮಾಡುತ್ತಾ ಇದ್ದಾರೆ. 2000 സെപ്റ്റംബർ 12 ആ ദേവാലയം പണിയുമെന്ന് കുവൈറ്റിലുള്ള ഖലീജ് ടൈംസ് എന്ന പത്രത്തിൽ ഒരു വാർത്ത കാണുകയുണ്ടായി. ಆ ದೇವಾಲಯವನ್ನು ಅವರು ಕಟ್ಟುತ್ತಾರೆ ಎಂಬುದಾಗಿ 2012 ಈ ರೀತಿಯಾಗಿ ಒಂದು ಪತ್ರಿಕೆಯಲ್ಲಿ ಬಂದದನ್ನು ನಮಗೆ ಕಾಣಲಿಕ್ಕೆ ಸಾಧ್ಯವಾಗ್ತದೆ. അന്ന് ഞാൻ കുവൈറ്റിലാണ്. ഞാൻ വളരെ സന്തോഷിച്ചു. ഞാൻ കുവൈറ്റിലായിരുന്നു. അതുകൊണ്ട് ആ വാർത്ത കണ്ടപ്പോൾ ഞാൻ വളരെ സന്തോഷിക്കുകയുണ്ടായി. ಅವತ್ತು ನಾನು ಕುವೈಟಿನಲ್ಲಿ ಇದ್ದೆ. ಆ ವಾರ್ತೆಯನ್ನು ಕೇಳಿದಾಗ ನಾನು ಬಹಳ ಸಂತೋಷವುಳ್ಳವನಾಗಿ ಮಾರ್ಪಟ್ಟೆನು. കാരണം ദൈവത്തിന്റെ 2 ദേവാലയങ്ങൾ ഒരുമിച്ച് ഈ ഭൂമിയിൽ കാണുകയില്ല. ಕಾರಣ ದೇವರ 2 ಆಲಯವೂ ಈ ಭೂಮಿಯಲ್ಲಿ ಒಟ್ಟಾಗಿ ಕಾಣುವುದಿಲ್ಲ. ഇവിടെ ആത്മീയ ദേവാലയമായ ദൈവസഭ ഇവിടെ ഉണ്ട്. അത് ഉള്ളിടത്തോളം അക്ഷരീക ദേവാലയം പണിയപ്പെടുകയില്ല. ಆತ್ಮಿಕ ದೇವಾಲಯವು ಈ ಭೂಮಿಯಲ್ಲಿ ಇರುವಷ್ಟು ಕಾಲವು ಮತ್ತೊಂದು ದೇವಾಲಯ ಇಲ್ಲಿ ಉಂಟಾಗುವುದಿಲ್ಲ. ദൈവസഭയാ ദേവാലയം ഇവിടുന്ന് എടുക്കപ്പെട്ട ശേഷം മാത്രമേ അക്ഷരീയ ദേവാലയം പണിയുവാൻ കഴിയുകയുള്ളൂ. ದೇವರ ಸಭೆಯಾದಂತ ಈ ದೇವಾಲಯವು ತೆಗೆಯಲ್ಪಟ್ಟ ನಂತರವೇ ಆ ಯೆಹೂದರ ದೇವಾಲಯವು ಕಟ್ಟುವುದಕ್ಕೆ ಸಾಧ್ಯ. എന്നാൽ അന്ന് സംഭവിച്ചത് അമേരിക്ക ഇടപെട്ട് അതിന്റെ ആ അടിസ്ഥാനമിടുന്ന ആ ചടങ്ങ് മാറ്റിവെച്ചു. ಅವತ್ತು ಅದರ ಅಸ್ಥಿವಾರವನ್ನು ಹಾಕುವಂತ ಆ ಕಾರ್ಯಕ್ರಮಗಳನ್ನ ಮುಂದೂಡಿಸಿ ಬಿಟ್ಟರು. എന്നാൽ ഇനിയും അവർ ഏത് സമയത്തും ഒരു ദേവാലയത്തിന് വേണ്ടി അവന്റെ ക്രമീകരണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ಆದರೆ ಇವತ್ತು ಯಾವ ಸಮಯದಲ್ಲಾದ್ರೂ ಅದನ್ನ ಮಾಡುವುದಕ್ಕಾಗಿ ಕ್ರಮೀಕರಿಸುತ್ತಾ ಅವರು ಸಿದ್ಧರಾಗಿದ್ದಾರೆ. അതിന്റെ സാമഗ്രികള്, തൂണുകള്, അതിന്റെ കല്ലുകളെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ಅದಕ್ಕೆ ಬೇಕಾದಂತ ಸಕಲ ಸಾಮಗ್ರಿಗಳು, ಅದರ ಕಂಬಗಳು, ಕಲ್ಲುಗಳನ್ನೆಲ್ಲ ಅವರು ಸಿದ್ಧ ಮಾಡಿ ಇಟ್ಟಿದ್ದಾರೆ. എതിർ ക്രിസ്തു ഈ ഭൂമിയിൽ വന്നു കഴിഞ്ഞാൽ യഹൂദനുമായി ഒരു ഉടമ്പടി ചെയ്യുകയും ആ ഉടമ്പടിയുടെ കാലത്ത് അവർ അതിമനോഹരമായ ഒരു ദേവാലയം പണിയും. ಕ್ರೈಸ್ತ ವಿರೋಧಿಯು ಈ ಭೂಮಿಗೆ ಬಂದಾಗ ಯೆಹೂದರೊಟ್ಟಿಗೆ ಒಂದು ಒಡಂಬಡಿಕೆಯನ್ನ ಮಾಡಿಕೊಂಡು ಅವರ ನಾಯಕತ್ವದಲ್ಲಿ ಒಂದು ಸುಂದರವಾದ ಆಲಯವನ್ನು ಅವರು ಕಟ್ಟುತ್ತಾರೆ. അതിനു വേണ്ടിയുള്ള ക്രമീകരണങ്ങളെല്ലാം അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ಅದಕ್ಕೆ ಬೇಕಾದಂತ ಎಲ್ಲಾ ಸಿದ್ಧತೆಯನ್ನ ಯೆಹೂದರು ಮಾಡಿಟ್ಟಿದ್ದಾರೆ. അത് മാത്രമല്ല ആ ആലയത്തിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടിയും ജലത്തിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടിയും ഒരു ചുവന്ന പശുക്കുട്ടിയെ ആവശ്യമാണെന്ന് അവർക്കറിയാം.
ಆಲಯದ ಶುದ್ಧೀಕರಣಕ್ಕಾಗಿಯೂ ಅದರ ತ್ಯಾಗಕ್ಕಾಗಿ ಒಂದು ಕೆಂಪು ಆಕಳು ಅವರಿಗೆ ಅವಶ್ಯಕವಾಗಿದೆ. അങ്ങനെ ഒരു പശുക്കുട്ടി പുള്ളിയോ മറുകോ യാതൊന്നുമില്ലാത്ത ചുമന്ന നിറമുള്ള ഒരു പശുക്കുട്ടി ആവശ്യമാണ്. അതിനു വേണ്ടിയുള്ള ക്രമീകരണങ്ങളും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ಯಾವುದೇ ರೀತಿಯಾದಂತ ಊನವು ಚುಕ್ಕೆಯು ಇಲ್ಲದೆ ಇರುವಂತ ಅಲ್ಲಲ್ಲಿ ಒಂದು ಕೆಂಬಣ್ಣದ ಒಂದು ಹಸು ಅವರಿಗೆ ಅವಶ್ಯಕವಾಗಿದೆ. ಅದಕ್ಕೋಸ್ಕರ ಅದಕ್ಕೆ ಬೇಕಾದಂತ ಕ್ರಮೀಕರಣವನ್ನು ಸಹ ಅವರು ಮಾಡುತ್ತಾ ಇದ್ದಾರೆ. സംഖ്യാപുസ്തകം 19-ാം അധ്യായം 2-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും, യാതൊരു പുള്ളിയും കളങ്കവും ഊനവും ഇല്ലാത്ത മുഖം വെക്കാത്ത ഒരു ചുവന്ന പശുക്കിടാവിന് ആവശ്യമാണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ಅರಣ್ಯಕಾಂಡ 19ನೇ 2ನೇ ವಾಕ್ಯದಲ್ಲಿ ನಮಗೆ ಓದುವಾಗ ನಮಗೆ ಕಾಣಲಿಕ್ಕೆ ಸಾಧ್ಯವಾಗ್ತದೆ, ಯಾವುದೇ ಹೂನವು ಚುಕ್ಕೆಯು ಇಲ್ಲದೆ ಇರುವಂತ ಒಂದು ಆಕಳು ಅವರಿಗೆ ಅವಶ್ಯವಾಗಿದೆ ಎಂಬುದಾಗಿ. അതിനെ അറുത്ത് അതിന്റെ രക്തം യാഗപീഠത്തിൽ തളിക്കുകയും അതിന്റെ മാംസം വെളിയിൽ കൊണ്ടുപോയി പാളയത്തിന് കൊണ്ടുപോയി ചുട്ട് അതിന്റെ ഭസ്മം എടുത്ത് വിശുദ്ധ സ്ഥലത്ത് ഒരു വിശുദ്ധമായ ശുദ്ധമായ സ്ഥലത്ത് സൂക്ഷിക്കുകയും അത് വെള്ളത്തിൽ കലക്കി ജലത്തിന്റെ മേൽ തളിക്കണമെന്ന് സംഖ്യാപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ಅದರ ರಕ್ತವನ್ನ ತೆಗೆದು ಆ ಸ್ಥಳವನ್ನ ಶುದ್ಧೀಕರಿಸಿ ಅದರ ಮಾಂಸವನ್ನ ಪರಿಶುದ್ಧವಾದ ಸ್ಥಳದಲ್ಲಿ ಇಟ್ಟು ಅಲ್ಲಿ ನೀರಿನಲ್ಲಿ ಮುಳುಗಿಸಿ ಆ ನೀರಿನಿಂದ ಆ ಸ್ಥಳವನ್ನ ಚಿಮುಕಿಸಬೇಕೆಂಬುದಾಗಿಯೂ ಸಹ ಬರೆದಿದೆ. അങ്ങനെ ജനത്തിന് ശുദ്ധീകരണം ഉണ്ടാകുമെന്ന് സംഖ്യാപുസ്തകത്തിൽ നാം വായിക്കുന്നു. ಹಾಗೆ ಅಲ್ಲಲ್ಲಿ ಒಂದು ಶುದ್ಧೀಕರಣ ಜನಕ್ಕುಂಟಾಗುತ್ತದೆ ಎಂಬುದಾಗಿ ಅರಣ್ಯಕಾಂಡದಲ್ಲಿ ನಮಗೆ ಓದಲಿಕ್ಕೆ ಸಾಧ್ಯವಾಗ್ತದೆ. ദേവാലയം പണിതു കഴിഞ്ഞാൽ ഉടനെ അന്നേരം ചുമന്ന പശുക്കുട്ടിയെ കിട്ടുകയില്ല. അതുകൊണ്ട് ഇപ്പോഴേ അവരുടെ ക്രമീകരണം ചെയ്തു കഴിഞ്ഞു. ಅಲ್ಲಲ್ಲಿಯ ದೇವಾಲಯ ಕಟ್ಟಿದ ಕ್ಷಣವೇ ಈ ರೀತಿಯಾದಂತ ಒಂದು ಕೆಂಬಣ್ಣದ ಹಸು ಆಕಳು ಸಿಗುವುದಿಲ್ಲ. ಅದಕ್ಕಾಗಿ ಈಗಲೇ ಅವರು ಅದನ್ನ ಸಿದ್ಧ ಮಾಡಿ ಅದಕ್ಕೆ ಬೇಕಾದಂತ ಸಿದ್ಧತೆಯನ್ನ ನಡೆಸುತ್ತಾ ಇದ್ದಾರೆ. ഇനി അനവധി കാര്യങ്ങൾ പറയാറുണ്ടെങ്കിലും സമയം നോക്കുമ്പോൾ സമയം മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ಇನ್ನು ಅನೇಕ ವಿಚಾರಗಳು ಹೇಳಬೇಕೆಂಬುದಾಗಿದ್ದರೂ ಸಹ ಸಮಯವು ಬಹಳ ಮುಂದಕ್ಕೆ ಹೋಗುತ್ತಾ ಇದೆ. ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, നമ്മുടെ കർത്താവ് വേഗത്തിൽ വരുവാൻ സമയമായി. ಇದನ್ನೆಲ್ಲ ನೋಡುವಾಗ ನಮಗೊಂದು ವಿಚಾರವನ್ನು ತಿಳಿದುಕೊಳ್ಳಬಹುದು, ನಮ್ಮ ಕರ್ತನಾದ ದೇವರು ಅತಿ ಬೇಗನೆ ಮೇಘದಲ್ಲಿ ಬರಲಿಕ್ಕಿದ್ದಾನೆ. അവന്റെ വരവിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ എന്ന് ഇന്ന് രാത്രി ശോധന ചെയ്യുവാൻ ദൈവാത്മാവ് ശക്തമായി ആലോചന തരികയാണ്. ಆತನ ಭರೋಣಕ್ಕಾಗಿ ನೀವು ಸಿದ್ಧರಾಗಿದ್ದೀರೋ ಎಂಬುದಾಗಿ ನಿಮ್ಮನ್ನೇ ದೇವರಾತ್ಮನು ನಿಮ್ಮನ್ನು ನೀವೇ ಶೋಧನೆ ಮಾಡಬೇಕೆಂಬುದಾಗಿ ನಿಮಗೆ ಒಂದು ಆಲೋಚನೆಯನ್ನು ಕೊಡುತ್ತಾ ಇದ್ದಾರೆ. കൊയ്ത്തും കഴിഞ്ഞു, ഫലശേഖരവും കഴിഞ്ഞു, ഞാൻ ഇതുവരെ രക്ഷിക്കപ്പെട്ടില്ല എന്നുള്ള ആ സ്ഥിതി വിശേഷം നിങ്ങൾക്കുണ്ടാകരുത്. ಹಲ್ಲೆಲೂಯಾ. ಕೊಯ್ಲು ಮುಗಿಯಿತು, ಕ್ರೋಢೀಕರಣವು ಮುಗಿಯಿತು, ಇನ್ನು ನಾನು ರಕ್ಷಣೆ ಹೊಂದಿಲ್ಲ ಎಂಬಂತ ಆಲೋಚನೆ ನಮ್ಮಲ್ಲಿ ಇರಬಾರದು. അതുകൊണ്ട് ഇന്ന് രാത്രി യേശുവിനെ രക്ഷകനായി അംഗീകരിക്കാൻ നിങ്ങൾ തയ്യാറാകണം. ಆದುದರಿಂದ ಇವತ್ತು ರಾತ್ರಿ ಕರ್ತನಾದ ಯೇಸುವನ್ನ ರಕ್ಷಕನಾಗಿ ಸ್ವೀಕರಿಸಿಕೊಳ್ಳುವುದಕ್ಕೆ ನೀವು ಸಿದ್ಧರಾಗಬೇಕು. യേശുവിനെ രക്ഷകനായി അംഗീകരിച്ചില്ലെങ്കിൽ നിങ്ങൾ വീഴുന്ന സ്ഥലമാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ಯೇಸುವನ್ನ ರಕ್ಷಕನಾಗಿ ಸ್ವೀಕರಿಸದೆ ಹೋದರೆ ನೀವು ಬೀಳುವಂತ ಸ್ಥಳವಾಗಿದೆ ನಾನು ತೋರಿಸ್ತಾ ಇರುವಂತದ್ದು. ആ തീയും ഗന്ധവും കത്തുന്ന പുകയിലേക്ക് നിങ്ങളെ തള്ളിയിടുമെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ಬೆಂಕಿಯು ಗಂಧಕ್ಕೂ ಇರುವಂತ ಸ್ಥಳಕ್ಕೆ ನಿಮ್ಮನ್ನ ನೂಕಿ ಬಿಡುತ್ತಾರೆ ಎಂಬುದಾಗಿ ಬರೆದಿದೆ. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ಜೀವಿತದ ಜೀವವಾದ್ಯರ ಪಟ್ಟಿಗೆಯಲ್ಲಿ ಇರದೆ ಹೆಸರಿಲ್ಲದೆ ಇರುವವರನ್ನೆಲ್ಲರನ್ನೂ ಸಹ ಈ ಬೆಂಕಿ ಹಾವಿಗೆಯೊಳಗೆ ತಳ್ಳಿ ಬಿಡುತ್ತಾರೆ. ആരും സ്വയമായിട്ട് അവിടേക്ക് പോകില്ലെന്ന് എനിക്കറിയാം, എല്ലാവർക്കും അറിയാം. ನಮಗೆಲ್ಲರಿಗೂ ಸಹ ಗೊತ್ತಿದ್ದು ಸ್ವಯವಾಗಿ ನಾವು ಅಲ್ಲಿಗೆ ಹೋಗುವುದಿಲ್ಲ ಎಂಬುದಾಗಿ. എല്ലാവരെയും അതിലേക്ക് തള്ളിയിടുക തന്നെ ചെയ്യും. ಆದುದರಿಂದ ಎಲ್ಲರನ್ನೂ ಸಹ ತಳ್ಳಿಯೇ ನೂಕಿ ಅಲ್ಲಿಗೆ ಹಾಕುತ್ತಾರೆ. നിനക്ക് മനസ്സില്ല എന്ന് നിനക്ക് അന്ന് പറയാൻ പറ്റുകയില്ല. അതിലേക്ക് വീണേ മതിയാകുള്ളൂ. ನನಗೆ ಅಲ್ಲಿ ಹೋಗ್ಲಿಕ್ಕೆ ಮನಸ್ಸಿಲ್ಲ ಎಂಬುದಾಗಿ ಅವತ್ತು ಹೇಳಲಿಕ್ಕೆ ಸಾಧ್ಯವಿಲ್ಲ, ಅಲ್ಲಿಗೆ ನೀನು ಬೀಳಲೇಬೇಕಾಗಿ ಬಿಡುತ್ತದೆ. കർത്താവിന്റെ വരവെങ്കിൽ നീ എടുക്കപ്പെട്ടില്ലെങ്കിൽ നിനക്കുള്ള സ്ഥിതിയാണ് നമ്മുടെ കൺമുമ്പിൽ ഒരു ചിത്രമായിട്ട് ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ಹಲ್ಲೆಲೂಯಾ. ಕರ್ತನ ಬರೋಣದಲ್ಲಿ ನೀನು ಹೆತ್ತಲ್ಪಡದೆ ಇದ್ದರೆ ನಿನಗಿರುವಂತ ಸ್ಥಿತಿಯನ್ನಾಗಿದೆ ನಾನು ನಿಮ್ಮ ಮುಂದೆ ತೋರಿಸುತ್ತಾ ಇರುವಂತ ಈ ಚಿತ್ರವು. ആമേൻ. ജീവന്റെ പുസ്തകത്തിൽ ഇന്ന് രാത്രി പേരെഴുതി കാണുവാനായി എത്ര പേര് ആഗ്രഹിക്കുന്നു?
ಆಮೆನ್. ಇವತ್ತು ರಾತ್ರಿ ಜೀವಿಯ ಬಾಧ್ಯರ ಪಟ್ಟಿಗೆಯಲ್ಲಿ ನಿಮ್ಮ ಹೆಸರು ಕಾಣಿಸುವುದಕ್ಕಾಗಿ ಎಷ್ಟು ಜನರು ಆಮೆನ್ ಇಷ್ಟಪಡುತ್ತಾ ಇದ್ದೀರಿ? ആമേൻ. റോമാലേഖനം 8-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു. ರೋಮಾಪುರದ ಪತ್ರಿಕೆ 8ನೇ ಅಧ್ಯಾಯ 1ನೇ ವಾಕ್ಯದಲ್ಲಿ ಈ ಪ್ರಕಾರವಾಗಿ ನಾವು ಓದ್ತೇವೆ. ഇപ്പോൾ ക്രിസ്തുവേശുവിനുള്ളവർക്ക് ഒരു ശിക്ഷാവധിയുമില്ല. ಈಗ ಕ್ರಿಸ್ತ ಯೇಸುವಿನಲ್ಲಿರುವವರಿಗೆ ಯಾವ ಶಿಕ್ಷೆಯೂ ಇಲ್ಲ. എന്നെ കേൾക്കുന്ന സ്നേഹിത, നീ ഇന്ന് രാത്രി യേശുവിനെ രക്ഷകനായി അംഗീകരിച്ചാൽ ഈ നിത്യ നരകത്തിൽ നിന്ന് നിനക്ക് രക്ഷ നേടുവാൻ കഴിയും. ಪ್ರಿಯ ಸಹೋದರನೇ, ಇವತ್ತು ರಾತ್ರಿ ನನ್ನನ್ನ ಕೇಳುತ್ತಾ ಇರುವವರೇ, ಇವತ್ತು ನಿನ್ನ ಯೇಸುವಿನ ರಕ್ಷಕನಾಗಿ ಸ್ವೀಕರಿಸಿಕೊಂಡರೆ ಈ ಮಹಾರಕ್ಷಣೆಯನ್ನು ನಿನ್ನ ಜೀವಿತದಲ್ಲಿ ಹೊಂದಿಕೊಳ್ಳುವುದಕ್ಕೆ ಸಾಧ್ಯ. അല്ലെങ്കിൽ നീ പോകുന്ന സ്ഥലമാണ് ആ വലിയ നിത്യ തീക്കുണ്ടം. ಆಮೆನ್. ಅಲ್ಲದಿದ್ದರೆ ನೀನ್ ಹೋಗುವಂತ ಸ್ಥಳವಾಗಿದೆ ನಿತ್ಯವಾದಂತ ಅಗ್ನಿಕೊಂಡ. എങ്ങനെ നിനക്ക് ക്രിസ്തുവിലാകുവാൻ കഴിയും? ಯಾವ ರೀತಿಯಲ್ಲಿ ನಿನಗೆ ಕ್ರಿಸ್ತನಲ್ಲಿ ಆಗಿರುವುದಕ್ಕೆ ಸಾಧ್ಯವಾಗ್ತದೆ? എന്റെ യേശു എനിക്കും നിനക്കും വേണ്ടി ആ മരണവിധി ഏറ്റെടുത്തതിനാൽ നമുക്ക് ശിക്ഷാവിധിയില്ല. ಆಮೆನ್. ಹಲ್ಲೆಲೂಯಾ. ಯಾವ ರೀತಿಯಲ್ಲಿ ನಮಗೆ ಶಿಕ್ಷೆ ಇಲ್ಲ, ನಿಮ್ಮ ಶಿಕ್ಷೆಯನ್ನು ಆತನು ಕಾಲ್ವರಿಯ ಶಿಲುಬೆಯಲ್ಲಿ ವಹಿಸಿಕೊಂಡ ಕಾರಣ ನಮಗೆ ಆ ಶಿಕ್ಷೆ ಇರುವುದಿಲ್ಲ. ആകയാൽ ഇന്ന് രാത്രി ആ കാൽവരി ക്രൂശിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്തുക. ಆಮೆನ್. ಏನಾದ್ರೂ ಇವತ್ತು ರಾತ್ರಿ ಆ ಕಾಲ್ವರಿಯ ಶಿಲುಬೆ ಮೇಲೆ ನಮ್ಮ ಕಣ್ಣುಗಳನ್ನು ಎತ್ತಿಕೊಳ್ಳೋಣ. യേശു നിനക്ക് വേണ്ടി എനിക്ക് വേണ്ടി നമ്മുടെ പാപത്തിന്റെ ശിക്ഷയേറ്റുകൊണ്ട് കാൽവരി ക്രൂശിൽ പരമയാഗമായി തീർന്നു. ಆಮೆನ್. ಕರ್ತನಾದ ಯೇಸು ಸ್ವಾಮಿ ನಿನಗಾಗಿಯೂ ಆ ಕಾಲ್ವರಿ ಶಿಲುಬೆಯಲ್ಲಿ ನಮ್ಮ ಪಾಪಗಳನ್ನು ವಹಿಸಿಕೊಂಡು ಯಜ್ಞವಾಗಿ ಮಾರ್ಪಟ್ಟನು. ഞാൻ എന്റെ കാലുകൾ കൊണ്ട് ചെയ്ത പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അവന്റെ കാലുകളിലാണ് തറയ്ക്കപ്പെട്ടു. ಆಮೆನ್. ನಾನು ನನ್ನ ಕಾಲುಗಳಿಂದ ಮಾಡಿದಂತಹ ಪಾಪದ ಪರಿಹಾರಕ್ಕಾಗಿ ಆತನ ಕಾಲುಗಳಲ್ಲಿ ಮೊಳೆಗಳಿಂದ ಜಡಿದರು. അവന്റെ കൈകൾ കൊണ്ട് ചെയ്ത പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി യേശുവിന്റെ കരങ്ങളിലാണ് നിറയ്ക്കപ്പെട്ടു. ನಮ್ಮ ಕರಗಳಿಂದ ನಾವು ಮಾಡಿದಂತಹ ದೋಷದ ಫಲಕ್ಕಾಗಿ ಆತನ ಕೈಗಳಿಗೆ ಮೊಳೆಗಳಿಂದ ಹೊಡೆದರು. എന്റെ തലച്ചോറ് കൊണ്ട് ഞാൻ അരുതാത്തതിന്റെ ഫലമായി അവന്റെ തലയിൽ ആ മുൾക്കിരീടം വെച്ചു. അവന്റെ തലച്ചോറിലേക്ക് ആ മുള്ളുകൾ ആഴ്ന്നിറങ്ങി. ಆಮೆನ್. ಹಲ್ಲೆಲೂಯಾ. ನಮ್ಮ ಮೆದುಳುಗಳಿಂದ ಬೇಡದಂತದನ್ನ ನಾವು ಚಿಂತೆ ಮಾಡಿದ ಕಾರಣವಾಗಿ ಆತನ ತಲೆಯ ಮೇಲೆ ಮುಳ್ಳಿನ ಕಿರಣವಿಟ್ಟು ಆಮೆನ್ ದೊಣ್ಣೆಗಳಿಂದ ಹೊಡೆದಾಗ ಆ ಮುಳ್ಳು ಆಮೆನ್ ಮೆದುಳಿಗೆ ತಗಿಲಿತು. ആമേൻ. നാം നമ്മുടെ കണ്ണുകൾ കൊണ്ട് അരുതാത്തത് നോക്കിയതിന്റെ ഫലമായി അവന്റെ കണ്ണ് കെട്ടി മുട്ടി ചുരുട്ടി അവനെ ഇടിച്ചു. ಆಮೆನ್. ನಮ್ಮ ಕಣ್ಣುಗಳಿಂದ ಬೇಡದನ್ನ ನಾವು ನೋಡಿದ ಕಾರಣಕ್ಕಾಗಿ ಆತನ ಕಣ್ಣುಗಳಿಗೆ ಬಟ್ಟೆಯನ್ನು ಕಟ್ಟಿ ಮುಷ್ಟಿ ಕಟ್ಟಿ ಆತನ ಮುಖಕ್ಕೆ ಗುದ್ದಿದರು. ആമേൻ. നാം അരുതാത്ത ഇടങ്ങളിൽ ചുംബനം കൊടുക്കുവാൻ പോയതിന്റെ ഫലമായി അവന്റെ മുഖത്തെ രോമമെല്ലാം വെട്ടിപ്പറിക്കപ്പെട്ടു. ಆಮೆನ್. ನಾವು ಬೇಡದಂತ ಸ್ಥಳಗಳಲ್ಲಿ ಮುತ್ತುಗಳನ್ನ ಕೊಟ್ಟದಕ್ಕಾಗಿ ಆತನ ಮುಖದಲ್ಲಿ ಇದ್ದಂತಹ ಗಡ್ಡದ ರೋಮಗಳನ್ನ ಕಿತ್ತು ಹಾಕಿದರು. ആമേൻ. നാം അരുതാത്തത് സംസാരിച്ചതിന്റെ ഫലമായി അവന്റെ നാവ് കണ്ണാക്കോട് വറ്റിപ്പോയി. ಆಮೆನ್. ನಾವು ಬೇಡದನ್ನ ಮಾತನಾಡಿದ ಕಾರಣ ಆತನ ನಾಲಿಗೆಯು ಕೆಳಗಡೆಗೆ ಇಳಿದು ಹೋಯಿತು. അവൻ നാം അരുതാത്ത ഇടങ്ങളിൽ ചെന്ന് കിടന്നതിന്റെ ഫലമായി അവന്റെ മുതുവ് അടിച്ച നീളത്തിൽ ഉഴവിയാല് പോലെ കീറി. ಆಮೆನ್. ನಾವು ಬೇಡದಂತಹ ಕಾರ್ಯಗಳಿಗೆ ನಮ್ಮ ಶರೀರವನ್ನು ಬಿಟ್ಟುಕೊಟ್ಟ ಕಾರಣ ಆತನ ಶರೀರವನ್ನ ಉಳುವನ ಹೊಲದೋಪಾದಿಯಲ್ಲಿ ಹೊಡೆದು ಉತ್ತರು. നാം അരുതാത്ത നമ്മുടെ ഹൃദയത്തിൽ കരയുന്നുകൊണ്ട് അവന്റെ വിലാപ റോമൻ സൈന്യാധിപന്മാർ തുളച്ചു. ಆಮೆನ್. ಹಲ್ಲೆಲೂಯಾ. ನಾವು ಬೇಡದನ್ನ ನಮ್ಮ ಹೃದಯದಲ್ಲಿ ಚಿಂತೆ ಮಾಡಿದ ಕಾರಣ ಆತನ ಹೃದಯ ರೋಮ ಸೈನಿಕರು ಆತನ ಪಕ್ಕೆಯನ್ನ ಚುಚ್ಚಿದರು. അവന്റെ വിലാപ് കുത്തി തുറന്നപ്പോൾ രക്തവും വെള്ളവും പുറത്തു വന്നു. ಆತನ ಪಕ್ಕೆಗೆ ಅವರು ಚುಚ್ಚಿದಾಗ ಅಲ್ಲಿಂದ ರಕ್ತವು ನೀರು ಹೊರಗೆ ಬಂತು. എന്തുകൊണ്ടാണ് അവന്റെ ഉള്ളിൽ നിന്ന് രക്തവും വെള്ളവും പുറത്തു വന്നത്? ಏತಕ್ಕಾಗಿ ಆಗಿದೆ ರಕ್ತವು ನೀರು ಹೊರಗೆ ಬಂದದ್ದು? കാരണം ഇന്നേക്ക് ചില വർഷങ്ങൾക്ക് മുമ്പ് ഡൽഹിയിലുള്ള സഫ്ദർജംഗ് ഹോസ്പിറ്റലിൽ ഒരു സംഭവം നടന്നു. 50 ಅನೇಕ ವರ್ಷಗಳ ಹಿಂದೆ ದೆಹಲಿಯಲ್ಲಿರುವಂತಹ ಸಫ್ದರ್ಜಂಗ್ ಹಾಸ್ಪಿಟಲ್ ನಲ್ಲಿ ಒಂದು ಕಾರ್ಯವು ನಡೆಯಿತು. ആമേ. ഒരു മൃതശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യായിരുന്നു. ಒಂದು ಸತ್ತ ಶವವನ್ನ ಪೋಸ್ಟ್ಮಾರ್ಟಮ್ ಮಾಡ್ತಾ ಇದ್ದರು. അതിന്റെ നെഞ്ച് വെട്ടി പിളർന്നപ്പോൾ ഉള്ളിൽ രക്തവും വെള്ളവും കെട്ടിക്കിടക്കുന്നത് കണ്ടു.
ಅದರ ಎದೆಯನ್ನ ಸೀಳಿದಾಗ ಅದರ ಒಳಗೆ ರಕ್ತವು ನೀರು ಕಟ್ಟಿರುವುದನ್ನ ಕಂಡರು. അതിന് സഹായിയായി നിന്ന നേഴ്സ് പെട്ടെന്ന് ചോദിച്ചു, ഡോക്ടർ എന്തുകൊണ്ടാണ് സംഭവിച്ചത് ചോദിച്ചു. ಅಲ್ಲಿ ಅದಕ್ಕೆ ಸಹಾಯ ಮಾಡುತ್ತಾ ಇದ್ದಂತಹ ಒಬ್ಬ ನರ್ಸ್ ಡಾಕ್ಟರ್ ಕೇಳಿದ್ರು, ಯಾಕೆ ಈ ರೀತಿಯಾಗಿ ಆಯ್ತು ಎಂಬುದಾಗಿ. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു, ഈ മനുഷ്യൻ ഹൃദയം പൊട്ടി മരിച്ചതാണ്, അതുകൊണ്ടാണ് രക്തവും വെള്ളവും കണ്ടത്. ಈ ಮನುಷ್ಯನು ಹೃದಯ ಒಡೆದು ಸತ್ತವನಾಗಿದ್ದಾನೆ, ಅದಕ್ಕಾಗಿದೆ ಈತನ ಹೃದಯದಲ್ಲಿ ಈತನ ಎದೆಯಲ್ಲಿ ನೀರು ರಕ್ತವು ಇದ್ದದ್ದು ಎಂಬುದಾಗಿ ಹೇಳಿದರು. പെട്ടെന്ന് ആ നേഴ്സ് ബോധരഹിതയായി നിലത്ത് വീണു. ಆ ತಕ್ಷಣವೇ ಆ ನೇರ್ಸ್ ಅವರು ಜ್ಞಾನ ತಪ್ಪಿದವಳಾಗಿ ಕೆಳಗೆ ಬಿದ್ದಳು. ആമേ പ്രഥമ ശുശ്രൂഷകൾ കഴിഞ്ഞ അവൾക്ക് ബോധം തെളിഞ്ഞപ്പോൾ ഡോക്ടർ ചോദിച്ചു, നിനക്ക് എന്ത് സംഭവിച്ചു എന്ന്. ಆಕೆಯ ಪ್ರಥಮ ಚಿಕಿತ್ಸೆ ಮುಗಿಸಿಕೊಂಡು ಆಕೆಗೆ ಪ್ರಜ್ಞೆ ಬಂದಂತ ಸಮಯದಲ್ಲಿ ವೈದ್ಯರು ಕೇಳಿದರು, ನಿನಗೇನಾಯಿತು ಎಂಬುದಾಗಿ. ആമേൻ. അപ്പോൾ അവൾ പറഞ്ഞു, എന്റെ യേശു എനിക്ക് വേണ്ടി ഹൃദയം പൊട്ടിയാണല്ലോ മരിച്ചത്, അതുകൊണ്ടാണ് അവന്റെ നെഞ്ചിൽ നിന്ന് രക്തവും വെള്ളവും പുറത്തു വന്നത്. ನನಗಾಗಿ ನನ್ನ ಯೇಸು ಹೃದಯ ಒಡೆದು ತೀರಿಕೊಂಡನಲ್ಲ, ಅದಕ್ಕಾಗಿ ಆಗಿದೆ ಆತನ ಎದೆಯ ಭಾಗದಿಂದ ರಕ್ತವು ನೀರು ಹೊರಗಡೆ ಬಂದದ್ದು ಎಂಬುದಾಗಿ ಹೇಳಿದಳು. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സ്നേഹിത, യേശു നിനക്ക് വേണ്ടി തന്റെ ഹൃദയം തകർന്നാണ് മരിച്ചത്. ನನ್ನನ್ನು ಕೇಳುತ್ತಾ ಇರುವ ರಾತ್ರಿ ನನ್ನನ್ನು ಕೇಳುತ್ತಾ ಇರುವಂತ ನನ್ನ ಸಹೋದರನೇ, ನನಗೂ ನಿನಗಾಗಿ ಯೇಸು ಸ್ವಾಮಿ ಹೃದಯ ಒಡೆದವನಾಗಿ ತೀರಿಕೊಂಡಿದ್ದಾನೆ. യേശു നിനക്ക് പകരമായി കാൽവറിയിൽ യാഗമായി തീർന്നു. യേಸು ನಿನಗೆ ಬದಲಾಗಿ ಕಲ್ವಾರಿಯಲ್ಲಿ ಯಜ್ಞವಾಗಿ ಮಾರ್ಪಟ್ಟನು. ആ യേശുവിനെ ഇന്ന് രാത്രി നീ രക്ഷകനായി അംഗീകരിച്ചാൽ ഈ വലിയ നിത്യ നരകത്തിൽ നിന്ന് നിനക്ക് വിടുതൽ പ്രാപിപ്പാൻ കഴിയും. ಆ ಯೇಸುವನ್ನ ಇವತ್ತು ರಾತ್ರಿ ನಿನ್ನ ಸ್ವಂತ ರಕ್ಷಕನಾಗಿ ಸ್ವೀಕರಿಸಿಕೊಂಡರೆ ನಿತ್ಯ ನರಕದಿಂದ ನಿನಗೆ ಬಿಡುಗಡೆಯನ್ನು ಹೊಂದಿಕೊಳ್ಳಬಹುದು. റോമാലയൻ 8-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്ന, അവൻ നമ്മുടെ പാപത്തിന്റെ ശിക്ഷ ഏറ്റെടുത്തു എന്നാണ്. ರೋಮ ಪತ್ರಿಕೆ 8ನೇ ಅಧ್ಯಾಯದಲ್ಲಿ ನಮಗೆ ಈ ಪ್ರಕಾರವಾಗಿ ಕಾಣಲಿಕ್ಕೆ ಸಾಧ್ಯವಾಗ್ತದೆ, ಆತನು ನಮ್ಮ ಪಾಪವನ್ನ ವಹಿಸಿಕೊಂಡನು ಎಂಬುದಾಗಿ. ആകയാൽ എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, ഇന്ന് രാത്രി യേശുവിനെ നിങ്ങൾ അംഗീകരിക്കുവാൻ തയ്യാറായില്ല. ಹಾಗಾದ್ರೆ ನನ್ನನ್ನು ಕೇಳ್ತಾ ಇರುವಂತ ಸಹೋದರರೇ, ಇವತ್ತು ರಾತ್ರಿ ಯೇಸುವನ್ನು ನೀವು ಸ್ವೀಕರಿಸುವುದಕ್ಕೆ ಸಿದ್ಧರಾದರೆ, അങ്ങനെ യേശുവിനെ സ്വീകരിച്ച തന്റെ മക്കൾക്ക് വേണ്ടി അവൻ ഒരുക്കിയ ഒരു സ്ഥലമുണ്ട്, അതാണ് പുതിയ യെരൂശലേം. ಹಾಗೆ ಯೇಸುವನ್ನ ಸ್ವಂತ ರಕ್ಷಕನಾಗಿ ಸ್ವೀಕರಿಸಿಕೊಂಡಂತ ತನ್ನ ಮಕ್ಕಳಿಗಾಗಿ ಸಿದ್ಧ ಮಾಡಿರುವಂತ ಒಂದು ಸ್ಥಳವದೇ, ಅದೇ ಹೊಸ ಯೆರೂಶಲೇಮ್. അതിനു വേണ്ടിയാണ് നാം കാത്തിരിക്കുന്നത്. ಅದಕ್ಕಾಗಿ ಆಗಿದೆ ನಾವು ಎದುರು ನೋಡುತ್ತಾ ಇರುವಂತದ್ದು. ശാസ്ത്രം പോലും ഇങ്ങനെ ഒരു സ്വർഗമുണ്ട് എന്ന് അംഗീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ಶಾಸ್ತ್ರವು ಸಹ ಈ ರೀತಿಯಾಗಿ ಒಂದು ಸ್ವರ್ಗವದೆ ಎಂಬುದಾಗಿ ಅವರು ಹೇಳುತ್ತಾ ಇದ್ದಾರೆ. 1994 നാസയിലെ നാസയുടെ ഹബിൾ ടെലിസ്കോപ്പിൽ പതിഞ്ഞ ഒരു ചിത്രമാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ನಾಸಾದವರ ಅವರ ಕ್ಯಾಮರಾದಲ್ಲಿ ಬಂದಂತ ಒಂದು 1994 ಫೆಬ್ರವರಿ 8ನೇ ತಾರೀಕು ಪ್ರಕಟವಾದಂತದನ್ನಾಗಿದೆ ನಾನಿಲ್ಲಿ ತೋರಿಸ್ತಾ ಇರುವಂತದ್ದು. ആകയാൽ എന്നെ കേൾക്കുന്ന സ്നേഹിത, സ്വർഗം ഉറപ്പുള്ള ഒരു കാര്യമാണ്. ಅಲ್ಲಿಯೇ ಸ್ವರ್ಗವು ಬಹಳ ಇರುವಂತ ಒಂದು ಸ್ಥಳವಾಗಿದೆ. നരകവും ഒരു യാഥാർത്ഥ്യമാണ്. ನರಕವು ಸಹ ಯಥಾರ್ಥವಾಗಿ ಇರುವಂತ ಸ್ಥಳವಾಗಿದೆ. ഇന്ന് രാത്രി നിങ്ങൾ ഏത് തിരഞ്ഞെടുക്കുമെന്ന് ഇവിടെ വെച്ച് തീരുമാനിക്കുക. ಇವತ್ತು ರಾತ್ರಿ ನೀವು ಯಾವುದನ್ನು ಹಾದುಕೊಳ್ಳುತ್ತೀರಿ ಎಂಬುದನ್ನ ಇವತ್ತು ರಾತ್ರಿ ನಾವು ಇಲ್ಲಿ ನಿರ್ಧರಿಸಿಕೊಳ್ಳೋಣ. യേശുവില്ലാതെ നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം നീ പോയാൽ ആ നിത്യ നരകത്തിൽ നിന്നെ തള്ളിയിടും. ಯೇಸು ಇಲ್ಲದೆ ನಿನ್ನ ಸ್ವಂತ ಇಚ್ಛೆಗೆ ನೀನು ಹೋಗುತ್ತಾ ಇರುವುದಾದರೆ ನಿನ್ನನ್ನ ನಿತ್ಯ ನರಕಕ್ಕೆ ದುಬ್ಬಿ ಬಿಡುತ್ತಾರೆ. എന്നാൽ നീ യേശുവിനെ രക്ഷകനായി അംഗീകരിച്ചാൽ, അവന്റെ കാൽവരി ക്രൂശിൽ നീ വിശ്വസിച്ചാൽ നിനക്ക് നിത്യമായ രക്ഷ ലഭിക്കുകയും നീ ഈ നിത്യ സ്വർഗത്തിൽ നീ അവകാശിയായി തീരുകയും ചെയ്യും. ಯೇಸುವನ್ನ ನಿನ್ನ ಸ್ವಂತ ರಕ್ಷಕನಾಗಿ ಸ್ವೀಕರಿಸಿಕೊಂಡರೆ ನಿತ್ಯ ಜೀವವೂ ಹಾಗೂ ನಿತ್ಯ ರಾಜ್ಯದಲ್ಲಿ ನಿನ್ನ ಅವಕಾಶಿಯಾಗಿ ಮಾರ್ಪಡುತ್ತಿ. ആകയാൽ എന്നെ കേൾക്കുന്ന സ്നേഹിതരെ,
ഇന്ന് രാത്രി ആ യേശുവിനായി നമ്മെ തന്നെ സമർപ്പിക്കാം. ಆದುದರಿಂದ ನನ್ನನ್ನು ಆಲಿಸುತ್ತಾ ಇರುವಂತಹ ಸ್ನೇಹಿತರೆ, ಇವತ್ತು ರಾತ್ರಿ ನಮ್ಮನೆ ಆ ಯೇಸುವಿನ ಮುಂದೆ ಸಮರ್ಪಿಸಿಕೊಡೋಣ. ആമേൻ. നമുക്ക് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ನಮ್ಮನ್ನು ನಾವೇ ಶೋಧನೆ ಮಾಡುತ್ತಾ ನಮಗೆ ಪ್ರಾರ್ಥನೆ ಮಾಡಿಕೊಳ್ಳೋಣ. എല്ലാ കണ്ണുകളും അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ಎಲ್ಲಾ ಕಣ್ಣುಗಳು ಮುಚ್ಚಿ ನಮಗೆ ಪ್ರಾರ್ಥನೆ ಮಾಡೋಣ. ആരും അലസരായി കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ഹൃദയം പകർന്നുകൊണ്ട് യേശു കർത്താവിനെ രക്ഷകനായി അംഗീകരിക്കാം. കഴിഞ്ഞ നാളുകൾ യേശുവിനെ രക്ഷകനായി അംഗീകരിച്ചവർ തങ്ങളെ തന്നെ ക്രമീകരിച്ച് ഈ കാണുന്ന സംഭവങ്ങൾ നമ്മുടെ കണ്ണിൽ കാണുമ്പോൾ നമ്മുടെ കർത്താവിന്റെ വരവ് അസന്നമായിരിക്കുന്നു ചിന്തിച്ച് തങ്ങളെ തന്നെ ക്രമീകരിപ്പാനുള്ള രാത്രിയായി തീരട്ടെ. ಆಮೇಲೆ ಅಲ್ಲಲ್ಲಿ ಇವತ್ತು ರಾತ್ರಿ ದೇವರ ಸನ್ನಿಧಾನದಲ್ಲಿ ನಮ್ಮನ್ನು ಅಲಕ್ಷ್ಯರಾಗಿ ನಾವು ಕೂರದ ಹಾಗೆ ಇವತ್ತು ದೇವರ ಕರಗಳಿಗೆ ನಮ್ಮನ್ನು ಸಮರ್ಪಿಸಿಕೊಂಡು ಆತನನ್ನ ಸ್ವಂತ ರಕ್ಷಕನಾಗಿ ಒಡೆಯನಾಗಿ ಸ್ವೀಕರಿಸಿಕೊಳ್ಳುವಂತ ಒಂದು ರಾತ್ರಿಯಾಗಿ ಮಾರ್ಪಡಲಿ. നമുക്ക് പ്രാർത്ഥിക്കാം. ನಮಗೆ ಪ್ರಾರ್ಥನೆ ಮಾಡಿಕೊಳ್ಳೋಣ. ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഞങ്ങൾക്ക് നൽകിയ നല്ല സമയത്തിനായി സ്തോത്രം. ತನ್ನ ತಂದೆಯೇ, ನನ್ನ ಪರಲೋಕದ ತಂದೆಯೇ, ನಮಗೆ ಕೊಟ್ಟಂತ ಒಳ್ಳೆಯ ಸಮಯಕ್ಕಾಗಿ ಸ್ತೋತ್ರ. ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം. ನೀವು ನನ್ನೊಟ್ಟಿಗೆ ಮಾತನಾಡಿದಕ್ಕಾಗಿ ಸ್ತೋತ್ರ. ഞങ്ങളുടെ നിത്യതയെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് അങ്ങ് നൽകിയതിനായി സ്തോത്രം. ನಮ್ಮ ನಿತ್ಯತೆಯ ಕುರಿತಾಗಿರುವಂತ ಒಂದು ಆಲೋಚನೆ ನಮಗೆ ಕೊಟ್ಟದಕ್ಕಾಗಿ ನಿಮಗೆ ಸ್ತೋತ್ರ. യേശുവിനെ രക്ഷകനായി അംഗീകരിച്ച ആ നിത്യ സന്തോഷം അവകാശമാക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമേ. വിശേഷാൽ വചനം കേട്ട എല്ലാവരെയും സഹായിക്കണമേ. ಆಮೆನ್. ಹಲ್ಲೆಲೂಯಾ. ನಮನ ಆ ಕರ್ತನ ಕಡೆಗೆ ನಡೆಸಿದಂತಹ ರಕ್ಷಣೆಗಾಗಿ ನಿಮಗೆ ಸ್ತೋತ್ರ. ಈ ರಕ್ಷಣೆಯಲ್ಲಿ ಎಲ್ಲರೂ ಸಹ ರಕ್ಷಣೆಯಲ್ಲಿ ನೆಲೆಗೊಳ್ಳುವುದಕ್ಕೆ ನೀನು ಸಹಾಯ ಮಾಡು. ವಾಕ್ಯ ಕೇಳಿದವರೆಲ್ಲರೂ ನೀನು ಸಹಾಯ ಮಾಡಬೇಕಾಗಿ ಕೇಳಿಕೊಳ್ಳುವನಾಗಿದ್ದೇನೆ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ. ಆಮೆನ್. ಕರ್ತನಾದ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ನಾನು ಕೇಳಿಕೊಳ್ಳುವನಾಗಿದ್ದೇನೆ ತಂದೆಯೇ. എന്നെ ശ്രമിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടെ എന്നെ നന്ദി അറിയിക്കുന്നു. നിങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ അത് ആമേന്റെ ടെലിഫോൺ നമ്പറിൽ എഴുതി വിളിച്ചു ചോദിക്കാവുന്നതാണ്. കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടെ ഇതിന്റെ ക്രമീകരണം ഒരുക്കിയ പാസ്റ്റർ ബിനോയ്ക്കും KV ഫിലിപ്പിനും സഭയ്ക്കും എന്റെ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ಆಮೇನ್. ಪ್ರತ್ಯೇಕವಾಗಿ ನಿಮ್ಮೆಲ್ಲರನ್ನು ದೇವರ ಆಶೀರ್ವದಿಸಲಿ. ನಿಮಗೇನಾದ್ರೂ ಇದರಲ್ಲಿ ಸಂಶಯಗಳಿರುವುದಾದರೆ ಐಮೀನ್ ಅವರ ಕೊಡಲ್ಪಟ್ಟಂತ ಆ ಫೋನ್ ನಂಬರ್ ನಲ್ಲಿ ನೀವು ಕರೆಯುವುದಾದರೆ ಅವರು ಅದಕ್ಕೆ ಬೇಕಾದಂತ ಕಾರ್ಯಗಳನ್ನ ಮಾಡುತ್ತಾರೆ. ಅದರ ವಿಚಾರವನ್ನ ವಿವರವಾಗಿ ಹೇಳಿಕೊಡುತ್ತಾರೆ. ಇದನ್ನ ಕ್ರಮೀಕರಿಸಿದಂತ ಪಾಸ್ಟರ್ ವಿನೋಯ್ ಅವರಿಗೂ ಹಾಗೂ ಪಾಸ್ಟರ್ ಫಿಲಿಪ್ ಅವರಿಗೂ ನನ್ನ ಕೃತಜ್ಞತೆಯನ್ನ ತಿಳಿಸುವನಾಗಿದ್ದೇನೆ. ದೇವರು ನಿಮ್ಮೆಲ್ಲರನ್ನು ಆಶೀರ್ವದಿಸುವಂತದಾಗಲಿ. ಆಮೆನ್. Praise the Lord. Hallelujah. ದೇವರ ಪರಿಶುದ್ಧವಾದ ನಾಮಕ್ಕೆ ಸ್ತೋತ್ರವಾಗಲಿ. ಈ 3 ದಿನದ ತರಗತಿ ನನಗೆ ಬಹಳ ആശീർവാദವಾಗಿತ್ತು ಎಂಬುದಾಗಿ ಹೇಳುವಂತವರು ನಿಮ್ಮ കരകളെത്തി ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡೋಣ. ഈ 3 ദിവസത്തെ ക്ലാസ് എനിക്ക് വളരെ അനുഗ്രഹമായിരുന്നു എന്ന് പറയുന്നവരൊക്കെ തന്റെ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. 3 ദിവസം ഞങ്ങൾക്ക് അനുഗ്രഹമായിരുന്നല്ലോ. അനുഗ്രഹത്തോടെ ഹല്ലേലൂയ അനുഗ്രഹത്തിന്റെ വചനം നമുക്ക് കേൾക്കുവാൻ ഇടയായല്ലോ. ഈ 3 ದಿನವೂ ನಮಗೆ ಆಶೀರ್ವಾದವಾಗಿತ್ತಲ್ಲ. ಈ 3 ದಿನವೂ ಆಶೀರ್ವಾದದ ವಾಕ್ಯಗಳನ್ನ ಕೇಳುವುದಕ್ಕೆ ನಮಗೆ ಸಹಾಯವಾಯಿತಲ್ಲ. ಆ ಕರ್ತನ ಸನ್ನಿಧಾನದಲ್ಲಿ ನಮ್ಮನ್ನೇ ಸಮರ್ಪಿಸಿಕೊಡೋಣ. ನಮ್ಮ ಕರುವಿಕೆಗೆ ಹೋಗೊಟ್ಟು ಹಲ್ಲೆಲೂಯ ನಮ್ಮ ಮಧ್ಯದಲ್ಲಿ ಬಂದು ಈ 3 ದಿನವೂ ವ್ಯಕ್ತವಾಗಿ ಸತ್ಯವೇದದ ಆಳವನ್ನ ಗೂಢಾರ್ಥವನ್ನ ಬೀಚಿ ನುಡಿದಂತ ಕರ್ತನ ಘನ ಸೇವಕರಾಗಿರುವಂತಹ ಪಾಸ್ಟರ್ ಹಲ್ಲೆಲೂಯ PJ ಡ್ಯಾನಿಯಲ್ ಅವರಿಗೆ ನಮ್ಮ ಬೇಥೆಸ್ದ IPCಯ ಪರವಾಗಿಯೂ ನಮ್ಮ കൃതജ്ഞതയನ್ನ സലിസുറാകിದ್ದೇವೆ. തുടർന്ന് ഈ 3 ദിവസവും വചനത്തിന്റെ മർമ്മങ്ങളെ നമ്മളോട് വ്യക്തമായി സംസാരിച്ചതായ കർത്താവിന്റെ വിലയേറിയ ദാസൻ പാസ്റ്റർ ഹല്ലേലൂയ PJ ഡാനിയൽ അവർക്ക് ഞങ്ങളുടെ സഭയപരമായുള്ളതായ വ്യത്യസ്ത സഭയപരമായുള്ളതായ നന്ദിയെ ഞങ്ങൾ രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഇതിനെ ഇത് ക്രമീകരിപ്പാൻ സഹായിച്ചതായ പാസ്റ്റർ ഫിലിപ്പ് അവരുകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അവരെ ഞങ്ങളുടെ സഭപരമായുള്ള നന്ദിയെ അറിയിക്കുന്നു. ഈ 3 ദിവസവും നമ്മുടെ മധ്യത്തിൽ കടന്നു വന്ന് ട്രാൻസ്ലേഷൻ ചെയ്തതായ പാസ്റ്റർ മോൻസി അവരുകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഹല്ലേലൂയ മനോജ്
മനോജ് പാസ്റ്റർ ഇന്ന് നമ്മുടെ മധ്യത്തിൽ കടന്നു വന്ന് ആമേൻ ഹല്ലേലൂയ അതിനെ ഭാഷാന്തരം ചെയ്യുവാൻ ദൈവം സഹായിച്ചു. നെറ്റിന്റെ പ്രോബ്ലം കൊണ്ടാണ് മധ്യത്തിൽ കെട്ടായി പോയി. ഹല്ലേലൂയ അവർക്കും നമ്മുടെ സഭപരമായുള്ള നന്ദിയെ അറിയിക്കുന്നു. പ്രൈസ് ലോർഡ്. അതുപോലെ തന്നെ പലയിടത്ത് ലോകത്തിന്റെ പലയിടങ്ങളിൽ നിന്ന് നമ്മുടെ മധ്യത്തിൽ കടന്നു വന്ന ഈ വചനത്തിൽ വചനം പഠിപ്പാൻ സഹായിച്ച ಎಲ್ಲವരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. മാത്രമല്ല ಈ 3 ದಿನವೂ ನಮಗೆ ಭಾಷಾಂತರ ಮಾಡಿದಂತ ಪಾಸ್ಟರ್ ಹಲ್ಲೆಲೂಯಾ ಮೋನ್ಸಿ ಅವರನ್ನ ನೆನೆಸಿದವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡ್ತಾನೆ. ಹಾಗೆ ಮನೋಜ್ ಪಾಸ್ಟರ್ ಅವರನ್ನ ನೆನೆಸಿದವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡ್ತಾನೆ. ಅವರೆಲ್ಲರೂ ಸಹ ನಮ್ಮ ಸ್ನೇಹಿತರು, ನಮ್ಮೊಟ್ಟಿಗೆ ನಾವೆಲ್ಲರೂ ಒಟ್ಟಾಗಿ ಸೇವೆ ಮಾಡುವರಾಗಿದ್ದಾರೆ. ಅವರನ್ನು ಸಹ ನೆನೆಸಿದವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡುವನಾಗಿದ್ದಾನೆ. ಮತ್ತು ಪ್ರತ್ಯೇಕವಾಗಿ ಲೋಕದ ಅನೇಕ ಕಡೆಗಳಿಂದ ಅನೇಕ ಸಭೆಗಳಿಂದ ಸಹಕರಿಸಿದಂತ ಎಲ್ಲರಿಗೂ ನಮ್ಮ ಕೃತಜ್ಞತೆಯನ್ನ ಸಲ್ಲಿಸುವರಾಗಿದ್ದೇವೆ. ನಮಗೆ ಕೊನೆಯದಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡಿಕೊಳ್ಳೋಣ. ನಮ್ಮ ಮಧ್ಯದಲ್ಲಾಗಿರುವಂತಹ ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್ ಹಲ್ಲೆಲೂಯಾ ಈ 3 ದಿನದ ಕ್ಲಾಸ್ ಅನ್ನು ವಹಿಸಿಕೊಂಡು ಮುಂದೆ ಹಲ್ಲೆಲೂಯಾ ನಮ್ಮ ಮಧ್ಯದಲ್ಲಿ ದೇವರ ವಾಕ್ಯದಿಂದ ಮಾತನಾಡಿದಂತ ಕರ್ತನ ಸೇವಕರನ್ನ ಕರ್ತನ ಕರಗಳಿಗೆ ಒಪ್ಪಿಸಿಕೊಂಡು ನಾವೆಲ್ಲರೂ ಪ್ರಾರ್ಥನೆ ಮಾಡುವಾಗ ನಮ್ಮ ಮಧ್ಯದಲ್ಲಾಗಿರುವಂತ ಇವತ್ತು ಭಾಷಾಂತರ ಮಾಡಿದಂತ ಪಾಸ್ಟರ್ ಹಲ್ಲೆಲೂಯಾ മനോജ് പാസ്റ്റർ ಅವರು ಪ್ರಾರ್ಥನೆ ಮಾಡ್ತಾರೆ. ಆಮೆನ್ ഹല്ലേലൂയ. അവസാനമായി പാസ്റ്റർ PJ ഡാനിയൽ അവർ ആശീർവാദം പറയുന്നതായിരിക്കും. ಪರಿಶುದ್ಧನಾಗಿರುವ ಪರಲೋಕದ ನನ್ನ ಒಳ್ಳೆಯ ತಂದೆಯಾದ ದೇವರೇ, ನಿಮ್ಮ ಪರಿಶುದ್ಧ ಪಾವನ ನಾಮಕ್ಕೆ ವಂದನೆಗಳು ಕರ್ತನೆ. ಈ ಕಷ್ಟದ ಇಕ್ಕಟ್ಟಿನ ದಿನಗಳಲ್ಲಿ ನಿಮ್ಮ 2ನೇ ಬರೋಣದ ಕುರಿತಾಗಿ 3 ದಿನಗಳಿಂದ ನಿರಂತರವಾಗಿ ಸವಿಸ್ತಾರವಾದ ಸಂಗತಿಗಳನ್ನ ಕಲಿಯುವಂತೆ ಕೇಳುವಂತೆ ನೀನು ಕೃಪೆ ಮಾಡಿದ್ದಕ್ಕಾಗಿ ಸ್ತೋತ್ರ. ಹೌದು ಕರ್ತನೆ, ನಾವು ಕಡೆ ದಿನಗಳಲ್ಲಿ ಬದುಕುತ್ತಿದ್ದೇವೆ. ಎಷ್ಟೋ ಬೇಗನೆ ನೀನು ಬರ್ಲಿಕ್ಕಿದ್ದಿ. ನಿನ್ನ ಬರೋಣಕ್ಕಾಗಿ ನಾವು ಸಿದ್ಧರಾಗಬೇಕು. ಯಾವುದೇ ಕಾರಣಕ್ಕೂ ನಿನ್ನ ಬರೋಣದಲ್ಲಿ ನಾವು ಕೈ ಬಿಡಲ್ಪಟ್ಟು ಮಹೋಪದ್ರವ ಕಾಲದಲ್ಲಿ ಉಪದ್ರವಕ್ಕೆ ಒಳಗಾಗಿ ನಾಶವಾಗದಂತೆ ನಮ್ಮನ್ನು ನಾವು ಎಚ್ಚರಿಸಿಕೊಂಡು ಬದುಕಿ ಬಾಳುವಂತೆ ಕರ್ತನೆ ಕೇಳಿಸಿದ ಒಳ್ಳೆ ವಾಕ್ಯಕ್ಕಾಗಿ ನಿನಗೆ ಸ್ತೋತ್ರ ಸಲ್ಲಿಸ್ತಾ ಇದ್ದೇವೆ. 3 ದಿನಗಳಿಂದ ದೇವರ ವಾಕ್ಯವನ್ನು ಹಂಚಿಕೊಟ್ಟ ಪಾಸ್ಟರ್ PJ ಡಾನಿಯಲ್ ಅವರಿಗಾಗಿ ನಾವು ಪ್ರಾರ್ಥಿಸ್ತಾ ಇದ್ದೇವೆ. ಕರ್ತನೆ, ಅವರು ಒಳ್ಳೆ ವಾಕ್ಯವನ್ನು ಹೇಳಿಕೊಟ್ರು. ಇನ್ನು ಅನೇಕರಿಗೆ ಇಷ್ಟು ಶುಭ ವರ್ತಮಾನ ತಿಳಿಸ್ಲಿಕ್ಕಾಗಿ ನೀನು ಅವರನ್ನು ಬಲಪಡಿಸು ಕರ್ತನೆ. ಈ ರೀತಿಯಾಗಿ ಅನೇಕರಿಗೆ ಈ ಕರ್ತನಾದ ಯೇಸು ಕ್ರಿಸ್ತನ 2ನೇ ಬರೋಣದ ಬಗ್ಗೆ ತಿಳಿಸಿಕೊಡ್ಲಿಕ್ಕೆ ಕಾರಣಕರ್ತರಾಗಿರ್ತಕ್ಕಂಥ ಪಾಸ್ಟರ್ ವಿನೋಯ್ ಅವರಿಗೂ ಮತ್ತು ಫಿಲಿಪ್ ಪಾಸ್ಟರ್ ಅವರಿಗಾಗಿ ನಾವು ಪ್ರಾರ್ಥಿಸ್ತೇವೆ ತಂದೆ. ಹೇಗಾದ್ರೂ ಜನರನ್ನು ರಕ್ಷಿಸಬೇಕು, ನಿತ್ಯ ನಾಶದಿಂದ ಜನರು ನಿತ್ಯ ಜೀವಕ್ಕೆ ಕೊಂಡೊಯ್ಯಬೇಕೆಂಬ ಮಹಾ ಅಭಿಲಾಷೆಯಿಂದ ನಿನ್ನ ಮಕ್ಕಳು ಪಟ್ಟ ಪ್ರಯತ್ನವೆಲ್ಲ ಅವ್ರ ಆಶೀರ್ವಾದಕ್ಕಾಗಿ ನೆನಪು ಮಾಡಿಕೋಕರ್ತೇನೆ. 2-3 ದಿನಗಳ ಕಾಲ ಈ ವಾಕ್ಯವನ್ನು ಕೇಳಿದ ಆಶೀರ್ವಾದ ಹೊಂದಿದ ಪ್ರತಿಯೊಬ್ಬರನ್ನು ನೆನೆಸಿ ಪ್ರಾರ್ಥಿಸ್ತಾ ಇದ್ದೇವೆ. ಇದರಲ್ಲಿ ವಾಕ್ಯವನ್ನು ಕೇಳಿದಂತ ಯಾರು ಕೂಡ ಪರಲೋಕ ರಾಜ್ಯವನ್ನು ತಪ್ಪಿಸಿಕೊಳ್ಳದಂತೆ ನಿಮ್ಮ ನಿತ್ಯ ಜೀವ ಹೊಂದಿಕೊಳ್ಳುವ ಹಾಗೆ ಎಲ್ಲರಿಗೂ ಕೃಪೆ ಕೊಡಬೇಕಾಗಿ ಪ್ರಾರ್ಥಿಸ್ತಾ ಇದ್ದೇನೆ. ಮುಂದಿನ ದಿನಗಳಲ್ಲೂ ಕೂಡ ಈ ರೀತಿಯಾದ ಆತ್ಮಿಕ ಕೂಟಗಳು ಇನ್ನು ಹೆಚ್ಚಾಗಿ ನಡೆಯುವಂತೆ, ಕರ್ತನ ವಿಶ್ವಾಸಿಗಳಲ್ಲೂ ಆತ್ಮಿಕವಾಗಿ ಬೆಳೆಯುವಂತೆ ನೀವು ಸಹಾಯ ಮಾಡ್ರಿ. ನಿಮ್ಮ ನಾಮ ಒಂದೇ ಮಹಿಮೆ ಹೊಂದಲಿ. ನೀವು ತೋರಿಸಿದ ಎಲ್ಲ ಪ್ರೀತಿಗಾಗಿ ಸ್ತೋತ್ರ ಕರ್ತನೆ. ನಮಗಾಗಿ ನಿತ್ಯ ಜೀವನ ಸಿದ್ಧಪಡಿಸಿದಕ್ಕಾಗಿ ಸ್ತೋತ್ರ ಕರ್ತನೆ. ಅನ್ಯರು ಪರದೇಶಗಳಾಗಿದ್ದ ನಮ್ಮನ್ನ ಮಕ್ಕಳಾಗಿ ಸ್ವೀಕಾರ ಮಾಡಿದಕ್ಕಾಗಿ ನಿಮಗೆ ಸ್ತೋತ್ರ ತಂದೆ. ಸಕಲ ಸ್ತುತಿ ಸ್ತೋತ್ರ ಘನಮಾನ ಮಹಿಮೆ ನಿಮಗೆ ಸಲ್ಲಿಸಿ ಯೇಸು ಸ್ವಾಮಿ ಹೆಸರಿನಲ್ಲಿ ಪ್ರಾರ್ಥಿಸಿ ಬೇಡುತ್ತೇವೆ ತಂದೆ. ಆಮೆನ್. ഡാനിയൽ സർ. Praise God. ദിവ്യ സമാധാനം ഞങ്ങളോടും പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരോടും ഇപ്പോഴും എന്നേക്കും കർത്താവിന്റെ മേഘ പ്രത്യക്ഷതയോളം ഇരിക്കുമാറാകട്ടെ. അറുക്കപ്പെടുന്ന കുഞ്ഞാടിന്റെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരേണമേ. ഹല്ലേലൂയ. താങ്ക് യു പാസ്റ്റർ ഫിലിപ്പ്. പാസ്റ്റർ ഫിലിപ്പ്. ഓക്കേ. ഡാനിയൽ സാറേ, ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളുടെ എല്ലാവരുടെയും നന്ദി അറിയിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കിയതിന് പ്രത്യേക നന്ദി അറിയിക്കുന്നു. താങ്ക് യു പാസ്റ്റർ. എന്നെ ഒന്ന് ഹോസ്റ്റ് ചെയ്യണം ലൈവ് കട്ട് ചെയ്യാൻ വേണ്ടി. ഇല്ലെങ്കിൽ പാസ്റ്റർ ലൈവ് കട്ട് ചെയ്താൽ മതി. മനോജ് പാസ്റ്ററെ, പ്രൈസ് ലോർഡ്. 1-2 പ്രാവശ്യം കട്ടായി പോയി, നെറ്റിന്റെ പ്രശ്നമാണ്. ഓക്കെ, എല്ലാവരോടും തിരുവനന്തപുരം, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങൾ, രാജസ്ഥാൻ, അതുപോലെ
ഗുജറാത്തിൽ നിന്ന്, അഹമ്മദാബാദ്, അങ്ങനെ പലയിടങ്ങളിൽ നിന്നും, ദുബായ്, എല്ലാവർക്കും അമേരിക്കയിൽ നിന്നൊക്കെ ആൾക്കാർ ചേർന്നിട്ടുണ്ട്. നമ്മെ എല്ലാവരെയും ദൈവം അറിയുന്നു. നമുക്ക് പരസ്പരം അത്ര പരിചയമില്ലെങ്കിലും ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ಎಲ್ಲಾ ಕಡೆಗಳಿಂದ ಸೇರಿ ಬಂದು ವಾಕ್ಯವನ್ನ ಕೇಳಿದಂತ ಎಲ್ಲಾ ದೇವರ ಮಕ್ಕಳಿಗೂ ಗದಗಿನಿಂದ ನಮ್ಮ ಎಲಿಶಾ ಪಾಸ್ಟ್ರು, ಸಿದ್ದಯ್ಯ ಪಾಸ್ಟ್ರು, ಹಾಗೆ ದಿನಕರ್ ಪಾಸ್ಟ್ರು, ಹಾಗೆ ಬಂದಿರುವಂತ ಎಲ್ಲಾ ದೇವರ ಮಕ್ಕಳನ್ನ, ಮನೋಜ್ ಪಾಸ್ಟ್ರು ಎಲ್ಲರನ್ನ ನೆನೆಸಿ ದೇವರಿಗೆ ಸ್ತೋತ್ರ ಮಾಡ್ತಾನೆ. ಎಲ್ಲರನ್ನ ದೇವರು ಆಶೀರ್ವದಿಸಲಿ. ಕರ್ತನಾದ ದೇವರು ಇನ್ನೂ ಸಹ ಈ ರೀತಿಯಾದಂತ ಸಂದರ್ಭಗಳನ್ನ ನಮಗೆ ಒದಗಿಸುವಂತದ್ದಾಗಲಿ. ಪಾಸ್ಟ್ ಹತ್ರ ನಾವು ಮಾತನಾಡಿದ್ದೇವೆ. ಈ ರೀತಿಯಾಗಿ ಇನ್ನೂ ಕ್ಲಾಸ್ ಅನ್ನ ಕಲಿಬೇಕು, ತೆಗೆದುಕೊಳ್ಬೇಕೆಂಬಂತ ಕಲಿಬೇಕೆಂಬಂತ ಆಸೆ ಇರುವುದಾದ್ರೆ ನಾವು ಅವರಿಗೆ ಕರೆ ಮಾಡಿದ್ರೆ ಸಾಕು. ಯಾವಾಗ್ಲೂ ಸಹ ಅವರು ನಮಗೆ ಬಂದು ಕಲಿಸುವುದಕ್ಕೆ ಅವರು ಸಿದ್ಧರಾಗಿದ್ದಾರೆ. ದೇವರು ನಿಮ್ಮೆಲ್ಲ ಥ್ಯಾಂಕ್ ಯು. ಅಷ್ಟೇ ಅದು